When you think of migration or studying abroad, do visit Amster's office. This will definitely change your life. We'll help you in converting your long-cherished dream into a reality. എൻ്റെ പേര് ജിലു. ഞാൻ കൊരട്ടിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ കാനഡ സ്റ്റുഡൻറ് വിസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ആംസ്റ്റർ ഗ്രൂപ്പിനെ കുറിച്ച് കേൾക്കുന്നത്. FBയിൽ ഞാൻ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോയപ്പോഴാണ് ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ അറിഞ്ഞത്. ഞാൻ ജസ്റ്റ് എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തു. അങ്ങനെ ഇവിടുത്തെ കൺസൾട്ടൻസിയിൽ നിന്ന് എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ ഡോക്യുമെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇവരെ ഫസ്റ്റ് തന്നെ ഇത് തുടങ്ങിയത് CRM ആ ഒരു അക്കൗണ്ട് വഴിയാണ്. എനിക്ക് ഭയങ്കര ബെനിഫിറ്റായിട്ട് തോന്നി. മറ്റ് ഏജൻസികളിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇവിടുന്ന് എനിക്ക് കിട്ടിയത് ആ അക്കൗണ്ട് വഴി. കാരണം എൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും അതിൽ അപ്ലോഡ് ചെയ്തു. എനിക്ക് എന്തറിയണമെങ്കിലും ഞാനത് എനിക്ക് ആ അക്കൗണ്ട് വഴി എനിക്ക് അറിയാൻ പറ്റിയായിരുന്നു. പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്ത് എൻ്റെ വിസയുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. ജിജി മാമാണ്. ജിജി മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുന്നത് വെച്ചാൽ ഏത് കാര്യത്തിനും രാവിലെ എന്ത് കാര്യത്തിനും വിളിച്ചാൽ പോലും ആൾ ഭയങ്കര ഫ്രണ്ട്ലി അപ്രോച്ചാണ് നമുക്ക് തരുന്നത്. കാരണം ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. കാരണം 3 തവണ എനിക്ക് വിസ റിജക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത് വെക്കാനൊരു മടിയായിരുന്നു, ഓസ്ട്രേലിയയുടെ കേസ്. പക്ഷേ മാം നല്ല സപ്പോർട്ട് തന്നു. അങ്ങനെ ആ ആളുടെ കൂടി ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ വിസയ്ക്ക് വെച്ചത്. പിന്നെ പ്രോസസ്സിംഗ് ഒക്കെ പെട്ടെന്ന് ആയിരുന്നു. രാവിലെ 2 ദിവസം മുമ്പ് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയും. 2 ദിവസം കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്ത് മാമിനെ ഏൽപ്പിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തീർന്നു. ഞാൻ 15th ഇവിടെ നിന്ന് പോവും. ആംസ്റ്റർ ഗ്രൂപ്പിന് താങ്ക് യു. ഞാൻ പിങ്കി, എറണാകുളത്തു നിന്നാണ്. ഞാൻ സോഷ്യൽ മീഡിയ വഴി ആംസ്റ്റർ ഗ്രൂപ്പിൻ്റെ US F1 വിസയുടെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് അവരെ വിളിച്ച് അതുവഴി ഞാൻ F1 വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. എനിക്ക് എല്ലാ ഡോക്യുമെൻറ്റേഷനും എല്ലാ സപ്പോർട്ടും എല്ലാം തന്നത് ആംസ്റ്റർ ഗ്രൂപ്പിൽ ഓരോരുത്തരുമാണ്. ഫസ്റ്റ് വിസ ഇൻ്റർവ്യൂ റിജക്റ്റ് ആയെങ്കിലും രണ്ടാമത് റീഅപ്ലൈ ചെയ്ത് എല്ലാ ഡോക്യുമെൻറ്റേഷൻ ചെയ്തു തന്ന് എന്നെ ഹെൽപ്പ് ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്തും കൂടെ നിന്നത് ആംസ്റ്റർ ഗ്രൂപ്പുകാരാണ്. അവിടെ ഞാൻ ഒത്തിരി താങ്ക്സ് പറയുന്ന സമയത്ത്. എനിക്ക് വിസ അടിച്ചു വന്നു. 5 year വിസയാണ് എനിക്ക് അടിച്ചു വന്നിരിക്കുന്നത്. ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത്. തന്ന എല്ലാ സപ്പോർട്ടിനും ആംസ്റ്റർ ഗ്രൂപ്പിൽ ഓരോരുത്തരോടും ഞാൻ താങ്ക്സ് പറയുന്നു. എക്സ്പെഷ്യലി ബാലുവിനോടും അരുണിമയോടും പിന്നെ മാത്യു സാറിനോടും ജിജിയോടും താങ്ക്സ് പറയുന്നു. താങ്ക് യു സോ മച്ച് ആംസ്റ്റർ ഗ്രൂപ്പ്. Working hard for me and thank you so much. I take this opportunity to thank you so much. Then thank you so much for all the people who cooperated with me, and thank you Amster Group thank you Amster Group, thank you Aju sir, thank you Tasni. She was awesome. She was the person who gave me all the guidance. She was just like a friend, and she gave all the advices, all the opportunities, everything to have my visa. And thank you Tushara, you were there, and you were too helping me. Then thank you everyone. And if I say about Canada, I am here in the second month here. I got job. I'm doing it good. With my studies, everything is going good. And it's a very great atmosphere over here. It's Christmas time is coming over here. Canada is just celebrating everything. And I would say something to you guys who are watching this video. Just come to Canada. You can just enjoy yourself. You can build your life. You can have good professional life in the areas that you like. And I think Canada is the best option now. A lot of people are considering Canada in there. And have Canada, have fun, and enjoy your life. Thank you so much. Have a great time ahead. Bye. ഹായ്, ന്യൂസ് പേപ്പർ ത്രൂ ആണ് ഞാൻ ആദ്യം ആംസ്റ്ററിനെ പറ്റി അറിയണതും. ഞാൻ അവരെ കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചു. നേരിട്ട് അവരെ കൊച്ചി ഓഫീസിൽ ചെന്നു, എൻക്വയറി ചെയ്തു. സ്റ്റുഡൻറ്റ് വിസയ്ക്കാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. എനിക്ക് അനു മാമിനെ കൗൺസിലറായിട്ട് കിട്ടി.
വേണ്ട സജഷൻസ് എല്ലാം തന്നു. ഓസ്ട്രേലിയയിലെ മെൽബണിൽ ITHA എന്ന് പറയുന്ന കോളേജ് ഞങ്ങൾ ചൂസ് ചെയ്തു. എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി. ഞങ്ങൾ ഫീസ് അടച്ചു. ഡോക്യുമെൻറ്റേഷൻ പാർട്ടെല്ലാം എല്ലാ സപ്പോർട്ടോടും കൂടി കംപ്ലീറ്റ് ചെയ്തു. മാത്യു സാറാണ് എന്നെ ഡോക്യുമെൻറ്റേഷൻ ഫുൾ ക്ലിയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. സാറിൻ്റെ ഡയറക്ഷൻസോടുകൂടി ഞാനെല്ലാം പറയുന്ന രീതിയിലെല്ലാം ചെയ്ത് ഞങ്ങൾ May 13 വിസ സബ്മിറ്റ് ചെയ്തു. വിതിൻ 15 days May 27 എനിക്ക് വിസ ഗ്രാൻഡായി കിട്ടി. July 10 എനിക്ക് ക്ലാസ് തുടങ്ങുന്നത്. ഞാൻ July 1 ഞാൻ പോവും. ആംസ്റ്ററിൻ്റെ ഫുൾ സപ്പോർട്ടോടുകൂടി എനിക്ക് സ്റ്റുഡൻറ്റ് വിസ റിജക്ഷൻസ് ഒന്നും കൂടാതെ വിതിൻ 15 days എനിക്ക് ഗ്രാൻഡായി കിട്ടി. ഡോക്യുമെൻറ്റേഷൻ പാർട്ടിനെല്ലാം ഹെൽപ്പ് ചെയ്ത മാത്യു സാറിന് ഒരുപാട് താങ്ക്സ്. ആൻഡ് അവിടുത്തെ GM അജു മാത്യു സാർ എപ്പോൾ വേണമെങ്കിലും വിളിച്ച് എന്ത് ക്വറി വേണമെങ്കിലും ചോദിച്ചാലും എല്ലാ സപ്പോർട്ടും ഫുൾ നമുക്ക് തന്നിരുന്നു. അവിടുത്തെ GM-നും കൂടാതെ ഭവിത മാം, ബാലു സാർ, എല്ലാവർക്കും എനിക്ക് ഈ വിസ വരാൻ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് ടു എൻഡ് എല്ലാ പ്രോസസ്സിലും ഹെൽപ്പ് ചെയ്ത അവിടുത്തെ എല്ലാ സ്റ്റാഫിനും ഞാൻ താങ്ക്സ് പറയുന്നു. ആംസ്റ്റർ, ഐ റെക്കമെൻഡ് ആംസ്റ്റർ ഫോർ എവറി വൺ ആൻഡ് താങ്ക് യു സോ മച്ച് ആംസ്റ്റർ. നമസ്കാരം. ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ളത് ഞങ്ങളുടെ സ്റ്റുഡൻറ്റ് വിസ സക്സസ് ആയിട്ടുള്ള ഐശ്വര്യയാണ്. ഐശ്വര്യയോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം. ഐശ്വര്യ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഓക്കെ. ഐശ്വര്യ ഏത് കൺട്രിയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്? ഞാൻ കാനഡയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് കാനഡ ചൂസ് ചെയ്യേണ്ടതെന്ന കാരണം? മറ്റുള്ള അബ്രോഡ് കൺട്രീസിനെ വെച്ചിട്ട് കാനഡയിലെ ലിവിങ് എക്സ്പെൻസസും അതുപോലെ തന്നെ ലിവിങ് സ്റ്റാൻഡേർഡും കുറച്ചും കൂടി ബെറ്ററും അഫോർഡബിൾ ആണ്. അതുപോലെ അവർ ഓഫർ ചെയ്യുന്ന ബാക്കി ഹെൽത്ത്, എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് എല്ലാം മറ്റു കൺട്രീസിനെ വെച്ചിട്ട് ബെറ്റർ ആണ്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ ഫൈനലി കാനഡ ചൂസ് ചെയ്തത്. നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്? ഞാൻ സെൻറ്റ് മൈക്കിൾ കോളേജാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. സാറ്റിസ്ഫൈഡ് ആണോ യൂണിവേഴ്സിറ്റി? തീർച്ചയായും. കാരണം ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസ് ഒന്നും നമുക്ക് തരാത്തൊരു ഫെസിലിറ്റി അവർ ഓഫർ ചെയ്യുന്നത് എന്താണെന്നുണ്ടെങ്കിൽ 260 hours ഇന്റേൺഷിപ്പ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കാരണം നമുക്ക് 2 years കോഴ്സ് കഴിയുമ്പോൾ 2 years കനേഡിയൻ വർക്ക് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമുക്ക് ഫ്യൂച്ചറിൽ PR-നൊക്കെ നമുക്ക് ഒത്തിരി അത് ഹെൽപ്ഫുൾ ആവും. എങ്ങനെയാണ് നമ്മൾ ആംസ്റ്ററിനെ പറ്റി അറിഞ്ഞത്? ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വഴിയാണ് അറിഞ്ഞത്. അതിനുശേഷം ഞാൻ അത് ഇവിടെ കോൺടാക്ട് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുകയും ചെയ്തത്. ഓക്കെ. ആംസ്റ്ററിന്റെ സർവീസിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഞാൻ വളരെ ഹാപ്പിയാണ്, വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു സർവീസിൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2 years ആയിട്ട് എൻ്റെ ഒരു ഡ്രീമിൻ്റെ പിന്നിലായിരുന്നു. അതിന് നമുക്ക് പ്രോപ്പർ ഒരു ഗൈഡൻസും നമ്മുടെ പേപ്പർ വർക്കും ഒക്കെ എക്സാക്റ്റ് ആയി നടന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങളൊന്നും ശരിയാവില്ലായിരുന്നു. എൻ്റെ ഈ ഒരു ഡ്രീം ഇപ്പോൾ സക്സസ്ഫുൾ ആയി എനിക്ക് കിട്ടില്ലായിരുന്നു. അതിലെന്നെ ത്രൂ ഔട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതും ഞാൻ ഓരോ തവണ എനിക്ക് എന്തൊരു പേപ്പർ വർക്കിൽ ഇഷ്യൂ വരുമ്പോഴും എന്നെ ഓൺ ടൈം സപ്പോർട്ട് ചെയ്തിട്ടുള്ളതൊക്കെ ആംസ്റ്റർ ഗ്രൂപ്പായിരുന്നു. എസ്പെഷ്യലി എൻ്റെ കോർഡിനേറ്റർ മേരി. എനിക്ക് ശരിക്കും 24/7 സപ്പോർട്ടായിരുന്നു മേരിയുടെ സൈഡിൽ നിന്ന് കിട്ടിയിരുന്നത്. അതൊക്കെ കാരണം കൊണ്ടാണ് എനിക്ക് ഒരു ഫൈനൽ സ്റ്റേജ് വരെ എത്താൻ സാധിച്ചത്. ഓക്കെ. ആംസ്റ്ററിന്റെ സർവീസിൽ മോള് സാറ്റിസ്ഫൈഡ് ആണോ? ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഒപ്പം തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന പലരും ഇപ്പോൾ കാനഡ തുടങ്ങിയ കൺട്രീസിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഞാൻ അവർക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. മോളുടെ വിഷയം എന്താണ്? എനിക്ക് റോബോട്ടിക്സ് എഞ്ചിനീയറിംഗിൽ നല്ലൊരു സ്പെഷ്യലൈസിങ് ചെയ്ത് അതിനുശേഷം റോബോട്ടിക്സിന് വേണ്ടിയിട്ട് ഒരു പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ. മോളുടെ എല്ലാ വിഷസും നടക്കട്ടെ. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. റെഡി ആയില്ലേ? നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് എബി അബ്രഹാം ആണ്. നമ്മുടെ ആംസ്റ്റർ ഗ്രൂപ്പ് വഴി സ്റ്റുഡന്റ് വിസയിൽ അപ്രൂവൽ കിട്ടിയ സ്റ്റുഡന്റ് ആണ്. നമുക്ക് എബിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം. ആംസ്റ്റർ ഗ്രൂപ്പിനെ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത്? ആംസ്റ്റർ ഗ്രൂപ്പിനെ പറ്റി 2019 ഫേസ്ബുക്കിൽ ഒരു സെമിനാറിന്റെ ഒരു ഇതിട്ടായിരുന്നു. അതുവഴിയാണ് ഞാൻ അറിയുന്നത്. ഒരു ഫ്രണ്ടാണ് സജസ്റ്റ് ചെയ്തത്. പിന്നെ ഞാൻ കൂടുതൽ കോൺടാക്ട് ചെയ്തപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റി. അന്ന് എബിക്ക് ആരായിരുന്നു കൗൺസിലർ? സെലിംഗ് പറഞ്ഞു. കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു? നല്ലതായിരുന്നു. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. എബി ഏത് കൺട്രിയാണ് ചൂസ് ചെയ്തിരുന്നത്? ഞാൻ ആദ്യം യൂസ് ചെയ്ത ഓസ്ട്രേലിയ ആയിരുന്നു 2019. അത് കഴിഞ്ഞപ്പോൾ കോവിഡ് വന്നുകൊണ്ട് പിന്നെ ഞാൻ ഓസ്ട്രേലിയ മാറ്റി വേറെ കൺട്രീസിനെ പറ്റി അറിയാൻ ശ്രമിച്ചു. അപ്പം ഓസ്ട്രേലിയ അടുത്ത് കാനഡ ചൂസ് ചെയ്തത്. കാനഡ പറഞ്ഞത്. പിന്നെ കാനഡയിലെ ക്യൂബക്ക് എന്ന് പറഞ്ഞൊരു പ്രൊവിൻസ് ആയിരുന്നു അത് സജസ്റ്റ് ചെയ്തത്. ഞാൻ നോക്കിയപ്പോൾ 10 ഇതുപോലെ പ്രൊവിൻസിലും ക്യൂബക്ക് നല്ലതായിട്ട് എനിക്ക് തോന്നി. കാരണം അവിടെ ഫ്രണ്ട്സ് നമുക്ക് പഠിക്കാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ സ്റ്റഡി കഴിഞ്ഞിട്ടുള്ള സെറ്റിൽമെൻറ്റിനായാലും നല്ലൊരു ഓപ്ഷൻസ് ക്യൂബക്ക് തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് ചൂസ് ചെയ്തത്. ക്യൂബക്കിലെ ഏത് യൂണിവേഴ്സിറ്റി ആയിരുന്നു ചൂസ് ചെയ്തിരുന്നത്? ക്യൂബക്കിലെ സെന്റ് മീഷേഴ്സ് എന്ന് പറഞ്ഞ കോളേജാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാൻ കാരണം? ഞാൻ നോക്കിയപ്പോൾ അത് കമ്പാരിറ്റീവ്ലി ഫീ
ആണെങ്കിലും കുറവാണ്. പിന്നെ നല്ല ബെറ്റർ എഡ്യൂക്കേഷൻ അവരും തരുന്നുണ്ട്. മൊൺട്രിയൽ എനിക്ക് ഇഷ്ടമാണ്. ഫ്രഞ്ചുമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളൊരു സംവിധാനം. ആംസ്റ്റർ സർവീസിൽ എബിക്ക് എന്താണ് പറയാനുള്ളത്? ആംസ്റ്റർ സർവീസ് ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. കാരണം അന്ന് ഞാൻ ഓസ്ട്രേലിയ നോക്കിയ പിന്നെ വളരെ എന്നെ ഭയങ്കര കംഫർട്ടായിരുന്നു ആംസ്റ്ററായിട്ട്. കാരണം എല്ലാ റിസോർട്ടിലും അവരെന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ കോർഡിനേറ്റർ മേരി ആയിരുന്നു. മേരി വളരെ പോസിറ്റീവായിട്ടാണ് എൻ്റെ അടുത്ത് വിസ ഫയൽ ചെയ്ത് പോകാനെങ്കിലും വളരെ പോസിറ്റീവായിട്ടാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ കോവിഡിൻ്റെ സമയത്താണെങ്കിൽ പോലും നല്ല രീതിയിൽ എനിക്ക് സപ്പോർട്ട് തന്നു ആംസ്റ്റർ. ഞാനിങ്ങനെ പുറത്തു പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഞാൻ ആംസ്റ്റർ സജസ്റ്റ് ചെയ്യാണ്. ആംസ്റ്റർ നല്ല ഓപ്ഷനാണ്. എന്താണ് എബിയുടെ ഡ്രീം? ഞാൻ എടുത്തിരിക്കുന്ന കോഴ്സ് അക്കൗണ്ടിങ് ആണ്. പക്ഷെ ഞാൻ ആദ്യം വർക്ക് ചെയ്ത് ഏവിയേഷൻ ഫീൽഡിലായിരുന്നു, എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ആ എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് കോഴ്സിന് ഓഫർ ചെയ്യുന്നുണ്ട് അക്കൗണ്ടിങ്ങിൻ്റെ. അതുമായിട്ട് മുന്നോട്ട് പോകാനാണ് എൻ്റെ പ്ലാൻ. എബിയുടെ കാനഡ എന്ന ഡ്രീം സക്സസ് ആയതുപോലെ തന്നെ ഇനിയും മുന്നോട്ടേക്കുള്ള എല്ലാവിധ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് ആംസ്റ്റർ ഗ്രൂപ്പിനെ ഇന്ത്യൻ പേരിൽ എല്ലാവിധ വിശ്വസം നേരുന്നു. ഹായ് ഓൾ, എൻ്റെ പേര് അനിൽ പി ജോർജ്. ഞാൻ ഒരു +2 സ്റ്റുഡൻ്റാണ്. +2 കഴിഞ്ഞ് ഞാൻ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഒരു ഓവർസീസ് എഡ്യൂക്കേഷൻ നടത്തണമെന്ന്. അതുകൊണ്ട് തന്നെ +2 കഴിഞ്ഞ് ഞാൻ ഉടനെ IELTS കോച്ചിങ്ങിന് ഒരു 6 ഓവറോൾ ബാൻഡ് സ്കോർ ചെയ്തു. ഇപ്പോൾ ഞാൻ ഓസ്ട്രേലിയക്കുള്ള വിസ സബ്മിറ്റ് ചെയ്ത് എനിക്ക് ഒരു മാസത്തിനകം ഓസ്ട്രേലിയൻ വിസ അപ്രൂവൽ ആയിരിക്കുകയാണ്. അതിന് ആംസ്റ്റർ ഇമിഗ്രേഷൻ കോട്ടയം എന്ന ഏജൻസിയോട് ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഞാൻ ആദ്യം +2 കഴിഞ്ഞ് IELTS കോച്ചിങ്ങിനായി ബാൻഡ് സ്കോർ ചെയ്തപ്പോൾ ഞാൻ ആദ്യം പോയ ഒരു കൺസൾട്ടൻ്റ് ഏജൻസി ഉണ്ടായിരുന്നു. അവർ എനിക്കൊരു ബെറ്റർ ഒരു കൺസൾട്ടിങ് തന്നിട്ടില്ലായിരുന്നു. കാരണം ഞാൻ ആദ്യം ന്യൂസ് Yes, so good morning all. First of all, I would advise everyone to please put your mobiles on a vibration mode so that we don't get interrupted in between. So I welcome you all. നമ്മുടെ ഈ ഒരു സെമിനാറിനെ പറ്റി അറിഞ്ഞ് സെമിനാർ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും പേര് ഇൻട്രസ്റ്റ് കാണിച്ച് ഇവിടം വരെ എത്തിയതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഷുഡ് താങ്ക് യു ആൻഡ് വെൽക്കം യു ഓൾ വൺസ് അഗെയിൻ. ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ലൈക്ക് എ സെഷൻ ടു ഗിവ് യു അഡ്വൈസ് ഓൺ ലൈക്ക് എന്താണ് കാനഡ സ്റ്റഡി, എന്താണ് UK സ്റ്റഡി എന്ന് അങ്ങനെ സ്റ്റഡിയുടെ ഒരു അഡ്വൈസോ അല്ലെങ്കിൽ ഒരു പക്ക ആ ഒരു സ്റ്റഡിയുടെ സിസ്റ്റത്തിലേക്ക് പോകാനല്ല. ദർ ആർ ലോട്ട് മെനി തിങ്സ് വിച്ച് വി ഷുഡ് ലുക്ക് ബിഹൈൻഡ് ബിഫോർ ചൂസിങ് എ കോഴ്സ് ഓർ ബിഫോർ ചൂസിങ് എ കൺട്രി ഓർ ബിഫോർ മൂവിങ് ഫോർ ആൻ ഓപ്ഷൻ ലൈക്ക് സ്റ്റഡി ആണോ മൈഗ്രേഷൻ ആണോ. നമ്മൾ ആ ഒരു പ്ലാൻ ചൂസ് ചെയ്യുന്നതിന് മുന്നേ ദർ ആർ ലോട്ട് മെനി തിങ്സ് വിച്ച് യു ഷുഡ് പ്രീ സ്കെഡ്യൂൾ. സോ ഇതിനെപ്പറ്റി ഒരു സെഷൻ, അതുപോലെ തന്നെ നിങ്ങൾക്കൊരു കരിയർ ഡെവലപ്മെൻറ്റിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ സെറ്റിൽമെൻറ്റിന് ഏറ്റവും ബെസ്റ്റ് പാത്ത് നിങ്ങളുടെ സ്റ്റഡി ത്രൂ ആയിക്കോട്ടെ, പക്ഷേ അതിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഏതാണ്, ഏത് കൺട്രി ആയിരിക്കും നിങ്ങളെ സെറ്റിൽ ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്, ഏത് കൺട്രി ത്രൂ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷൻ പാർട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് അഡ്വാൻസ്മെൻറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു സെഷനിൽ കൂടെ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് വിൽ ബി ലൈക്ക് എൻ ഐ ഓപ്പണിംഗ് സെഷൻ ടു യുവർ സ്റ്റഡി അബ്രോഡ് ഓപ്ഷൻസ്. So this is what we are planning to share with you today, and once again welcoming you all to the session. So we'll directly get into the session.
So just basics, I'll just start with the basics. Normally നമുക്ക് studies എന്നൊരു പ്ലാൻ വരുമ്പോഴത്തേക്കും we have lot many countries in our friend, right? നമ്മൾ കാനഡ, UK, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, സിംഗപ്പൂർ, then like Germany, Ireland, Poland, ഒത്തിരി ഓപ്ഷൻസ് നമ്മുടെ മുന്നേ വരുന്നുണ്ട്. Why to particularly choose with some countries? It can be an interactive session, okay? ഞാൻ മാത്രം പറയുന്നത് നിങ്ങൾ കേൾക്കുന്ന ഒരു സെഷനും വേണ്ട. If you have some opinions, if you have some suggestions, or if you have some queries, we can have it as an interaction session, okay? So can someone say like നിങ്ങളിപ്പോൾ എല്ലാവരും സ്റ്റഡീസിൻ്റെ ഒരു പ്ലാൻ വർക്കൗട്ടിന് വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. സോ നിങ്ങളുടെ ഒരു ഫോക്കസ് ആർക്കെങ്കിലും ഡയറക്റ്റ്ലി യു ക്യാൻ സ്റ്റെപ്പ്. ഏത് കൺട്രിയാണ് നിങ്ങളുടെ ഒരു പ്ലാൻ, എന്തുകൊണ്ട് നിങ്ങൾ ആ കൺട്രി ചൂസ് ചെയ്തു? ക്യാൻ എനിവൺ? മൈക്ക്. യെസ്, someone? സി ജസ്റ്റ് ഫീൽ ഫ്രീ. ഇതിനകത്ത് നമ്മുടെ ഒരു എത്രത്തോളം ഇതിനെപ്പറ്റി അറിവുണ്ട് ഇതൊന്നും അളക്കാനൊന്നും അല്ല. നിങ്ങളുടെ ഒരു കോൺസെപ്റ്റ് എന്താണ്, നിങ്ങൾ ആ ഒരു കൺട്രി ചൂസ് ചെയ്യാനുള്ളൊരു സാധ്യത, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒരു പ്ലാൻ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. സോ ദാറ്റ് വി ക്യാൻ സ്റ്റാർട്ട് ഫ്രം ദർ. എനിവൺ ഹു ക്യാൻ വോളണ്ടറി സ്റ്റാർട്ട്? ഹലോ ഗുഡ് മോർണിംഗ്. ഞാൻ ചൂസ് ചെയ്ത കൺട്രി കാനഡ ആണ്. ഓക്കെ. ഞാനൊരു ഹെൽത്ത് കെയർ വർക്കറാണ്. ഓക്കെ. So I would like to start my work visa based approach. Okay. This thing. And so why particularly Canada? The healthcare system and how I could understand how things work there. Fine. And become a part, more interactive way of okay, so my question is like actually why Canada? Why did you choose a country as Canada for your studies option? Any future plans or something? No, at the moment no. Just a basic idea of having like exactly. Canada is a better country. Exactly, okay, yes. So when we plan for some country, നമുക്ക് ചിലർക്കൊരു ഐഡിയ ഉണ്ടാവും എന്തുകൊണ്ട് നമ്മൾ ആ ഒരു കൺട്രി ഓപ്റ്റ് ചെയ്യുന്നു. ചിലർക്ക് ആസ് സച്ച് ലൈക്ക് നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ പറയുന്ന ഒരു ഐഡിയ, അല്ലെങ്കിൽ ഇപ്പം അവരവിടെ ഉണ്ട് അതുകൊണ്ട് കുറച്ചും കൂടെ നല്ലൊരു ഓപ്ഷൻ ആണെന്ന് അവർ തരുന്ന ഒരു സജഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ കൺട്രി ചൂസ് ചെയ്യുന്നത്. സോ ഓൾവേസ് വി ആംസ്റ്റർ ലുക്ക് ഇൻ ടു ആൻ ഓപ്ഷൻ വെയർ വൺസ് യു സ്റ്റാർട്ട് ഫോർ എ സ്റ്റഡി പ്ലാൻ അവിടെ നിന്ന് തുടങ്ങി നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ സെറ്റിൽമെൻറ്റ്. ഓക്കെ, ദിസ് ഈസ് വാട്ട് വി എയിം അറ്റ്. Because there are many European countries which is providing with study options, but there are some limitations at the end. So നമുക്ക് എപ്പോഴും ഫോക്കസ് വേണ്ടത് നമ്മുടെ ഒരു ഫ്യൂച്ചർ സെറ്റിൽമെൻറ്റ് ഓർ ഫോർ എ ബെറ്റർ എഡ്യൂക്കേഷൻ. ഇത് രണ്ട് കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഒരു മെയിൻ ക്രൈറ്റീരിയ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഒന്നുകിൽ ഒരു ബെറ്റർ എഡ്യൂക്കേഷൻ എടുക്കുക, നമ്മൾ ആ കൺട്രിയിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മുടെ കൺട്രിക്ക് ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിൽ വിൽ ഹാവ് ടു കം ബാക്ക് ടു ദ കൺട്രി ആൻഡ് വിൽ ഹാവ് ടു സെർവ് എ കൺട്രി. ഇതായിരിക്കാം ഫസ്റ്റ് പ്ലാൻ. സെക്കൻഡ്, ഓബ്വിയസ്ലി യെസ്, നമുക്കൊരു ഫ്യൂച്ചർ സെറ്റിൽമെൻറ്റ് ഫാമിലിയായിട്ട് സെറ്റിൽ ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ. സോ ഇതിലേക്ക് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് കൺട്രീസാണ് ഇന്നത്തെ എക്സാമ്പിളായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, നൗ ഓബ്വിയസ്ലി വാട്ട് ആർ ദ ബെനിഫിറ്റ്സ്? വി നോ ഡെഫിനറ്റ്ലി നമ്മുടെ ഒരു ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അല്ലേ, ഇവിടുന്ന് നമുക്ക് നമ്മുടെ കൺട്രിയിൽ നിന്ന് നല്ലൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ്, ഇല്ല എന്നല്ല, ബട്ട് വി ആർ ജസ്റ്റ് അഡ്വാൻസിങ് ഇറ്റ്. ദാറ്റ് ഈസ് വൺ പാർട്ട്. സെക്കൻഡ്, ഇവിടെ നമ്മൾ നോർമലി എല്ലാവർക്കും വരുന്നൊരു ബുദ്ധിമുട്ടാണ് ഒരു സ്റ്റഡി അബ്രോഡ് മൈഗ്രേഷൻ എന്ത് പ്ലാൻ ചെയ്താലും ലാംഗ്വേജ് ഇറ്റ്സ് എ നൈറ്റ് മെയർ അല്ലേ. സോ നമ്മുടെ ഒരു ലാംഗ്വേജ് ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുക. ഒരു ഫോറിൻ കൺട്രിയിൽ പോവുക, അവരുമായിട്ട് നമ്മൾ സിങ്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ലാംഗ്വേജ് നമ്മൾ നല്ലോണം ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കും ആൻഡ് വീൽ ഫൈൻഡ് എ കോൺഫിഡൻസ് ഇൻ അസ്. ദിസ് ഇസ് സെക്കൻഡ് റീസൺ. ദെൻ വാട്ട് നെക്സ്റ്റ്? എ ഡിഫറെൻറ്റ് സ്റ്റൈൽ. So the way how we approach the education system over here in India is entirely different from the other countries, right? So the same thing. Then why impress employers? Someone can give an answer for that? What is the reason? Impress the employers. Anyone? I told you, no, you can speak out. None. Okay. നമ്മൾ ഇപ്പോൾ ഇവിടെ തന്നെ പലരും ബേസ് ലെവൽ ജോബ് തുടങ്ങി, അതായത് ഒരു ബേസ് ലെവൽ എംപ്ലോയി തുടങ്ങി സീനിയർ ലെവൽ എംപ്ലോയ്മെൻറ്റ് വരെ നിൽക്കുന്നവരുണ്ടാവും അല്ലേ. ബട്ട് വാട്ട് ഈസ് യുവർ ലെവൽ ഓഫ് കോൺഫിഡൻസ് വെൻ യു സ്പീക്ക് ഔട്ട് ഓർ വെൻ യു അപ്രോച്ച് യുവർ സീനിയേഴ്സ്? വാട്ട് ഡു വി നോർമലി ഡു? We find ourselves disturbed or concerned in directly approaching them when we want to talk something to them, right? Why is it? We are not having a confidence in us, right? അല്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ആ കാര്യം നമ്മളത് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ how will our seniors take it? This is a main concern we are having. So when we move to another country, the main thing is like we are being independent.
Okay, when you move to a different country, there what we see is like people are independent. This is what again we are practicing. നമ്മൾ നമ്മുടേതായ ഒരു ഐഡൻറ്റിറ്റി, ഒരു ഇൻഡിവിജ്വാലിറ്റിയിലേക്ക് നമ്മൾ വരുവാണ്. So we are becoming more confident, and when we return back to our home country, or when we are like working with some senior persons or maybe junior persons, we are confident enough to present us. So we will be like confident enough to impress our employers. This is a main reason, like develop or like build our confidence level. Then enhance your network. Yes, obviously learn about new cultures and perspectives. Everything is known. Develop your confidence. Then find a better career opportunity. Why a different career opportunity? What is the chances of getting a better option in a different country? Anyone, please. Please be free. If you don't want a mic, you can be loud. Parnolu. We get a better education there. So we get a better career options. Exactly. Different fields of career we can apply. Correct. Compared to India, we get a better salary. Exactly. True fact. So that is what most of us are facing, right? So we are like developing our career, which is very important for us in this stage. We are not in an olden stage like, okay, എങ്ങനെ പോകുന്നു അങ്ങനെ പൊക്കോട്ടെ എന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. There are lot many people to compete with us. അപ്പോൾ ആ കോമ്പറ്റീഷനിൽ എത്ര നമുക്ക് ഹയറിലേക്ക് കയറാൻ പറ്റുമോ, that is our focus. So accordingly, we have planned for 2 countries. One is UK and one is Canada. So the aim is different for both the countries, and we'll be detailing about why particularly UK and Canada. Okay, as I told you, we have opportunities for most of the countries, but our particular focus is for 2 countries today. Fine, next. So first part, we'll be moving with UK study. So I'll be inviting my colleague, she'll be detailing about that. Thank you. Hello, good morning everybody. Actually, I'll be detailing about UK studies, and UK is one of the topmost destination where we can go for the studies. And then we have a very good, we follow the British education in India. So it's easy for us to follow the studies over there. And in future, when you try for a job and when you get a good certificate after doing your master's over there, when you get a certificate, it's valuable all over the world. And you get a very good, a good salary also is expected, okay? And now, while UK study, we can do the bachelor's over there, bachelor's in all the subjects. One of the best thing about UK is we can do the same studies what we are doing in India. We need not go for the diploma or some courses like that. We can directly go for the bachelor's after +2. And then whoever done bachelor's, they can directly go to the master's. And topper programs are for those who has done diploma programs, who have done the 3 years diploma program, and that too after 2017. All the students are allowed to go to UK and do the topper program for 1 year, and they get the 2 year stay back facility over there. Okay? And the type of visa is type of visa is what has been given for the students who go for the studies, and the intake is for Jan, May and September. Now we are going through the September intake, and the processing is going on, and we can continue this month whole we'll be continuing for UK studies. Then comes most of the students or the parents are not aware what to study over there. Okay, and so they always prefer to come to a consultancy and take our advice. In such a case, first what we do is we check the eligibility of the student. When I counsel a student, first what I ask them is, I take their 10th, 12th, degree and master's. And then I ask them to give me the percentage of marks and then the years they have studied. The one thing very important is, even if it's Canada or UK study, you should have a continuous education plus you should have a continuous experience. You should be currently working. That's very important. And then comes once a student comes, he tells me what he needs, and then I suggest some programs to him,
And after he goes through the programs, we give them the programs. We give which are the programs that are suitable for him or her, and they go through the programs, and after that, they get back to us. Once you get back to us, we ask them to get the documents ready. And all the 1, 2, 3, we give them all the informations, which are the documents they should provide to us. And after that, we do the online application. See, the different universities have different timing. That is, some universities, once you do the application, they give us, they'll take about 3 weeks, and some they take 4 weeks. It depends. And the main thing in this is, the earlier you take your IELTS, the earlier the seat is ready for you. Because there are some universities, when they go to the application and find that you have an IELTS, that you're first considered. Okay. And then what happens is, ഇപ്പോൾ നമുക്കിപ്പം IELTS മിക്കവാറും നമുക്കൊരു ഭയമാണ് IELTS എന്ന് കേൾക്കുമ്പോൾ തന്നെ. നല്ല ഇംഗ്ലീഷ് സ്കൂളിൽ പഠിച്ചാലും നല്ല രീതിയിൽ ഇംഗ്ലീഷിന് മാർക്ക് വാങ്ങിച്ചാലും ചില കുട്ടികൾക്ക് പേടിയാണ് ഇംഗ്ലീഷ് എന്ന് കേൾക്കുമ്പോൾ തന്നെ. പക്ഷേ IELTS എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഏത് ഫോറിൻ കൺട്രിയുടെ മണ്ണ് ചവിട്ടി കഴിയുമ്പോൾ നമുക്ക് അവരുടെ അവർ പറയുന്ന ലാംഗ്വേജ് നമുക്ക് മനസ്സിലാവും. അതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത. അവരെന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കി വേണം നമ്മളവിടെ കയറി കഴിയുമ്പോൾ ഈ ഇമിഗ്രേഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് we should be able to understand what they are telling. Only then we'll be able to go forward. അവർ പറയുന്നത് കറക്റ്റാണ് നമ്മൾ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ക്ലാസ്സിന് പോകുമ്പോൾ തന്നെ നമ്മൾ അവിടെ ഫോറിൻ ലെക്ചേഴ്സാണുള്ളത്. അപ്പം അവർ പഠിപ്പിക്കുന്ന മനസ്സിലാവണമെങ്കിൽ നമ്മൾ IELTS കഴിഞ്ഞു പോകുമ്പോൾ ഇറ്റ്സ് വെരി ഈസി. മറ്റേ നമ്മൾ വിൽ ഹാവ് ടു ഒരു 2-3 വീക്സ് നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് അവർ പറയുന്നത് എന്താണെന്ന് ഫോളോ അപ്പ് ചെയ്യാനും. IELTS ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇറ്റ് ടേക്സ് യു ടു എ വെരി ഹൈ ലെവൽ വൺസ് യു കം ടു IELTS. നല്ല രീതിയിൽ നമ്മൾ പഠിച്ച് നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഗോൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. പിന്നെ വരുന്നത് ഇപ്പം വൺസ് നമ്മൾ ആപ്ലിക്കേഷനൊക്കെ ഇത് ചെയ്തു, ഒരു സ്റ്റുഡൻറ്റിന് ഏറ്റവും കുറഞ്ഞത് 3 ആപ്ലിക്കേഷൻസ് 3 യൂണിവേഴ്സിറ്റീസിൽ അപ്ലൈ ചെയ്യാം. ആൻഡ് ദെൻ ഫ്രം ദാറ്റ് യു ക്യാൻ സെലക്ട് വിച്ച് ആപ്ലിക്കേഷൻ യു വാണ്ട്. പിന്നെ ഫസ്റ്റ് പ്രൊസീജിയർ വന്നിട്ട് വിൽ ബി പേയിങ് ദ ഫീസ് പേയ്മെൻറ്റ് ചെയ്യണം. ആ ഫീസ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ചില യൂണിവേഴ്സിറ്റീസ് 60%, ചിലർ 70% ഫീസ് അടയ്ക്കാൻ പറയും. അപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫീസ് എന്ന് പറയുന്നത് നമുക്കൊരു 16 to 17 lakhs ആണ്. വേറൊരു പ്രത്യേകത UK എന്താ വെച്ചാൽ നമുക്ക് 1 വർഷമാണ് മാസ്റ്റേഴ്സ് പഠിക്കുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മൾ 2 വർഷം പഠിക്കണം. ഇവിടെ 1 വർഷം പഠിച്ചാൽ മതി. അതാണ് ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത്, നേട്ടം എന്ന് പറയുന്നത്. ഈ 1 വർഷം പഠിക്കാൻ തന്നെ 16 തൊട്ട് 17 ലക്ഷം രൂപയാണ് സാധാ ഒരു യൂണിവേഴ്സിറ്റി ആവശ്യം. പക്ഷേ നമുക്കവിടെ നമ്മുടെ മാർക്ക് അനുസരിച്ച് നമുക്ക് 1000 പൗണ്ടും കിട്ടാം, 3000 പൗണ്ടും കിട്ടാം നമുക്ക് സ്കോളർഷിപ്പ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു 13-14 lakhsനൊക്കെ നമുക്ക് കിട്ടാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഫോർ എക്സാമ്പിൾ ഒരു 13 lakhs ആണ് നമുക്ക് ഫീസ് എന്ന് വിചാരിക്കുക. അപ്പോൾ ആ കോളേജ് നമ്മൾ യൂണിവേഴ്സിറ്റി പറയുകയാണ് 8 lakhs പേ ചെയ്യാൻ പറയുന്നു. അതിൽ 5 lakhs ബാക്കി വരികയാണ്. അതിൻ്റെ കൂടെയാണ് നമ്മൾ ഇപ്പോൾ ലിവിങ് കോസ്റ്റ് വന്നിട്ട് ഇൻസൈഡ് ലണ്ടൻ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. മിക്കവരും ഇൻസൈഡ് ലണ്ടൻ പോകാനാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം ജോബ് ഓപ്പർച്യൂണിറ്റീസ് പാർട്ട് ടൈം ചെയ്യാൻ വേണ്ടിയിട്ട് ജോബ് ഓപ്പർച്യൂണിറ്റി കൂടുതലുള്ളതുകൊണ്ട്. അപ്പം ഈ എന്താ പറ്റുക വെച്ചാൽ ആ ലിവിങ് കോസ്റ്റ് വന്നിട്ട് 12 lakhs സംതിങ് ആണ് വരുന്നത്. ഇൻസൈഡ് ലണ്ടനാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഔട്ട്സൈഡ് ലണ്ടൻ ആണെങ്കിൽ അത് 9 lakhs ആണ് വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇൻസൈഡ് ലണ്ടൻ തിരഞ്ഞെടുത്തു. യെസ് സർ. Living costs, it comes 12,207 something like that. No, yeah, it's actually it is 12,907 or something Great British pound. ഞാൻ നമുക്ക് സംസാരിക്കാൻ സൗകര്യത്തിനാണ് ഈ ലാക്സ് INR പറയുന്നത്. Yeah, it's for 9 months. Okay. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്കിപ്പോൾ ഒരു 12 ലക്ഷം രൂപയാണ് നമ്മൾ കാണിക്കുന്നതെന്ന് വിചാരിക്കുക. അതിൻ്റെ കൂടെ ഈ ബാലൻസ് ഫീ ഇല്ലേ 5 lakhs, അതും കൂടെ ചേർത്താണ് നമ്മൾ ഷോ മണി കാണിക്കേണ്ടത്. ദർ ആർ 3 type of ഷോ മണീസ്. ഒന്ന് വന്നിട്ട് ക്യാഷ് ഇടാം. നമ്മളെ അക്കൗണ്ടിൽ നമുക്ക് കാശ് ഇട്ടിട്ട് 28 days മെച്ചുവർ ആകുമ്പോൾ അത് നമ്മൾ വി ക്യാൻ ഗോ ഫോർ ദ വിസ പ്രോസസ്. ഈ 28 days മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അന്ന് പോകില്ല, നമ്മൾ ഒരു 2-3 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് വി ഗോ ഫോർ ദ വിസ സബ്മിഷൻ. ആൻഡ് വൺസ് ഇറ്റ് ഇസ് സബ്മിറ്റഡ് ഇറ്റ് മൈറ്റ് ടേക്ക് ഫ്രം 15 days തൊട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിസ കിട്ടാം. അപ് ടു 90 days ആണ് അവർ പറയുന്നത്. ഓക്കെ, എന്നിട്ട് ഈ പ്രോസസ്സിൽ വിസ കിട്ടിക്കഴിയുമ്പോൾ ഓൺലി ആഫ്റ്റർ യു ഗോ ടു ദ കോളേജ്, യൂണിവേഴ്സിറ്റീസിൽ പോയി ഒരു ദിവസമെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്ത് യു ഷുഡ് ബി എൻറോൾഡ് ആസ് എ സ്റ്റുഡൻറ്റ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി. ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ റിമൂവ് ദാറ്റ് മണി.
വീട്ടിൽ വിളിച്ച് പറയാം പൈസ എടുത്ത് മാറ്റിക്കോളാം ബാങ്കിൽ നിന്ന്. അതുവരെ അതവിടെ കിടക്കണം. കാരണം നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് ഇമിഗ്രേഷനിൽ ദേ ലാസ്റ്റ് വെദർ ദ മണി ഈസ് ഇൻ ദ അക്കൗണ്ട്. ചില കുട്ടികൾ വെറുതെ ഓന്ന് പറയും, ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അക്കൗണ്ടിൽ ചെക്ക് ചെയ്യവർ നോക്കുമ്പോൾ അത് കാണില്ല. യു ഹാവ് ടു കം ബാക്ക്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ബട്ട് നേരെ മറിച്ച് കാശ് കിടക്കുന്നവർക്ക് ദിസ് നോ പ്രോബ്ലം. And not only that, you might be little more early when you go there. നമ്മൾ നാളെ കോളേജ് തുറക്കുന്ന പറഞ്ഞാൽ ഇന്ന് പോവില്ല, നമ്മൾ ഒരു 2-3 ദിവസം മുമ്പ് പോകും. ഈ പോകുന്ന സമയത്ത് തന്നെ സംടൈംസ് നമ്മൾ പുറത്തൊക്കെ ഒന്ന് പോയി മുറിക്കകത്തിരിക്കത്തില്ല. ആ പോകുന്ന സമയം ചിലപ്പം ഈ അവിടുത്തെ പോലീസിനൊക്കെ നമ്മുടെ ഫേസ് അറിയാം, പുതിയൊരു ഫേസാണ്. അപ്പോൾ ദിൽ കം ആൻഡ് ആസ്ക് വേർ ആർ യു, വാട്ട് ആർ യു. അപ്പം നമ്മൾ പുതിയ സ്റ്റുഡൻ്റാണ്, അവരും അന്വേഷിക്കും ഡു യു ഹാവ് ദ ലിവിങ് കോസ്റ്റ് ഹിയർ നോക്കും. അപ്പം അവർക്ക് അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നോക്കുമ്പോൾ കാശ് ഉണ്ടെങ്കിൽ വേറെയാണ്, ഇല്ലെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. സോ ഇറ്റ് ഈസ് വെരി സേഫ് ടു പുട്ട് ദ മണി ഇൻ ദി അക്കൗണ്ട് അൺടിൽ യു ഗോ ആൻഡ് അറ്റൻഡ് അറ്റ്ലീസ്റ്റ് ദ ഫസ്റ്റ് ക്ലാസ് ഇൻ ദ യൂണിവേഴ്സിറ്റി. പിന്നെ സെക്കൻഡ് മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ലോൺ എടുക്കുക. അപ്പം കൊളാട്രൽ വെച്ച് ലോൺ എടുത്തിട്ട് ദെൻ യു ക്യാൻ എന്താ പറയുക, ഇത് വി വിൽ കൊളാട്രൽ എടുത്ത ശേഷം യു വിൽ ഗിവ് അസ് ദ സർട്ടിഫിക്കറ്റ് ഫോർ ഗോയിങ് ഫോർ ദ ഫർദർ പ്രോസസ്. പിന്നെ third method വന്നിട്ട് we'll give the third party assistance, but actually Amster is not giving the third party assistance and we have no responsibility about it. We'll introduce the person so that you will take care of the whole thing. നിങ്ങളും അവരും തമ്മിലാണ്, നമുക്ക് ആംസ്റ്ററുമായിട്ട് ഒരു ബന്ധവുമില്ല, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരും, അത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 5 ലക്ഷം രൂപ ഫീസ് ബാലൻസ്, അതിൻ്റെ കൂടെ 12 ലക്ഷം രൂപ വരുന്നുണ്ട്. 12 + 5 17 ലക്ഷം രൂപ വരുന്നുണ്ട്. ഈ 17 ലക്ഷം രൂപയിൽ നമ്മളെ കയ്യിൽ നിന്ന് ഒരു 10% നമ്മൾ ഇടണം, ബാക്കി അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് ദേ ഹാവ് സം ഇൻട്രസ്റ്റ് ഓർ സംതിങ് ദാറ്റ് ദേ വിൽ പേഴ്സണലി ടോക്ക് ടു യു. ഓക്കെ, എന്നിട്ട് ഈ പൈസ വന്നിട്ട് അവരും നമ്മളവിടെ പോയി ഒരു 10-15 ദിവസം കഴിഞ്ഞായിരിക്കും അവരത് റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഇങ്ങനത്തെ 3 മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ ഇഫ് യു തിങ്ക് ഓഫ് ദ തേർഡ് മെത്തേഡ്, വേറൊരു ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ബാങ്കിൽ നിന്ന് ഒരു 7 ലക്ഷം രൂപ വരെയൊക്കെ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാനുള്ള സംവിധാനമുണ്ട് സ്റ്റഡി അബ്രോഡിന് വേണ്ടിയിട്ട്. ദാറ്റ് ടു നമുക്ക് കുറച്ച് ഇൻഫ്ലുവൻസ് വേണ്ടി വരും. പിന്നെ നമ്മൾ സ്ഥിരം പോകുന്ന ബാങ്ക്സ് ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും തന്നെ അവരുമായിട്ട് ബന്ധമുള്ളവരായിരിക്കണം. നമുക്ക് ചിലപ്പോൾ നമ്മളെ അങ്കിൾ നല്ലൊരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിരിക്കാം, ബിസിനസ് മാൻ. അപ്പോൾ അവർ കൂടി, കാരണം നമ്മൾ ചിലപ്പോൾ പോയി കിട്ടത്തില്ല, അവർ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടാൻ ചാൻസ് ഉണ്ട്. ആ 7 lakhs അങ്ങനെ കിട്ടും. പിന്നെ നമ്മൾ ഷോ മണിയും കൂടെ കുറച്ച് പൈസയും കൂടെ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ഏരിയ കവറായി വരികയാണ്. മനസ്സിലായില്ലേ? പിന്നെ വരുന്നത് എന്താ വെച്ചാൽ ദെൻ വൺസ് ഓഫർ ലെറ്റർ ഹസ് കം യു മേക്ക് ദ പേയ്മെൻറ്റ്. ഒരു 60-70 ഞാൻ പറഞ്ഞ 8 lakhs അടുപ്പിച്ച് പേയ്മെൻറ്റ് ചെയ്യുന്നു. ആ പേയ്മെൻറ്റ് ശേഷം യു വിൽ ബി ഗെറ്റിംഗ് ദ ക്യാഷ് ലെറ്റർ ഫ്രം യൂണിവേഴ്സിറ്റി. ലെറ്റർ വന്ന ശേഷം പിന്നെ വരുന്നത് വി സ്റ്റാർട്ട് ദ പ്രോസസ് ഫോർ ദ വിസ. വിസ പ്രോസസ്സിൽ ഒന്ന് മെയിൻ നമുക്ക് ക്യാഷ് ലെറ്റർ കിട്ടണം, ഫീസ് അടച്ചിട്ട് വരണം. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ വിൽ ഹാവ് ടു ടേക്ക് ദ മെഡിക്കൽ എന്ന് പറയുന്നത് മെയിനായിട്ട് അവർ ചെയ്യുന്നത് TB ടെസ്റ്റാണ് ചെയ്യുന്നത്. പല ടെസ്റ്റുകളും അതിലുണ്ട്. അതിപ്പം കിംസ് ഹോസ്പിറ്റലാണ് നമ്മളെ കേരളത്തിൽ വേണ്ടിയിട്ട് മെഡിക്കൽ ടെസ്റ്റിന് വേണ്ടി അവർ തന്നിരിക്കുന്നത്. യു വിൽ ഹാവ് ടു ടേക്ക് എൻ അപ്പോയിൻമെൻറ്റ് വിത്ത് ദ കിംസ് ഹോസ്പിറ്റൽ. അതിന് ക്യാഷിൻ്റെ ലെറ്റർ വേണം, പാസ്പോർട്ടിൻ്റെ കോപ്പി വേണം, പിന്നെ അവർക്ക് ഫോട്ടോ വേണം. ഈ ഫോട്ടോ എന്ന് പറയുന്നത് നമ്മളെ ബാക്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള മുഖം നല്ല രീതിയിൽ കാണുന്ന ഫോട്ടോസ് തന്നെ അവർക്ക് വേണം. ഇതൊക്കെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ 1-2 പേരല്ല, ഒരുപാട് പേര് ക്യൂവിൽ നിൽപ്പുണ്ടാവും അവിടെ ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ ടെസ്റ്റിന്. അപ്പം അവരിപ്പം നമ്മുടെ പേപ്പർ വർക്ക്സ് കണ്ടിട്ട് അത് കൊണ്ടുപോവാ ഇത് കൊണ്ടുപോകാന്ന് പറയുമ്പോൾ നമ്മൾ പോയിട്ടൊക്കെ വരുമ്പോൾ നമ്മളെ മുമ്പിലുള്ളവരും പോയി നമ്മളെ പിറകുള്ളവരും കയറിയിട്ടുണ്ടാവും. സോ ബിഫോർ യു ഗോ ടു ഫോർ ദ മെഡിക്കൽ ടെസ്റ്റ് ഇറ്റ്സെൽഫ് അവരുടെ എന്തൊക്കെ ഡീറ്റെയിൽസാണ് വേണ്ടതെന്ന് ചോദിച്ചെടുത്ത് എല്ലാ ഡീറ്റെയിൽസും കൊണ്ട് ഫസ്റ്റ് എല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോവുക. ഓക്കെ, ആൻഡ് ദെൻ കംസ് യു വിൽ ഹാവ് നേരത്തെ ഉള്ളത് തന്നെ. പിന്നെ വരുന്ന എന്താ വെച്ചാൽ ഇവിടെ യു വിൽ ഹാവ് എ ക്രെഡിബിലിറ്റി ഇൻ്റർവ്യൂ. വിളിച്ച് എന്താ ഏതാ എന്നല്ല. ഇപ്പം നമ്മൾ കുറേ എക്സ്പീരിയൻസ് വെക്കുന്നു. നമ്മൾ ഈ എക്സ്പീരിയൻസ് വെക്കുന്ന സമയത്ത് ചിലവർ വെക്കുന്നത് യഥാർത്ഥത്തിൽ പണിക്ക് പോയിട്ടുണ്ടാവില്ല, ജസ്റ്റ് ഒരു വെക്കുന്നതായിരിക്കാം. ബട്ട് വെൻ യു കീപ് ദാറ്റ് മേക്ക് ഷുവർ that you have some relation with the person who's giving the experience. കാരണം എന്താ വെച്ചാൽ അവിടെ നിന്ന് വിളിച്ച് ചോദിക്കില്ല എന്ന് ഒരിക്കലും നമുക്ക് ഉറപ്പ് തരാൻ പറ്റില്ല. അവിടെ നിന്ന് UK എംബസി ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടി എൻ്റെ അവിടെ വർക്ക് ചെയ്തതാണ് എന്ന് തന്നെ വേണം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബെസ്റ്റ് മെത്തേഡ് ഇസ്
നമ്മൾ എപ്പോഴാണ് സബ്മിഷന് പോകുന്നത് അന്ന് തൊട്ട് നമ്മൾ വിസ കൈ കിട്ടും വരെ കീപ്പ് ഇൻ വാട്ട് ടു സേ കോൺടാക്ട് വിത്ത് ദ പേഴ്സൺ ഹു ഹസ് ഗിവൻ യു ദ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. കഴിയുമെങ്കിൽ അവരുടെ ടേബിളിൻ്റെ പുറത്ത് അത് വെച്ചിരിക്കാൻ പറയാം. സോ ദാറ്റ് അവർക്കത് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അവർ അതിന് ആൻസറും കൊടുക്കും. ദാറ്റ്സ് എ ഇമ്പോർട്ടൻറ്റ് തിങ്. ഓക്കെ. പിന്നെ വരുന്ന എന്താ വെച്ചാൽ നമുക്ക് ക്യാഷ് ലെറ്റർ കിട്ടി. പിന്നെ വിസ ഫയലിംഗ് എന്ന് പറയുന്നത് നമുക്കിപ്പം ഫസ്റ്റ് തിങ് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യും. നമ്മൾ UK ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യും ഒന്ന്. രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ എല്ലാ ഡോക്യുമെൻറ്റ്സ് അറേഞ്ച് ചെയ്ത് ആദ്യം ചെയ്യുന്ന BFS എന്നൊരു അപ്പോയിൻമെൻറ്റ് എടുത്ത് തരും. നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്ത ശേഷം എല്ലാ ഡോക്യുമെൻറ്റ്സ് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് യു മസ്റ്റ് ബി വെരി ക്ലിയർ ദാറ്റ് നമുക്ക് വിസ സബ്മിഷന് പോകുന്ന സമയത്ത് നിങ്ങൾ വെറും നമുക്ക് സ്കാൻ അയച്ചു തന്നാണ് നമ്മൾ ആദ്യം എല്ലാ ആപ്ലിക്കേഷൻ ചെയ്യുന്ന ഓഫർ ലെറ്റർ വാങ്ങിക്കുന്നതൊക്കെ. ബട്ട് വെൻ വി ഗോ ഫോർ ദ വിസ സബ്മിഷൻ വി നീഡ് ഓൾ ദ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ്. എല്ലാ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് നമുക്ക് വേണം. പിന്നെ എല്ലാം അടുക്കി എടുത്തിട്ടാണ് യു ഗോ ഫോർ ദ വിസ സബ്മിഷൻ. വിൽ ഹെൽപ്പ് യു ടു ഫിൽ ദ ആപ്ലിക്കേഷൻ. നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ തന്നെ ഇത് വന്നിട്ട് ദർ ആർ 3 type ഓഫ് വിസ. ഓക്കെ. വൺ ഇസ് സ്റ്റാൻഡേർഡ്, ദെൻ പ്രിയോറിറ്റി ഉണ്ട്, സൂപ്പർ പ്രിയോറിറ്റി ഉണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് വിസ എന്ന് പറയുന്നത് 15 തൊട്ട് 28 ദിവസമാണ് പറയുന്നത്. അത് പിന്നെ പ്രിയോറിറ്റി വിസ 7 to 10 വർക്കിംഗ് ഡേയ്സ് ആണ്. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്റ്റാൻഡേർഡ് വിസക്ക് വന്നിട്ട് ഒരു 35,000 രൂപ അടുപ്പിച്ചാണ് പറയുന്നത്. ഞാൻ ജസ്റ്റ് നമ്മൾ ഇന്ത്യൻ മണിയാണ് പറയുന്നത്. ആക്ച്വലി നമ്മൾ പൗണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ പ്രിയോറിറ്റി വിസയ്ക്ക് 55,000 ആണ് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് വരുന്നത്. പിന്നെ ഇഫ് യു ഗോ ഫോർ സൂപ്പർ വിസ യു ആർ ഗെറ്റിംഗ് ഇൻ ടു 1 to 2 വർക്കിംഗ് ഡേയ്സ്. അതിപ്പം 1 to 1.5 lakhs വരെ അത് വരുന്നുണ്ട്. ഓക്കെ. ദെൻ പിന്നെ വരുന്നത് ഞാൻ ലിവിങ് കോസ്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ സ്പൗസിനുള്ള ലിവിങ് കോസ്റ്റ്. സ്പൗസിന് നമുക്കിപ്പം ഒറിജിനലി സ്റ്റുഡൻറ്റിനുള്ള അത്രയും പൈസ വേണ്ട. ഒരു 3,000 pound കുറഞ്ഞിരിക്കും. ഇന്നർ ലണ്ടനിൽ തന്നെ 7,600 pound എന്ന് പറയുമ്പോൾ നമുക്കൊരു 7,60,000 രൂപ അടുപ്പിച്ച് വരും നമ്മുടെ സ്പൗസിന് വേണ്ടിയിട്ട്. ഈവൻ ഇഫ് ഇറ്റ്സ് എ കിഡ് ഓർ ദ സ്പൗസ്, രണ്ടുപേർക്ക് നമ്മൾ ഒരേ എമൗണ്ട് തന്നെയാണ് ലിവിങ് കോസ്റ്റ് കാണിക്കേണ്ടത്. ആൻഡ് ഔട്ടർ ലണ്ടൻ ഓൾസോ ദ സെയിം 6,600 ഇത് വന്നിട്ട് ഒരു 6 ലക്ഷം രൂപ ലിവിങ് കോസ്റ്റ് നമ്മൾ സ്പൗസിനായാലും കുട്ടിക്കായാലും നമ്മൾ കാണിക്കേണ്ടി വരും. പിന്നെ ദർ ആർ സം സ്റ്റുഡൻസ് ഹു കം ആൻഡ് ആസ്ക് രണ്ടുപേരും ഒരുമിച്ച് പോകാൻ പറ്റുമോ ഹസ്ബൻഡും വൈഫിനൊന്നും. ഇതിൽ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഒരു SOP പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരോട് എന്താ എഴുതുന്നതെന്ന് വെച്ചാൽ ഞാൻ പഠിച്ചിട്ട് ഞാൻ തിരിച്ചു വരും, എൻ്റെ രാജ്യത്തിലാണ് ഞാൻ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതും ഞാൻ ഇവിടെ ഇന്ത്യയിൽ തന്നെ തിരിച്ചു വരും എന്നാണ് SOP പ്രിപ്പയർ ചെയ്യുന്നത്. ആക്ച്വലി അവർക്കറിയാം നമ്മൾ വരില്ല എന്നുള്ളത്. അപ്പം എന്നാലും ദേ വോണ്ട് ടു ഹിയർ റിട്ടേണിൽ അവർക്ക് അതാണ് ആവശ്യം. അപ്പം ഇറ്റ്സ് ഓൾവേസ് സേഫ്. സ്റ്റുഡൻറ്റിന് വിസ കിട്ടിയ ശേഷം വി ക്യാൻ തിങ്ക് അബൌട്ട് ദ സ്പൗസ് വിസ. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പിന്നെ ഇതുണ്ട്, വിൽ അറേഞ്ച് എയർപോർട്ട് പിക്കപ്പ്, ഓക്കെ, ആൻഡ് ഡ്രോപ്പ് ആൻഡ് അക്കോമഡേഷൻ അസിസ്റ്റൻസ് ഓൾസോ. ഇവിടുന്ന് പോകുമ്പോൾ തന്നെ അതൊക്കെ അറേഞ്ച് ചെയ്ത് തരും. അതിന് സർവീസ് ചാർജ് ഉണ്ടാവും. അവിടെ നമുക്ക് UK ഒരു ഇതാണ്. ദേ വിൽ ബി ഗിവിങ് യു ദ അസിസ്റ്റൻസ്. പിന്നെ ഇതിൽ വേറൊന്നും എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ 1 year സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഇപ്പം അറ്റ് പ്രസൻറ്റ് UK റൂൾ അനുസരിച്ച് 2 years സ്റ്റേ ബാക്ക് ഉണ്ട്. ഈ 2 years സ്റ്റേ ബാക്ക് ടൈമിൽ നമുക്കിപ്പം ഒരു വർഷം തന്നെ നമുക്കൊരു 25,600 pound ഒരു വർഷം നമുക്ക് സാലറി കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടുത്തെ Tier 2 വിസ എന്ന് പറഞ്ഞ ഒരു ഇതിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഈ Tier 2 വിസ എന്ന് പറയുന്നത് നമുക്ക് ഈ എമൗണ്ട് കിട്ടണം. ഒരു മാസമെങ്കിലും 2,300 pound എങ്കിലും സാലറി കിട്ടുന്ന ഒരു സ്റ്റേജ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിലോട്ട് മാറാൻ പറ്റും. അപ്പോൾ അതിലോട്ട് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർമനൻറ്റ് വിസയ്ക്ക് സമമാണത് ആ ഒരു സ്റ്റേജ് വരുന്നത്. പിന്നെ നമുക്കിപ്പം ഇതുണ്ട്, ഇപ്പം ചില പ്രോഗ്രാംസ്, എല്ലാത്തിനുമല്ല, ചില പ്രോഗ്രാംസ് MBA പ്രോഗ്രാംസിനൊക്കെ പ്ലേസ്മെൻ്റ് ഉണ്ട്, 1 year പ്ലേസ്മെൻ്റ് ഉണ്ട്. ആ 1 year പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ വർഷം പഠിക്കാൻ ചിലവാക്കിയ കാശിൻ്റെ ഒരു 80% കാശ് നമുക്ക് തിരിച്ചു കിട്ടും ആ പ്ലേസ്മെൻറ്റിൽ. അപ്പോൾ ആ പ്ലേസ്മെൻറ്റ് ചെയ്താലുള്ള ഒരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ വെൻ യു ആർ ഗോയിങ് ഫോർ എ വർക്ക്, നമ്മൾ ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വി ആർ ഹാവിങ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ, വി ആർ ഹാവിങ് ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ ആൻഡ് വി ആർ ഹാവിങ് ബ്രിട്ടീഷ് എക്സ്പീരിയൻസ്.
ഓക്കെ, അപ്പോൾ ഇത് മൂന്നും റിയലി മേക്കിംഗ് അസ് റിച്ച് ഇൻ അവർ എഡ്യൂക്കേഷൻ. അപ്പോൾ നമുക്ക് തെറ്റില്ലാത്ത നല്ല സാലറി തന്നെ അവിടെ കിട്ടണം. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ഈച്ച് പേഴ്സൺ. നമ്മളുടെ കഴിവും നമ്മളെ ജോബ് നോക്കുന്നത് എല്ലാം നമ്മളുടെ കഴിവനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പം പഠിച്ചെല്ലാം തീർന്നിട്ടല്ല ജോബ് നോക്കേണ്ടത്, കുറച്ച് മുമ്പേ നമ്മൾ ആ സെർച്ച് നോക്കണം. നമുക്ക് എവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. യു ക്യാൻ വർക്ക് എനിവെയർ ഇൻ UK. നമ്മൾ പഠിക്കാൻ പോയ സ്ഥലത്ത് തന്നെ വർക്ക് ചെയ്യണം നിർബന്ധമില്ല, ഏത് ഭാഗത്ത് വേണമെങ്കിലും പോയി വർക്ക് ചെയ്യാം. അപ്പോൾ അത് ജസ്റ്റ് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. So I'm handing over to my colleague for Canada studies. Thank you. താങ്ക് യു മിസ് നൂർജാൻ. ഷീസ് അവർ സ്റ്റഡി മാനേജർ. അപ്പോൾ നമുക്ക് UK ഒരു ടെക്നിക്കൽ പാർട്ട് അത്യാവശ്യം പിടികിട്ടിയല്ലേ, ലൈക്ക് എങ്ങനെയാണ് നമ്മളൊരു കോഴ്സ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് കോഴ്സ് ഓപ്ഷൻസോ കാര്യങ്ങളാണ് വരുന്നത്, ഏത് ലെവലിലേക്കാണ് നമ്മുടെ കോഴ്സ് ചൂസിങ് വരുന്നത്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും പിന്നെ ഫ്യൂച്ചറിൽ നമ്മുടെ ആ ഒരു വിസ പ്രിപ്പറേഷൻ പാർട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമുക്കിതിൻ്റെ ഒരു പ്രീ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എന്തുകൊണ്ടാണ് ടെക്നിക്കലി നിന്ന് പ്രീയിലേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ now we have a basic idea എങ്ങനെയാണ് UK, എന്താണ് സംഭവം, എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊരു we have a vague idea. Now we should look about like how to prepare yourself for this. ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് സ്റ്റെപ്പ് ഇൻ ചെയ്യേണ്ടത്. ഒരു UK എന്ന് പറയുന്ന ഒരു കൺട്രിയിൽ ഒരു കോഴ്സ് ഓപ്ഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ വാട്ട് ഷുഡ് ബി ദ പ്രീ പ്രിപ്പറേഷൻസ് യു വിൽ സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ. സോ അതിൻ്റെ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഐ എം ഇൻട്രൊഡ്യൂസിങ് അവർ GM അജു കെ മാത്യു സർ. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് സംസാരിക്കുന്നതാണ്. ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ ഇന്നിവിടെ സ്റ്റഡി അബ്രോഡ് അല്ലെങ്കിൽ ഇമിഗ്രേഷൻ, അതിൽ പ്രധാനപ്പെട്ടത് കാനഡ അല്ലെങ്കിൽ UK പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു യൂണിവേഴ്സിറ്റി സെലക്ഷൻ, കോഴ്സ് സെലക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഫീസ് സ്ട്രക്ചർ, ഇതിലുപരി നമ്മൾ എന്തിനാണ് അങ്ങോട്ട് പോകേണ്ടത്, എങ്ങനെ പോകാം, പോയി കഴിഞ്ഞാൽ ആ രാജ്യത്ത് നിൽക്കാൻ പറ്റുമോ, പോയിട്ട് തിരിച്ചു വരേണ്ടി വരുമോ, അങ്ങനെ കുറച്ച് ടെക്നിക്കൽ വശങ്ങളുണ്ട്. കാരണം ഇത് ഒത്തിരി അധികം ആളുകൾ എസ്പെഷ്യലി UK സ്റ്റഡിയുടെ പുറകിലുണ്ട്. കുറേ ഫാമിലി ആയിട്ട് തന്നെ UK പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്ക് ധരിക്കുന്നത് വളരെ ഈസിയാണ്. UK നമ്മുടെ കയ്യിൽ ലോൺ എടുക്കുകയോ അല്ലെങ്കിൽ കുറച്ച് ഫണ്ട് കാണിക്കുകയോ ഒക്കെ ചെയ്താൽ അഡ്മിഷൻ കിട്ടുന്നു, നേരെ അവിടെ എത്തുന്നു, ഒരു പാർട്ട് ടൈം ജോലി കിട്ടുന്നു, നമ്മളവിടെ പഠിക്കുന്നു, ശേഷം അടുത്ത സ്റ്റേ ബാക്ക് 2 year കിട്ടുന്നു, നെക്സ്റ്റ് അവിടെ ഒരു ജോലി കിട്ടുന്നു, സെറ്റിൽ ആവുന്നു. ഇതാണ് നമ്മുടെയൊക്കെ ഡ്രീം. ഇതാണ്. ഇനി കുറച്ച് ഇമിഗ്രേഷൻ റിയാലിറ്റിയാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. സോ ഇതിനകത്ത് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എനിക്ക് ഒത്തിരി ആവശ്യമുണ്ട്. എൻ്റെ ഒരു ലാസ്റ്റ് 10 years എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതൊരിക്കലും ഒരു എന്താ പറയുക സെമിനാർ അല്ല. നിങ്ങൾക്ക് എന്തും ചോദിക്കാം, ലൈക്ക് എന്തിനാണ് ഞാൻ പഠിക്കാൻ പോകേണ്ടത്, എന്ത് കോഴ്സ് എടുക്കണം, ഇതൊക്കെയല്ല, ടെക്നിക്കൽ വശങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് UK ഇന്ന് കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യാനുള്ള കാരണമാണ് അത് ഞാൻ പറയാൻ പോകുന്നത്. 2013 UK സ്റ്റേ ബാക്ക്, അതായത് പഠനശേഷമുള്ള ഓപ്പൺ വർക്ക് പെർമിറ്റ് സ്റ്റോപ്പ് ചെയ്തു. 2013 സ്റ്റോപ്പ് ചെയ്ത് തെരേസ മേ എന്ന അവിടുത്തെ പ്രധാനമന്ത്രി ഭരിക്കുന്ന സമയത്ത് ബ്രെക്സിറ്റ് എന്നൊരു നിയമം കൊണ്ടുവന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ബ്രെക്സിറ്റ് കേട്ടിട്ടുണ്ടോ? എന്താണ് ബ്രെക്സിറ്റ് എന്നറിയോ? UK പോകുന്നൊരു അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് സ്വയമേ പുറത്തു വന്നു. അവർ യൂറോപ്യൻ യൂണിയന് മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്തു. അവരുടെ പാർലമെന്റിൽ നിയമം പാസ്സാക്കി അവർ യൂറോപ്യൻ യൂണിയനകത്തുനിന്ന് പുറത്തു വന്നു. ഈ സമയത്ത് അവിടെ ഒരു യൂറോപ്യൻ യൂണിയനകത്തുണ്ടായിരുന്ന സമയത്ത് UK ഇല്ലീഗൽ മൈഗ്രൻസിൻ്റെ വലിയൊരു ഫ്ലോ ഉണ്ടായിരുന്നു. അതായത് യൂറോപ്യൻ യൂണിയനിലുള്ള മറ്റു രാജ്യങ്ങളിലുള്ളവർ അല്ലെങ്കിൽ അവിടുത്തെ വിസയുള്ളവരൊക്കെ UK ഒഴുകിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. ഈ യൂറോപ്യൻ ബ്രെക്സിറ്റ് വന്നപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള മറ്റുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ എണ്ണം കുറയുകയും അവിടെ നോർമലായി എല്ലാവരും വരുന്നത് ലീഗലായിട്ട് തന്നെ ആകാൻ തുടങ്ങി UK. അപ്പം അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് എന്ത് ചെയ്തു, ഇവിടെ പഠിക്കാൻ വരുന്നവർക്ക് ഈ കഴിഞ്ഞ 2020 മുതൽ വീണ്ടും സ്റ്റേ ബാക്ക്, അതായത് ഓപ്പൺ വർക്ക് പെർമിറ്റ്, ഒരു മാസ്റ്റേഴ്സ് കോഴ്സ് കഴിഞ്ഞാൽ 2 വർഷം കൂടെ അവിടെ നിൽക്കാനുള്ള അല്ലെങ്കിൽ ജോലി കണ്ടെത്താനും നിൽക്കാനുള്ള പെർമിറ്റ് കൊടുത്തു തുടങ്ങി. അതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ UK അട്രാക്ട് ചെയ്യപ്പെടുന്നത്.
രണ്ടാമത്തെ കാര്യം പറയുന്നത് എന്തുകൊണ്ട് UK ചൂസ് ചെയ്യുന്നത്, IELTS എക്സാമിന് വിത്തൗട്ട് IELTS നിങ്ങൾ പരസ്യങ്ങൾ കാണാറുണ്ടല്ലേ, വിത്തൗട്ട് IELTS കാണാറില്ലേ നിങ്ങൾ സോഷ്യൽ മീഡിയയിലും? എന്താണ് വിത്തൗട്ട് IELTS എന്ന് കേട്ടിട്ടുണ്ടോ? അതിനെപ്പറ്റി നിങ്ങൾ തിരക്കിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് UK യൂണിവേഴ്സിറ്റീസ് വിത്തൗട്ട് UK കാര്യമാണ് ഞാൻ പറഞ്ഞത്. വേറെ രാജ്യത്തോട്ട് അങ്ങനെ ഓപ്ഷൻ ഇല്ല. ഇംഗ്ലീഷ് നേറ്റീവ് സ്പീക്കിംഗ് കൺട്രീസ് ആയ കാനഡ, ഓസ്ട്രേലിയ, UK, ന്യൂസിലാൻഡ്, ഈ 3 രാജ്യങ്ങളിലാണ് പ്രധാന ഇന്ത്യൻ സ്റ്റുഡൻസ് പോകുന്നത്. അതിൽ UKയിൽ IELTS ഇല്ലാതെ എങ്ങനെ പോകാം, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അങ്ങനെയാണെന്നുണ്ട് നിങ്ങളുടെ പ്ലസ് ടുവിന് 80% മാർക്ക്, അല്ലെങ്കിൽ 76 to 80% ഇംഗ്ലീഷ് മാർക്ക് ഉണ്ടെങ്കിൽ, ഇംഗ്ലീഷിന് 76 to 80% ഇംഗ്ലീഷിന് സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ സമയത്ത് വിത്തൗട്ട് IELTS അപ്ലൈ ചെയ്യാം. ആ സമയത്ത് IELTS എക്സാമിന് പകരം യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രതിനിധി നിങ്ങൾക്കൊരു ഇംഗ്ലീഷ് ടെസ്റ്റ് നടത്തും. മനസ്സിലാവുന്നുണ്ടോ? യൂണിവേഴ്സിറ്റിയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് നിങ്ങൾക്കൊരു ഇംഗ്ലീഷ് ടെസ്റ്റ് നടത്തിയിട്ട് അവർ അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവർ സർട്ടിഫിക്കേഷൻ തരും. നിങ്ങൾക്ക് എന്ത് വേണ്ട ആവശ്യമില്ല, IELTS എക്സാം അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം വിത്തൗട്ട് IELTS എന്ന് പറയുമ്പോഴും നമ്മുടെ ഇംഗ്ലീഷ് എന്തെങ്കിലും ഇവിടെ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അത് ഏതിൻ്റെ ബേസിലാണ്? ലെസ് ദാൻ 70% മാർക്ക് ഉള്ളവർ ശ്രമിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് നിയമപരമായിട്ട് കിട്ടില്ല. പ്ലസ് ടുവിന് ഇത്രയും മാർക്ക് കുറവുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വിത്തൗട്ട് IELTS യൂണിവേഴ്സിറ്റീസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി എന്തുകൊണ്ടാണ് ആളുകൾ കൂടുതൽ UK ചൂസ് ചെയ്യാനുള്ള പ്രധാന കാരണം, പഠിക്കുന്ന സമയത്ത് അത്യാവശ്യം പാർട്ട് ടൈം ഏൺ ചെയ്യാൻ പറ്റുന്ന രാജ്യം UK ആണ് കമ്പാരിറ്റീവ്ലി. കാരണം എല്ലാ രാജ്യത്തും 20 മണിക്കൂറാണ് പഠിക്കാൻ സമയത്ത് ജോലി ചെയ്യാവുന്ന ലീഗൽ ടൈം. അല്ലാത്ത അവധി ദിവസങ്ങളിൽ നിങ്ങൾക്ക് 40 മണിക്കൂറും ജോലി ചെയ്യാൻ പറ്റും. സ്പൗസിന് 40 മണിക്കൂർ ജോലി ചെയ്യാം. ഇപ്പം സ്റ്റുഡൻ്റ് എന്ന നിലയിൽ അവർക്ക് പഠിക്കുകയും 20 മണിക്കൂർ ജോലി ചെയ്യുന്നതോടൊപ്പം സ്പൗസിന് 40 hours അവിടെ ജോലി ചെയ്യാൻ പറ്റും. ഈ സ്റ്റുഡൻ്റ് എത്ര കാലം അവിടെ ഉണ്ടോ അത്രയും കാലവും ഈ സ്പൗസിന് അവിടെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റും. ഇതൊരു ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ്. ഈ സ്പൗസ് വിസയിൽ പെട്ടെന്ന് പോകാനും അവിടെ ജോലി ചെയ്യാൻ അത്യാവശ്യം നിൽക്കാനും പറ്റുന്നുണ്ട് ആളുകൾക്ക്. ഓക്കെ, ഇനി UK ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ചൂസ് ചെയ്യുന്നത്, അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം കമ്പാരിറ്റീവ്ലി ഇവിടുന്ന് പോകുന്ന ആൾക്ക് ഫോളോ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കൊണ്ട് പോകുന്ന ആൾക്ക് ഫോളോ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെയാണ് UK കൂടുതൽ സ്റ്റുഡൻസ്. പിന്നെ അവിടുത്തെ സർട്ടിഫിക്കേഷൻ തിരിച്ചു വന്നാൽ പോലും നമുക്ക് ഈ പറയുന്ന ആ സർട്ടിഫിക്കറ്റിന് അവിടുന്ന് ഒരു മാസ്റ്റേഴ്സ് എടുത്താൽ ഇവിടുത്തെ അതേ ഈക്വലൻസിയും ആ വാല്യൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ഇവിടുന്ന് എന്താ ഉദ്ദേശിക്കുന്നത്? 2 കുട്ടികളുണ്ട്. ഫാമിലി ആയിട്ട് പോകാനാണ്. നിങ്ങൾ വേറെ ഏതെങ്കിലും കൺട്രി നോക്കിയിരുന്നോ? കാനഡ വല്ലോ ഇമിഗ്രേഷനോ അല്ലെങ്കിൽ നോക്കുന്നത്? ഓക്കെ, ഇപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സ് വല്ലതും ചൂസ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ടൂറിസം ബേസ്ഡ് ആയിട്ടുള്ളൊരു മാസ്റ്റേഴ്സ് പ്രോഗ്രാം സിവിൽ കംപ്ലീറ്റ് ചെയ്തു അറിയണമെന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സ്പൗസ് വിസയിൽ തന്നെ പോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ടുണ്ടോ? കോഴ്സ് സെലക്ട് ചെയ്യണം. സോ അതിന് നമുക്കൊരു കൗൺസിലിംഗ് അറേഞ്ച്. അല്ലാതെ ടെക്നിക്കലായിട്ട് എന്തെങ്കിലും UK പോകുന്നത് കൊണ്ട് എന്തുകൊണ്ട് UK ചൂസ് ചെയ്യുന്നു, അവിടെ ലൈഫ് ടൈം സെറ്റിൽമെൻറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടോ? അവിടെ UK പോയാൽ PR കിട്ടുമെന്ന് ഉറപ്പ്. PR എന്നറിയാലോ, എന്താണ് പെർമനന്റ് റെസിഡൻസി എന്നറിയോ നിങ്ങൾക്ക്? വാട്ട് ഈസ് പെർമനന്റ് റെസിഡൻസി? ഓക്കെ, വോട്ടിംഗ്, ബാക്കി എല്ലാ ബെനിഫിറ്റുമായിട്ട് ഒരു രാജ്യത്ത് ജീവിക്കുന്ന സ്റ്റാറ്റസിനാണ് പറയുന്നത് PR എന്ന് പറയുന്നത്. നമ്മൾ അവരെ ഇൻവൈറ്റഡ് ഇമിഗ്രൻ്റ് എന്ന് വിളിക്കും. ഇതാണ് ഇൻവൈറ്റഡ് ഇമിഗ്രൻ്റ്. എക്സാമ്പിൾ, കാനഡയിലേക്ക് വർഷം തോറും ലക്ഷക്കണക്കിന് ആളുകളെയാണ് അവർ ഇൻവൈറ്റ് ചെയ്യുന്നത്.
അതിന് അവരെ വിളിക്കുന്നത് ഇൻവൈറ്റ് COPR കിട്ടും, അതായത് കൺഫർമേഷൻ ഓഫ് പെർമനന്റ് റെസിഡൻസി ഗവൺമെൻറ് ഓഫ് കാനഡ കൊടുത്ത് ആ രാജ്യത്തോട്ട് സ്വീകരിക്കുന്നതിനാണ് ഇൻവൈറ്റഡ് ഇമിഗ്രേഷൻ എന്ന് പറയുന്നത്. UK നിങ്ങൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഒരു വിചാരം നമുക്ക് അവിടെ എന്ത് വേണം, സെറ്റിൽമെൻറ്റ് വേണം. അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് UK സെറ്റിൽമെൻറ്റ് എങ്ങനെയാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, അപ്പം ഈ കോഴ്സ് സെലക്ഷനൊക്കെ നമുക്ക് രണ്ടാമത് മാറ്റി വെക്കാം. ടെക്നിക്കലായിട്ട് നമ്മൾ നോക്കാം. UK 1 year plus 1 year ഇന്റേൺഷിപ്പ് ഉള്ള ഒരു കോഴ്സ് ചെയ്യുന്ന ഒരാൾക്ക് അനദർ 2 year സ്റ്റേ ബാക്ക് ഓപ്പൺ വർക്ക് പെർമിറ്റ് ഗവൺമെൻറ് തരും. ഓക്കെ, അത് ഞാൻ പറഞ്ഞു 2020 മുതലാണ് റീസ്റ്റാർട്ട് ചെയ്തത്. ഈ ഓപ്പൺ വർക്ക് പെർമിറ്റ് സമയത്ത് നമുക്ക് 2-3 കാര്യങ്ങളിൽ മെറിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പിന്നീട് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതേത് കാര്യമെന്ന് പറയാം. ഒന്ന്, നമുക്കൊരു നല്ല ജോലി കിട്ടണം. ആ ജോലിക്ക് 25,600 പൗണ്ടെങ്കിലും ആനുവൽ പേ ഉണ്ടായിരിക്കണം. ഈ ശമ്പളത്തിലുള്ളൊരു ജോലിയാണെങ്കിൽ നമുക്കവിടെ ഈ സ്പോൺസേർഡ് വിസ കിട്ടും. നമുക്ക് കിട്ടുന്ന വിസയുടെ പേരാണ് സ്പോൺസേർഡ് വിസ. ആ വിസയുടെ പേര് ടയർ 2 വിസ എന്ന് പറയാം. ഈ ടയർ 2 വിസ തരുന്ന കമ്പനി നമുക്ക് പോയി കഴിഞ്ഞാൽ അത് റിന്യൂവൽ വിസയായിരിക്കും, നമുക്കവിടെ ജീവിക്കാൻ പറ്റും. ആഫ്റ്റർ 5 years നമുക്ക് അവിടുത്തെ റെസിഡൻസി അല്ലെങ്കിൽ PR ഇനി നമുക്ക് ശ്രമിക്കാൻ പറ്റും. അപ്പോൾ UK പോകുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ പറയുന്ന ശമ്പളമുള്ള ജോലി നമ്മൾ കണ്ടെത്താൻ നമ്മുടെ മൈൻഡിലുണ്ടായിരിക്കണം. അതെങ്ങനെ കണ്ടെത്താൻ നോക്കിയാൽ, ഒന്ന് ഓൺലൈനിലൂടെ ജോലി കണ്ടെത്തുക അല്ലെ ഇന്ത്യയിലൂടെ കിട്ടുക എന്നൊക്കെ ഉള്ള ഒരു തെറ്റായ ധാരണയാണ്. അവിടെ ലോക്കലി HR പ്ലേസ്മെൻറ്റ് കമ്പനികളുണ്ട്. അവിടുത്തെ ലൈസൻസ്ഡ് ആയിട്ടുള്ള HR പ്ലേസ്മെൻറ്റ് കമ്പനികളുണ്ട്. നിങ്ങൾ അവരെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ, പഠനശേഷം അവരെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് പ്ലേസ്മെൻറ്റ് സർവീസ് തരും. ഓക്കെ, പക്ഷെ നമ്മുടെ സ്കിൽ അനുസരിച്ച് തന്നെ ആ പ്ലേസ്മെൻറ്റ് തരുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അവർക്കൊരു 1 month സാലറി നിങ്ങൾ കൊടുക്കാൻ, നിങ്ങളുടെ സാലറി 1 month ആണ് അവർ കമ്മീഷൻ ചോദിക്കുക മിക്കവാറും കമ്പനികളല്ല. അത് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നമുക്കൊരു പ്ലേസ്മെൻറ്റ് സർവീസ് അവർ തരും. അപ്പോൾ ഓൺലൈൻ ജോലിയുടെ പുറകെ നടക്കുന്നതിനേക്കാൾ നിങ്ങൾ മൈൻഡിൽ വേണ്ടത് HR പ്ലേസ്മെൻറ്റ് കമ്പനികളെ നിങ്ങൾ കണ്ടെത്തി വെക്കണം. നിങ്ങൾ കോഴ്സ് കഴിയുമ്പോൾ ആ കമ്പനികൾ വഴി നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ജോലി കണ്ടെത്താൻ സാധിക്കും. ഇത് പിന്നീട് ഈ പറഞ്ഞ സ്പോൺസേർഡ് വിസയിലോട്ട് അവിടെ ജീവിക്കാൻ പറ്റും. അപ്പം UK അഡ്മിഷന് പ്രധാനമായും നമ്മൾ നോക്കേണ്ടത്, നിങ്ങൾക്ക് 60% അബോവ് +2 ലെവൽ ഡിഗ്രി ലെവലിൽ മാർക്ക് ഉണ്ടോ എന്ന് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് IELTS എക്സാം മാക്സിമം എഴുതാൻ ശ്രമിക്കുക, അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അത് വൺസ് അല്ലെ 2 പ്രാവശ്യം അറ്റൻഡ് ചെയ്ത് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ, അത് വിത്തൗട്ട് IELTS ഓപ്ഷൻ നോക്കാൻ പാടുള്ളൂ. IELTS ഉണ്ടെങ്കിൽ ഒരു സമാധാനം, ആ ഇൻ്റർവ്യൂവിനൊന്നും നമ്മൾ പുറകെ നടക്കേണ്ട ആവശ്യമില്ല. അഡ്മിഷൻ പ്രോസസ്സ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു ഇംഗ്ലീഷിൻ്റെ ഇൻ്റർവ്യൂ പ്രോസസ്സ് സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, സോ ഇനി UK എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും UK ആണോ നോക്കുന്നത്? അല്ല, UK നോക്കുന്ന ആരെങ്കിലും ഉണ്ടോ? UK ആണോ നോക്കുന്നത്? ഈ കോഴ്സ് സെലക്ഷൻ നമുക്ക് സെപ്പറേറ്റ് ചൂസ് ചെയ്യാം എങ്ങനെയാണ് വേണ്ടത്. അല്ലാതെ ടെക്നിക്കലായിട്ട് എന്തെങ്കിലും വിസയുടെ കാര്യത്തിൽ, ഒന്നിച്ചു പോകുന്ന കാര്യത്തിൽ, ഒന്നിച്ചു പോകാൻ അങ്ങനെ പ്ലാൻ ഉണ്ടോ? ഒന്നിച്ചു പോകാനുള്ള പ്ലാൻ ഉള്ളവർ ആദ്യം വിചാരിക്കുന്നത് നമുക്ക് അക്കോമഡേഷൻ ഇച്ചിരി പ്രശ്നമുള്ള രാജ്യമാണ് UK. ഈ ഫ്രഷേഴ്സിന് ആദ്യമായിട്ട് ചെല്ലുന്നവർ. അപ്പം നിങ്ങൾ ഇപ്പോൾ ഇതേ മേഡത്തിൻ്റെ വിസ വന്നു കഴിഞ്ഞാൽ അടുത്തത് തന്നെ നമുക്ക് സ്പൗസ് എന്ന വിസയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരുമിച്ച് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഒരു 1 week വ്യത്യാസമേ വരുന്നുള്ളൂ. നമ്മൾ എന്നാലും ഉടനെ പോകുന്നില്ലല്ലോ. അപ്പോൾ ഏറ്റവും നല്ലത് ഇദ്ദേഹത്തിൻ്റെ വിസ വരട്ടെ. നമ്മൾ SOP കുറേ കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കുന്നുണ്ട്. SOP ചിലപ്പോൾ ഇതൊന്നും അല്ല നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സ്പൗസ് വിസയുടെ എന്താ റീസൺ പോലും നമ്മളവർ പറയണില്ല. സോ വൺസ് ഇദ്ദേഹത്തിന് വിസ വന്നു കഴിയുമ്പോൾ പിന്നീട് ഇദ്ദേഹത്തിന് SOP അല്ല നോക്കുന്നത്. അല്ലോ, ഞാനീ പറഞ്ഞ ഒരുപോലെ തന്നെ നിങ്ങൾക്ക് വിസ കിട്ടും. ഞാൻ ഒരേ പോലെ നമ്മൾ അപ്ലൈ ചെയ്യാതെ ഇദ്ദേഹം സക്സസ് ആയ ശേഷം നിങ്ങളുടെ വിസ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് സമാധാനമുണ്ട്. ഓക്കെ, റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ നടക്കണം നമ്മൾ. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റുഡൻറ്റിൻ്റെ വിസ കിട്ടിയാൽ വെരി നെക്സ്റ്റ് ഡേ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ റെഡിയാക്കി വെക്കുക. വെരി നെക്സ്റ്റ് ഡേ തന്നെ ഇദ്ദേഹത്തിൻ്റെ വിസ. പിന്നെ അക്കോമഡേഷൻ നമ്മൾ ഒന്നുകിൽ നിങ്ങൾക്ക് റിലേറ്റീവ് ഫ്രണ്ട്സോട് ഉണ്ടെങ്കിൽ കുറച്ച് നിങ്ങളെ റെഫർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കോമഡേഷൻ എടുക്കാം. ഇല്ലെങ്കിൽ ബെറ്റർ 2 പേരും ആദ്യം ഹോസ്റ്റൽ എടുക്കുന്നത് തന്നെ നല്ലത്. കുട്ടികളെ ഒന്നിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാം. ബെസ്റ്റ് നിങ്ങൾ ആരെങ്കിലും റിലേറ്റീവ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ റെഫറൻസ് ആവശ്യമുണ്ട്. അവിടെ നിങ്ങളെ പരിചയപ്പെടുത്തണം എങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവും. കുട്ടികളുടെ എഡ്യൂക്കേഷൻ അവിടെ നമുക്ക് ലോക്കൽ കൺസൾട്ടൻ്റ് ഉണ്ട്. അഡ്മിഷൻ കാര്യങ്ങൾ അവരവിടെ പ്രൊസീഡ് ചെയ്ത് തരും. ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യാം. അവിടെ ലോക്കൽ കൺസൾട്ടൻ്റ്, ഇത് ഫ്രീ സർവീസാണ്, അവിടെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. വേറെ എന്തെങ്കിലും പാർട്ട് ടൈം ജോബിൻ്റെ കേസ് യൂണിവേഴ്സിറ്റി ആണ് ഇദ്ദേഹത്തിനുള്ള ജോലി. മിക്കവാറും എല്ലാ യൂണിവേഴ്സിറ്റി ഇപ്പോൾ അവർക്ക് ജോബ് ബാങ്കുകളുണ്ട്, അതെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. മിക്കവാറും കെയർ ഹോം തന്നെയാണ് അവിടെ ഇപ്പോൾ ഉള്ളത്. അതെന്തായാലും അവർ തന്നെ നിങ്ങളുടെ കോഴ്സിൻ്റെ കൂടെ ഓഫർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് പാർട്ട് ടൈം ജോബ്
ഈ യു കെയുടെ കേസിലാണ്, കാനഡ അല്ല, യു കെയുടെ കേസിൽ യൂണിവേഴ്സിറ്റീസ് തന്നെ അഷ്വറൻസ് തരുന്നുണ്ട്. വേറെ ആരെങ്കിലും യു കെ നോക്കുന്നവരല്ലോ? യെസ്, ചോദിച്ചോളൂ. ആ, ഓക്കെ. യെസ്, നഴ്സിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്നതിനേക്കാൾ നല്ലത് OET അല്ലെ IELTSൻ്റെ റിക്വയർഡ് സ്കോർ എടുത്ത് NHS ഹോസ്പിറ്റൽ ഡയറക്റ്റ് വർക്ക് പെർമിറ്റിൽ പോകുന്നതാണ് സാമ്പത്തികമായും ഒരു പെട്ടെന്ന് ജോലി നോക്കുന്ന ഒരാളെന്നതിൽ നിങ്ങൾക്ക് ലാഭം അത് തന്നെയാണ്. കാരണം സ്റ്റുഡൻറ്റ് വിസ എന്ന് പറയുന്നത് ഈ പറഞ്ഞ 10-15 ലക്ഷം രൂപ നിങ്ങൾ മുടക്കേണ്ടി വരും. ലിവിങ് കോസ്റ്റ് കൂടെ നിങ്ങൾ കാണിക്കണം. അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് അദ്ദേഹത്തിനെ മോട്ടിവേറ്റ് ചെയ്ത് ഒരു തവണയും കൊണ്ട് നടക്കുന്ന കാര്യമല്ല ഈ സ്കോർ പറയുന്നത്. ഇപ്പോൾ OET ആണെന്നുണ്ടെങ്കിൽ B റൈറ്റിങ്ങിന് C+, ബാക്കി എല്ലാത്തിനും B ലെവലിൽ നമ്മൾ സ്കോർ ചെയ്യണം. IELTS ആണെങ്കിൽ അക്കാഡമിക് IELTS റൈറ്റിങ്ങിന് 6.5 ബാക്കി എല്ലാത്തിനും 7 എന്ന റേഞ്ചിൽ സ്കോർ ചെയ്യണം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കടമ്പ. മിനിമം അദ്ദേഹത്തിന് 2-3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഉണ്ട്. അത് ഓക്കെ, അത് എലിജിബിലിറ്റിയിൽ വരുന്നതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. അതിനുശേഷം CBT എന്നൊരു എക്സാം ഉണ്ട്. അത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയും. അത് വളരെ ഈസിയാണ്, കമ്പ്യൂട്ടർ നോളജ് ചെക്ക് ചെയ്യുന്നതാണ്, ഇവിടെ തന്നെ ചെയ്യും. പിന്നെ ഓക്സി എന്ന എക്സാം ആണ് എൻ്റെ ലൈസൻസ്. അത് അവരവിടെ ട്രെയിൻ ചെയ്ത് അതിൻ്റെ ഉത്തരവാദിത്വം പിന്നെ അവർക്കാണ്, കാരണം നമ്മളെ അവർക്കാണ് ആവശ്യം. സോ ഏറ്റവും ബെസ്റ്റ് നേഴ്സ് എന്ന നിലയിൽ താങ്കൾക്ക് സ്പൗസ് വീസ കിട്ടുകയും ചെയ്യും, ഒന്നിച്ച് തന്നെ പോവാം. കാരണം ആ ഹോസ്പിറ്റലാണ് നമുക്ക് ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന ഈവൻ OETയുടെ IELTSൻ്റെ ഒരു തവണ എഴുതിയതിൻ്റെ ഫീസ് പോലും നമുക്ക് അവർ റീഇംബേഴ്സ് ചെയ്യാം. ഈവൻ ഫ്ലൈറ്റ് ടിക്കറ്റ്, വിസ ചിലവൊക്കെ നമുക്ക് അവർ അവിടെ ചെന്ന് കഴിയുമ്പോൾ റീഇംബേഴ്സ് ചെയ്യാം. അപ്പം നിങ്ങൾക്കൊരു 0 ഇൻവെസ്റ്റ്മെൻറ്റിൽ സാധിക്കും. പക്ഷേ IELTSൻ്റെ OETയുടെയും ഒരു ശ്രമം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതായിരിക്കും താങ്കളെ സംബന്ധിച്ച്. പക്ഷേ പെട്ടെന്ന് പോകാൻ നടക്കില്ല, ഒരു ഇൻഡേക്കൊക്കെ പ്ലാൻ ചെയ്ത് പോകാൻ നടക്കില്ല. ഒരു സ്റ്റഡി വിസയാണ് നമുക്കൊരു പ്ലാൻ ചെയ്ത് പോകാം. ഇപ്പോൾ സെപ്റ്റംബറിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പേപ്പർ വർക്ക് നടക്കുന്നു, സെപ്റ്റംബറിൽ തന്നെ പോകാൻ സാധിക്കും. അപ്പോൾ താങ്കളാണ് ഡിസിഷൻ എടുക്കേണ്ടത്. നിങ്ങൾക്ക് ഫ്രണ്ടിൽ ഒരു ഫ്രീ ഓഫ് കോസ്റ്റ്, ഒരു ചിലവില്ലാതെ പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ IELTSO OETയോ മൾട്ടിപ്പിൾ ടൈം അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ അത്യാവശ്യം തയ്യാറെടുത്താൽ നിങ്ങൾക്ക് അതായിരിക്കും ഓപ്ഷൻ. ഓക്കെ, ബെസ്റ്റ് അതായിരിക്കും. വേറെ ആരെങ്കിലും യു കെ ബ്രാഞ്ചിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ ഇവിടെ? യു കെ? യെസ് പ്ലീസ്. ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? സ്റ്റഡീസ് അല്ലാതെ നേരിട്ട് ഈ നഴ്സിംഗ് അല്ലാതെ മെഡിക്കൽ ഫീൽഡ് അല്ലാതെ വേറെ ഒരാൾക്കും ഈ സ്പോൺസേഡ് വിസ കിട്ടാൻ പാടാണ്. പിന്നെ ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങിയത് ഒരു ട്രെൻഡാണ് കെയർ വിസ എന്ന് പറയുന്നത്. അതായത് കെയർ ഹോമിലേക്ക് കെയർ വിസ സാങ്ഷൻ കിട്ടുന്ന ആളുകൾ പോകുന്നുണ്ട്. അതിന് കൺസൾട്ടൻസി ചാർജ് ചെയ്യുന്നത് 12 തൊട്ട് 15 ലക്ഷം രൂപയാണ്. അതും പ്രൈവറ്റ് കെയർ ഹോമിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നല്ല നടുപടി പണിയെടുക്കേണ്ടി വരും. ഈ 15 ലക്ഷം ഉണ്ടാക്കാൻ വേണ്ടി നല്ല സമയമെടുക്കും. 5 വർഷത്തെ ഈ വിസ വാലിഡിറ്റി ഒക്കെ അവർ പറയുന്നുണ്ട്. ഇപ്പോൾ കൊടുത്തു തുടങ്ങിയിട്ടുള്ളൂ, എന്ന് നമ്മൾ തിരിച്ചു വിടുമെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രൊഫഷണൽ നിലയിൽ കെയർ വിസ നോക്കാതിരിക്കും. ഈ കെയർ വിസയാണ് അതല്ലാതെ ഒരു ഓപ്ഷൻ ഉള്ളത്. അല്ലാതെ നമ്മളിപ്പോൾ IT പ്രോഗ്രാമറാണ് അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ വർക്കറാണ് ഒന്ന് നേരിട്ടൊരു ജോലി കിട്ടാൻ നിലവിലെ ഒരു ഇമിഗ്രേഷൻ സിസ്റ്റത്തിൽ ഒരു സാധ്യതയും ഇല്ല. ഈവൻ നമ്മുടെ ഒരു ഫ്രണ്ടോ റിലേറ്റീവ് അവിടെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് പോലും നമുക്കൊരു ജോലി വാങ്ങിച്ചു തരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആളുകൾ സ്റ്റഡി വിസ തന്നെ എടുത്ത് പോകാൻ ശ്രമിക്കുന്നത്. ഓക്കെ, എനി ഡൗട്ട്? യു കെ പറ്റി എന്തെങ്കിലും സംശയം? ഇദ്ദേഹത്തിന്റെ കോഴ്സ് അല്ലാതെ വേറെ എന്തെങ്കിലും സംശയം? വിസ പ്രോസസ്സിങ്ങിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കോഴ്സ് നമ്മൾ ഇരുന്ന് സംസാരിക്കും. വേറെ എന്തെങ്കിലും സംശയമുണ്ടോ? വിസ പ്രോസസ്സിങ്, ഒന്നിച്ചു പോകുന്നതിന്റെ കാര്യങ്ങൾ, അത് വിസ ഞാൻ പറഞ്ഞല്ലോ, അത് ഇദ്ദേഹത്തിന് സക്സസ് ആയാൽ അപ്പം തന്നെ നമുക്ക് ചെയ്യാം. വിത്തിൻ എ വീക്ക് നമ്മൾ റെഡിയായി നിന്നാൽ മതി. ഞാൻ പറഞ്ഞത് വെറുതെ നമ്മൾ അവർക്കൊരു ഡൗട്ട് ക്ലിയറേറ്റ് ചെയ്യേണ്ട, എന്തായാലും നമ്മൾ റിസ്ക് എടുക്കുകയാണ്, ഇത്രയും കാശ് മുടക്കുന്നതാണ്. ആ ഒരു കാരണത്താൽ അത് റിജക്ഷൻ ആവണ്ടെന്ന് ഓർത്തിട്ടാണ് പറയുന്നത്. സക്സസ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് സ്പൗസ് വിസയ്ക്കും പിള്ളേരുടെ കൂടെ നമുക്ക് ഫയൽ ചെയ്യാം. യെസ്, എല്ലാവർക്കും ഇപ്പോൾ എടുക്കുന്നുണ്ട്, നോ പ്രോബ്ലം. രണ്ടും എടുക്കുന്നുണ്ട്, അക്സെപ്റ്റഡ് ആണ്. ഇപ്പം നേരിട്ട് ജോലിക്കാണെങ്കിൽ നമുക്കത് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും നിങ്ങളുടെ കേസിൽ സ്പൗസ് വൈഫ് പോകുന്ന സ്പൗസ് വിസ അപ്ലൈ ചെയ്യുന്നതാണ് ബെസ്റ്റ്. ഇദ്ദേഹം പഠിക്കാൻ തീരുമാനിക്കുകയാണ്, നമ്മൾ റിലേറ്റഡ് കോഴ്സ് നോക്കേണ്ടി വരും, അത് ഓപ്ഷൻ എടുക്കേണ്ടി വരും. ബാക്കി എല്ലാവരും കാനഡ നോക്കുന്ന ആൾക്കാരാണല്ലേ? അല്ലേ? എല്ലാവരും കാനഡ അല്ലേ? യെസ്, ഡൗട്ട് ഇല്ലല്ലോ. ഇവിടെ നമുക്ക് നോക്കാം. നിങ്ങൾക്കെല്ലാം കാനഡ തന്നെ നോക്കുന്ന ആൾക്കാരാണ്. ഈ പറഞ്ഞ കാനഡ എക്സ്ക്ലൂസീവായിട്ട് നമ്മുടെ ഗീതു സംസാരിക്കും. ഷീ ഹാസ് മോർ ദാൻ 10 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ഇമിഗ്രേഷൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കാനഡ ചോദിക്കുമ്പോൾ സ്പെഷ്യലി
ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് കാനഡയിൽ പോകുന്നത്. ഇപ്പോൾ യു കെയിൽ പോകുമ്പോൾ നമുക്കൊരു ഗുണമുണ്ട്, അവിടെ തിരിച്ചു വന്നാലും ആ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ട്. ഇപ്പോൾ കാനഡയിൽ പോയതിന് സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ലെന്നല്ല, പക്ഷേ നമ്മൾ കാനഡ പോകുന്നതിൻ്റെ ലക്ഷ്യം അവിടുത്തെ റെസിഡൻസി എടുക്കേണ്ടതാണ്, നമുക്ക് കിട്ടണം, അതിനുവേണ്ടി തന്നെയാണ് പോകണേ. ഇല്ലെങ്കിൽ നമുക്ക് ഈ വിത്തൗട്ട് IELTS ഒക്കെ നോക്കി യു കെയിലൊക്കെ പോകാൻ ശ്രമിക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ കാനഡയിൽ പോകുന്ന ഓരോരുത്തരും ആദ്യം മനസ്സിലാക്കേണ്ടത് റെസിഡൻസിയും ഇമിഗ്രേഷനും അതിൻ്റെ നയങ്ങളും നിയമങ്ങളൊക്കെ തന്നെയാണ്. സോ ഗീതു അത് സ്റ്റാർട്ട് ചെയ്യും. So thank you so much, sir. It was really informative. എനിക്ക് തോന്നുന്നു അത്യാവശ്യം UK സ്റ്റഡീസ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട് അല്ലേ? വേറെ ഫർദർ ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വൽ 1-to-1 കൗൺസിലിംഗിലേക്ക് മൂവ് ചെയ്യാം എൻഡ് ഓഫ് ദ സെഷൻ. ഓക്കെ. ആൻഡ് വൺ മോർ തിങ് വിച്ച് ഐ വുഡ് ജസ്റ്റ് ലൈക്ക് ടു കണ്ടിന്യൂ. ആക്ച്വലി കെയർ ഗിവർ വിസയുടെ കേസ് ചോദിച്ചിരുന്നു. കെയർ ഗിവർ വിസ ഫോർ ദ ടൈം ബീങ് ഇറ്റ് ഈസ് ഓൾവേസ് ഗുഡ്. നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ കൺട്രി വിട്ട് പോകണം, നമുക്ക് അത്യാവശ്യം നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ. ബട്ട് നോട്ട് ഓൾവേസ്. കാരണം നമ്മൾ ഈ കെയർ ഗിവറായിട്ട് നിൽക്കുന്ന ആ ഒരു ഡ്യൂറേഷൻ്റെ എക്സ്പീരിയൻസ് നമ്മളിപ്പോൾ ഫ്യൂച്ചറിൽ ഒരു സെറ്റിൽമെൻറ്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി എല്ലാവർക്കും അറിയാം കാനഡയാണ് ഇപ്പോഴത്തെ ടോപ്പ് ഇമിഗ്രേറ്റിംഗ് കൺട്രി അല്ലേ? അപ്പോൾ നമ്മൾ ഫ്യൂച്ചറിലേക്ക് വീണ്ടും നമ്മൾ ടേൺ അപ്പ് ചെയ്യുന്നത് ഒരു പക്ഷേ ഒരു സെറ്റിൽമെൻ്റ് ആണ് നമ്മുടെ പ്ലാനെങ്കിൽ വിൽ ബി കമ്മിങ് ബാക്ക് ടു കാനഡ. സോ കാനഡയിലേക്കാണെങ്കിൽ പോലും നമ്മുടെ ഈ പറയുന്ന 2 വർഷം അല്ലെങ്കിൽ 3 വർഷം നമ്മളൊരു കെയർ ഗിവറായിട്ട് വർക്ക് ചെയ്യുന്ന വിസ അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് അവിടെ അക്കൗണ്ട് ചെയ്യില്ല. ഓക്കെ. ബിക്കോസ് കാനഡയിലേക്ക് നമ്മൾ മൂവ് ചെയ്യുമ്പം ഇമിഗ്രേഷൻ്റെ പാർട്ട് വരുമ്പോൾ ഞാനത് ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞുതരാം. അവിടെ നമ്മുടെ പ്രൊഫൈൽ അവർ ഇവാലുവേറ്റ് ചെയ്യുന്നത് നാഷണൽ ഒക്കുപ്പേഷൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഗ്രിഡിലാണ്. ദാറ്റ് ഈസ് എ ഗ്രിഡ് വെയർ യുവർ ഒക്കുപ്പേഷൻ ലെവൽ ഇസ് ക്ലാസിഫൈഡ്. അവിടെ O, A, B എന്ന ലെവൽസിലേക്ക് വരും, വിച്ച് വിൽ ബി ഡിസ്കസ്ഡ് ഇൻ ദ എൻഡ് ഓഫ് ദ പാർട്ട്. സോ അതിലേക്ക് വരുമ്പം ദിസ് കംസ് അണ്ടർ ദ C ലെവൽ വിച്ച് ഇസ് എ ടെക്നിക്കൽ ട്രേഡ് ലെവലിലേക്കാണ് വരുന്നത്, വിച്ച് വിൽ നോട്ട് ബി അക്കൗണ്ടഡ്. ഓക്കെ. സോ വെൻ യു പ്ലാൻ ഫോർ യുവർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു വർക്ക് പെർമിറ്റ് ഓപ്ഷൻസ് ഒക്കെ പ്ലാൻ ചെയ്യുമ്പം ജസ്റ്റ് മേക്ക് ഷുവർ ലൈക്ക് വാട്ട് ഇസ് യുവർ ഫ്യൂച്ചർ പ്ലാൻ. അതിനെ ബേസ് ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. കാരണം 1 വർഷമാണെങ്കിൽ എന്ന് പറഞ്ഞാലും നമുക്ക് ആ ഒരു വർഷം സോളിഡാണ് അല്ലേ? നമുക്ക് ആ 1 വർഷം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ പ്രോഫിറ്റിന് വേണ്ടി മാത്രമല്ല. അപ്പം നമ്മളതിൻ്റെ എല്ലാ വശങ്ങളും നോക്കി കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുക. ഫൈൻ. Now we'll just start with Canada study and gradually we'll come to permanent residency or settlement. സോ ഇവിടെ ഇരിക്കുന്നതിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സാറ് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഒരു 80% ആൾക്കാരും കാനഡ സ്റ്റഡീസാണ് ഓപ്റ്റ് ചെയ്യുന്നത് അല്ലേ? വൈ പെർട്ടിക്കുലർലി കാനഡ സ്റ്റഡീസ്? എന്തെങ്കിലും ഒരു എയിം നമുക്ക് കാണുമല്ലോ ഒരു കൺട്രി ചൂസ് ചെയ്യുമ്പം. Can you just tell me like എന്തുകൊണ്ട് കാനഡ ഒരു ഓപ്ഷനായിട്ട് എടുത്തു? Just a comfort zone ആണ്, nothing like that. See, ആരുടെ ഒരു ideas share ചെയ്യുന്നു. പെട്ടെന്ന് PR കിട്ടാൻ. Exactly. Good. What about you? Permanent residency. So anyone else with another opinion? എന്തുകൊണ്ട് കാനഡ ചൂസ് ചെയ്യുന്നു എന്നുള്ളത്? PR തന്നെയാണോ എല്ലാവരുടെയും ഒരു ഫ്യൂച്ചർ പ്ലാൻ വരുന്നത്? അതുകൊണ്ട് തന്നെയാണോ അല്ലേ നമ്മൾ കാനഡ സ്റ്റഡീസ് എടുക്കുന്നത്? സോ UK നമ്മളിപ്പോൾ സംസാരിച്ചിടത്തോളം മനസ്സിലായത് നമ്മുടെ സർട്ടിഫിക്കേഷൻ നമ്മൾ ഗ്ലോബലി എവിടെ കൊണ്ടുപോയാലും ഇറ്റ്സ് ആക്സെപ്റ്റഡ്, നമുക്ക് റെക്കഗ്നൈസേഷൻ ഉള്ളതാണ്, ടോപ്പ് റാങ്കിങ് യൂണിവേഴ്സിറ്റീസ് ഉള്ളൊരു കൺട്രിയാണ്. ബട്ട് ഇറ്റ് ഹാവ് സം ലിമിറ്റേഷൻസ് ടു എക്സ്റ്റെൻഡ് ടു പെർമനൻറ്റ് റെസിഡൻസി അല്ലേ? നമുക്ക് UK യിലേക്ക് പെർമനൻറ്റ് റെസിഡൻസി കിട്ടുന്നത് അത്ര ഈസി അല്ല. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം കാനഡ ഇസ് എ ബെസ്റ്റ് ചോയ്സ്. അപ്പം നമ്മൾ കാനഡയിലേക്ക് ആണെങ്കിൽ പോലും ഒരു കോഴ്സ് ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നത് നമ്മുടെ റെസിഡൻസിയെ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ദി പ്രീവിയസ് പ്ലാനിങ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് പുറകേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ എടുക്കുന്ന കോഴ്സ് ഫ്രം ദ സ്റ്റാർട്ട് വി ഷുഡ് ബി പ്രിപ്പയർഡ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. നമുക്കിപ്പോൾ കോഴ്സ് ഓപ്ഷൻസ് പല ലെവലിലുണ്ട്. ഡിപ്ലോമ തുടങ്ങി കോഴ്സ് ഓപ്ഷൻസ് ഉണ്ട്. ബട്ട് വാട്ട് ഇഫ് യു ആർ എ ബാച്ചിലേഴ്സ് ഹോൾഡർ ആൻഡ് ടു ഗെറ്റ് എ വിസ നമുക്കൊരു ഡിപ്ലോമ കോഴ്സ് ഈസി ആണെന്നൊരു കൺസൾട്ടൻറ്റ്, ഐ എം ജസ്റ്റ് സീയിങ് എക്സ്, ആരെയും ഞാൻ കമ്പയർ ചെയ്യുന്നില്ല, ഒരു കൺസൾട്ടൻറ്റ് പറയുവാണ് നിങ്ങൾക്ക് ഡിപ്ലോമ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് PR ലേക്ക് നിങ്ങൾക്ക് കിട്ടും, എക്സ്റ്റൻഷൻ കിട്ടും എന്ന് പറയുവാണെങ്കിൽ വുഡ് യു പ്രിഫർ ദാറ്റ് ഇൻ ദ ഫസ്റ്റ് സെറ്റ് ഓർ ലൈക്ക് നിങ്ങൾ അതിനെ ഒന്നും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് തിരക്കാനായിട്ടോ അന്വേഷിക്കാനായിട്ടോ അതിൻ്റെ കാര്യങ്ങൾ നോക്കൂ? വൈ? സി, ആൻ എക്സ്പേർട്ട് കൺസൾട്ടൻറ്റ് is saying you ഡിപ്ലോമ ലെവൽ ഇസ് ഫൈൻ, നമുക്ക് പെട്ടെന്ന് PR എടുക്കാം. You are a person who has completed your bachelor's അല്ലേ?
അപ്പം ഡിപ്ലോമ എന്ന് പറയുന്നത് നമുക്കതിലും താഴോട്ട് പോവുകയാണ്. നമ്മളെപ്പോഴും ഒരു കോഴ്സ് ചൂസ് ചെയ്യുമ്പം നമ്മുടെ പെർമനൻറ്റ് റെസിഡൻസി തന്നെ ആയിരിക്കണം നമ്മുടെ ഫോക്കസ്. സി ഓൺലി വിത്ത് ദാറ്റ് യു ആർ ഗോയിങ് ടു ഗെറ്റ് സെറ്റിൽഡ് ഇൻ എ പ്ലേസ്. ഓക്കെ, അപ്പം നമ്മുടെ ഒരു സെറ്റിൽമെൻറ്റ് ടാർഗറ്റ് ചെയ്യുമ്പം നമ്മൾ എന്താണോ എഡ്യൂക്കേഷൻ ലെവൽ നമ്മൾ ചെയ്തേക്കുന്നത് അതിനും ഹയർ തന്നെ ആയിരിക്കണം അടുത്ത കോഴ്സ് ഓപ്ഷൻ. വൺ തിങ്. സെക്കൻഡ് തിങ് വാട്ട് യു ഷുഡ് ടേക്ക് കെയർ ഇസ് ലൈക്ക്, പലർക്കും ഒരു കോൺസെപ്റ്റ് ഉണ്ട് ലൈക്ക് ഞാനിപ്പോൾ എൻജിനീയറിംഗ് ആണ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്, ബട്ട് മൈ നെക്സ്റ്റ് പ്ലാൻ ഇസ് ലൈക്ക് ടേക്കിംഗ് എ കോഴ്സ് ഇൻ സോഷ്യൽ വർക്ക്. എന്തുകൊണ്ടാണ്? സാധ്യത കൂടുതലാണ് കാനഡയിൽ. ഇസ് ദാറ്റ് ഓക്കെ? എന്തെങ്കിലും സിങ്ക് ഉണ്ടോ ഇത് തമ്മിൽ? ബട്ട് ചിലർ പറയും ഇല്ല കുഴപ്പമില്ല, എനിക്ക് ഈ കോഴ്സ് മതി, അവിടെ സാധ്യത കൂടുതലാണ്, ഐ ജസ്റ്റ് വോണ്ട് ടു ഗെറ്റ് എ PR. അപ്പം ഞാനൊരു കോഴ്സ് എടുത്തിട്ട് ഞാൻ അവിടെ എത്താം, എന്നിട്ട് ഞാൻ ബാക്കി എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തോളാം. വിൽ യു ഗെറ്റ് എ വിസ അപ്രൂവൽ? നെവർ. കാരണം നമ്മുടെ എഡ്യൂക്കേഷനോ നമ്മുടെ എക്സ്പീരിയൻസോ കണക്ട് ചെയ്തല്ലാത്ത ഒരു കോഴ്സ് ഒരിക്കലും നമ്മുടെ എംബസിയിലോട്ട് നമ്മുടെ ഫയൽ പോകുന്ന സമയത്ത് ഓഫീസേഴ്സ് ആക്സെപ്റ്റ് ചെയ്യില്ല. യു വിൽ ഗെറ്റ് ആൻ ഓഫർ ലെറ്റർ. ഓഫർ ലെറ്റർ ഉറപ്പായിട്ടും കിട്ടും, കാരണം കോളേജിന് ഇതുമായിട്ട് ഒരു കണക്ടിവിറ്റി ഇല്ല. കോളേജ് നിങ്ങൾക്ക് ചിലപ്പം ഓഫർ ലെറ്റർ തന്നേക്കും. ബട്ട് വാട്ട് നെക്സ്റ്റ്? നിങ്ങളുടെ ഒരു ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഈ സംഭവം അടുത്ത് പോകുന്നത് എംബസി ഓഫീസറിൻ്റെയിലേക്കാണ്, അതും നിങ്ങളുടെ വെരിഫിക്കേഷന് വേണ്ടി. വെൻ യു ഗോ ഫോർ എ വെരിഫിക്കേഷൻ അവിടെ ഇതിൻ്റെ ഒരു കണക്ടിവിറ്റി നോക്കുമ്പോൾ ഒരു കണക്ടിവിറ്റി ഇല്ല. സോ വിൽ ഗെറ്റ് എ ഡീസൻറ്റ് റിഫ്യൂസൽ. ഇത് വെച്ചിട്ട് പിന്നെ നമുക്കിനി റീട്രൈ ചെയ്യാൻ പറ്റുമോ? നോ. ജസ്റ്റ് ബിക്കോസ് നമ്മുടെ ഫയൽ അവർ റീചെക്ക് ചെയ്യുമ്പം അഗെയിൻ ദ വേ വാട്ട് യു ഹാവ് ചൂസൺ ഇൻ ദ ഫസ്റ്റ് പാർട്ട് ഇസ് നോട്ട് ജെനുവിൻ. ദിസ് വിൽ അഗെയിൻ ബി എ റീസൺ ഫോർ കണ്ടിന്യൂഡ് റിജക്ഷൻ. ബട്ട് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ ഇത് മൈഗ്രേഷനെ എഫക്റ്റ് ചെയ്യുന്നില്ല. ബട്ട് അഗെയിൻ ഓൺ ദ അതർ ഹാൻഡ് സ്റ്റഡീസ് എന്നൊരു ഫോക്കസ് തന്നെയാണ് വീണ്ടും വരുന്നതെങ്കിൽ ദാറ്റ് വിൽ ഡിസ്റ്റർബ് യുവർ പ്രൊഫൈൽ. അപ്പം ഇതാണ് നമ്മൾ കോഴ്സ് സെലക്ഷൻ, അതാണ് നമ്മുടെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ടത്. So one thing, it should be something higher to what you have taken. Second thing, it should have some relation with your education or experience. Now third thing, there are course options which is like for 1 year and 2 year. 1 year course എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 year stay back കിട്ടും. 2 year course ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ 3 year stay back കിട്ടും. What would you opt? എങ്ങനെ ഓപ്റ്റ് ചെയ്യും? So you said 2 years. Why did you take a 2 year plan? Okay, fine. What is your profile? You completed your +2 and your result is on? Everything completed, clear. Okay, fine. So he is planning for a 2-year program. Now let me say there is one more option, +2 ആണ് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത്. There is one more option which is a 3-year program. Okay? Almost നമ്മുടെ ബാച്ചിലേഴ്സിന് ഇക്വലൻ്റ് ആണ് ഈ പറയുന്ന 3-year program. So he is in a plan to take a 2-year program. And what is your aim? Like getting a PR, നേരത്തെ പറഞ്ഞു അല്ലേ? ഒരു +2 കഴിയുന്ന ഒരു വ്യക്തി ഒരു 2-year പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ 3 years സ്റ്റേ ബാക്ക് കിട്ടുന്നുണ്ട്. 1 വർഷം കഴിയുമ്പോഴേക്കും നമുക്ക് വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് PR-ന് ആപ്ലിക്കേഷൻ ചെയ്യാം. അതല്ലേ ഒരു പ്ലാൻ. ബട്ട് ദർ ഈസ് വൺ മോർ റിസ്ക് എലമെൻറ്റ് ഇൻ ഇറ്റ്. എന്താണെന്ന് അറിയാമോ? ഓക്കെ, നമ്മളൊരു 2-year പ്രോഗ്രാം എടുക്കുന്നതും 3 years ബാച്ചിലേഴ്സ് പ്രോഗ്രാം എടുക്കുന്നതിനും രണ്ടിനും 2 ക്രെഡിറ്റ് പോയിൻറ്റ്സ് ആണ്. ഓക്കെ, സോ വെൻ യു ഗോ ഫോർ എ 2-year പ്രോഗ്രാം യു വിൽ ഹാവ് ടു വർക്ക് ദർ ഫോർ അറ്റ്ലീസ്റ്റ് 2 years. അതിനുശേഷം മാത്രമേ നമുക്ക് PR-ന് അപ്ലൈ ചെയ്യാനുള്ള ക്രെഡിബിലിറ്റി കിട്ടുള്ളൂ. അതേസമയം ഇഫ് യു ആർ ടേക്കിംഗ് എ 3-year പ്രോഗ്രാം, ഇഫ് യു ഗോ ഫോർ അറ്റ്ലീസ്റ്റ് 1 year വർക്ക് എക്സ്പീരിയൻസ് കഴിയുമ്പോഴേക്കും PR-ന് എലിജിബിലിറ്റി കിട്ടും. ഗോട്ട് ദ ഡിഫറൻസ്? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എടുക്കുന്ന കോഴ്സിൻ്റെ ഒരു സെലക്ഷൻ ദാറ്റ് ഈസ് റിയലി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നമുക്ക് നോർമലി ഇതിൻ്റെ ഒരു ബാക്ക് എൻഡ് ഉണ്ടല്ലേ, നമ്മുടെ ഫിനാൻസ് പാർട്ട് ഭയങ്കര കൺസേൺ ഉള്ളൊരു സംഭവമാണ്. ഒരു വർഷം പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രേ കോസ്റ്റ് വരുന്നുള്ളൂ, അതേ ഇത് 3 വർഷത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ കോസ്റ്റ് ഇസ് ട്രിപ്പിളിങ്. ഈ ഒരു കൺസേൺ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻസ് ഫിനാൻഷ്യലി നമുക്ക് എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്നുള്ള കുറച്ച് ടിപ്സും കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിപ്പോൾ ക്ലിയർ അല്ലേ? നമ്മൾ കോഴ്സ് എടുക്കുമ്പം 1 വിൽ ഹാവ് ടു ഫൈൻഡ് ദ ക്രെഡിബിലിറ്റി. 2 ദി കോഴ്സ് ഷുഡ് ബി ഹയർ ടു വാട്ട് യു ഹാവ് ടേക്കൺ. തേർഡ് തിങ് ഇസ് ലൈക്ക് ചെക്ക് ഇൻ ടു ദി പോസിബിലിറ്റീസ് ടു പെർമനൻറ്റ് റെസിഡൻസി. 3 കാര്യങ്ങളാണ് നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്. നൗ വാട്ട് ടൈപ്പ് ഓഫ് കോഴ്സസ്? ഡിപ്ലോമ ലെവൽ കോഴ്സസ് ഉണ്ട് കാനഡയിൽ, പോസ്റ്റ് ഡിപ്ലോമ ലെവലുണ്ട്, അഡ്വാൻസ്ഡ് ലെവലുണ്ട്. പോസ്റ്റ് ഡിപ്ലോമ അഡ്വാൻസ്ഡ് കോഴ്സസ് ഒക്കെ ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ടുള്ളവർ എടുക്കുന്നതാണ്. ഡിപ്ലോമ ലെവൽ കോഴ്സസ് ഡിപ്ലോമ കഴിഞ്ഞിട്ട് വീണ്ടും നമുക്കൊരു സെക്കൻഡ് ഡിപ്ലോമയോ പോസ്റ്റ് ഡിപ്ലോമയോ എടുക്കാം. ഓക്കെ, ഇനി ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ടുള്ളവർക്കാണെങ്കിൽ നമുക്ക് വീണ്ടും പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം എടുക്കാം. ഇറ്റ് ഈസ് ഇക്വലൻ്റ് ടു അവർ PG പ്രോഗ്രാം. നമ്മുടെ PGക്ക് ഇക്വലൻ്റ് ആണ്. മാസ്റ്റേഴ്സ് ലെവൽ എടുക്കാം.
ഇത്രയും കോഴ്സ് ഓപ്ഷൻസ് ആണ് നമുക്ക് കാനഡയിൽ വരുന്നത്. ഇത് നമുക്ക് 1 year പ്രോഗ്രാം ഉണ്ട്, 2 year പ്രോഗ്രാം ഉണ്ട്. ബാച്ചിലേഴ്സ് ആണ് 3 year പ്രോഗ്രാം വരുന്നത്. അതായത് +2 കഴിഞ്ഞിട്ട് ഇപ്പോൾ കുട്ടികൾ ഡയറക്റ്റ് സ്റ്റഡീസിന് പോവുകയാണെങ്കിൽ 3 year പ്രോഗ്രാം ഓപ്ഷൻസ് ഉണ്ട്. ക്ലിയർ അല്ലേ? ഇനി ഇതിലേക്ക് UK പോലെ എക്സെപ്ഷൻസ് ഒന്നും ഇല്ല. IELTS മസ്റ്റാണ്. നമ്മളൊരു ബാച്ചിലേഴ്സ് പ്രോഗ്രാം വരെ എടുക്കുകയാണെങ്കിൽ, ഒരു PG സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം വരെ എടുക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്കൊരു 6 ഫോർ ഈച്ച് ബാൻഡും ഓവറോൾ 6.5 റിക്വയർഡ് ആണ്. ഓക്കെ, നോർമൽ ബേസിസിൽ. കുറച്ച് എക്സെപ്ഷൻ കേസസ് സപ്പോർട്ട് ചെയ്യുന്ന കോളേജസ് ഉണ്ട്. ആ ഒരു ലിസ്റ്റ് എന്തുകൊണ്ട് അവർ അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഇസ് നിയർലി 100+ യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ് ഇൻ കാനഡ. അപ്പോൾ നോർമൽ ഫ്രെയിം നമ്മൾ നോക്കുമ്പോൾ ഓവറോൾ 6.5 ഇൻഡിവിജ്വൽ ബാൻഡ് 6 മാൻഡേറ്റ് ആണ്. ബട്ട് ദർ ആർ സം റീജിയണൽ കോളേജസ്, റീജിയണൽ ഏരിയയിലോട്ടുള്ള കോളേജസ് ഉണ്ട് വിച്ച് ഇസ് സപ്പോർട്ടിങ് ഫയൽസ് ഹൂ ഈസ് ഹാവിങ് ലോ IELTS സ്കോർ ഓർ കുറച്ച് ബാക്ക്ലോഗ്സ് കൂടുതലാണ്, അങ്ങനെയുള്ള കൺസേൺ ഉള്ള ഫയൽസിനെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? വൈ കാനഡ ഇസ് അക്സെപ്റ്റിംഗ് എവറിത്തിങ്, അല്ലെങ്കിൽ കുറച്ച് ഫ്ലെക്സിബിലിറ്റീസ് എന്തുകൊണ്ട് നമുക്ക് തരുന്നു? വാട്ട്സ് എ റീസൺ? പ്ലീസ് ബി ഓപ്പൺ. എക്സാക്ട്ലി, പോപ്പുലേഷൻ കുറവാണ്, ദേ നീഡ് മോർ പീപ്പിൾ അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഇമിഗ്രേഷനും ഇത്രയും ഫുൾ ഫ്ലെഡ്ജിൽ അവർ വർക്ക്ഔട്ട് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഓൺലി റീസൺ വൈ റീജിയണൽ കോളേജസ് വിച്ച് ഇസ് ഇൻ ടു ദി ഇൻറ്റീരിയർ ഓർ മേ ബി റീജിയണൽ ഏരിയ. ഇൻറ്റീരിയർ എന്ന് ഞാൻ പറയില്ല, നമുക്ക് ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ ഈ ഒത്തിരി ഉള്ളിലോട്ടാണോ എന്നുള്ളൊരു കൺസേൺ വരും. ഇറ്റ് ഇസ് നോട്ട് ടു ഇൻറ്റീരിയർ ബട്ട് ദ റീജിയണൽ ഏരിയാസ്. ഇവിടെ നമ്മൾ സ്റ്റേറ്റ്സ് പറയുന്നതിനെയാണ് അവിടെ പ്രൊവിൻസ് എന്ന് പറയുന്നത് കാനഡയിൽ. അതുപോലെ ഇവിടെ ഡിസ്ട്രിക്ട്സ് എന്ന് പറയുന്നതിനാണ് അവർ റീജിയണൽ ഏരിയ എന്ന് പറയുന്നത്. സോ ഈ റീജിയണൽ ഏരിയാസിലുള്ള കോളേജസിലേക്ക് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ച് എക്സെപ്ഷൻ ഉള്ള ഫയൽസ് ഒക്കെ അവർ അക്സെപ്റ്റ് ചെയ്യും. ആൻഡ് ദ പോസിബിലിറ്റി ടു ഗെറ്റ് പെർമനൻറ്റ് റെസിഡൻസി ഈസ് ഓൾസോ ടു ഹൈ. അതിന് ഏറ്റവും ടോപ്പ് എക്സാമ്പിളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അൽഗോമ കോളേജ്. അൽഗോമയ്ക്കുള്ള ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 6 ബേസ് ഇൻഡിവിജ്വൽ IELTS സ്കോർ വെച്ചിട്ടാണെങ്കിലും ഓവറോൾ 6 ആണെങ്കിലും ദേ ആക്സെപ്റ്റ്. ബാക്ക്ലോഗ്സ് നമുക്കൊരു ആവറേജ് ലൈൻ ഉണ്ട്, അതിന് മേലെ ആണെങ്കിലും ചില കേസസ് ഇൻഡിവിജ്വൽ കേസസ് ആണ്, എല്ലാ പ്രൊഫൈലും ഇൻഡിവിജ്വൽ കേസസ് ആണ്. ബട്ട് ദർ ആർ ചാൻസസ് വിച്ച് വി ക്യാൻ വർക്ക് ഔട്ട്. Conestoga College. There are some colleges which we can point out. So there are possibilities. Individually, നമ്മൾ counseling time, if you have some concerns regarding your files, we'll discuss and we'll check out the college options. Clear? Then IELTSന്റെ കേസ് അങ്ങനെയാണ് വരുന്നത്. Next is the intake. We have 3 intakes for Canada: Jan, May and September. സോ ഇതിൽ ജാൻ ഇൻടേക്കും സെപ്റ്റംബർ ഇൻടേക്കും കുറച്ച് വൈഡാണ്. അതിൽ ഏറ്റവും വൈഡായിട്ട് വരുന്നതാണ് സെപ്റ്റംബർ ഇൻടേക്ക്. ബിക്കോസ് ലോട്ട് മെനി കോളേജസ് വിൽ ബി ഓപ്പൺ അറ്റ് ദാറ്റ് ടൈം. കോഴ്സ് ഓപ്ഷൻസ് കൂടുതലാണ്, നമുക്ക് പോസിബിലിറ്റി ഹൈ ആണ്. പീക്ക് ഇൻടേക്ക് എന്ന് പറയുന്നത് സെപ്റ്റംബറാണ്. മെയ് കുറച്ച് ഷോർട്ട് ഇൻടേക്കാണ്, മിഡിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്പണിംഗ് അവൈലബിലിറ്റീസ് കോളേജസ് കുറവാണ്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ബിഫോർ കമ്മിങ് ടു ദ അഡ്മിഷൻ പ്രോസസ്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ ഒന്നും കൂടെ ഒന്ന് റിട്ടേൺ ചെയ്യട്ടെ. ദി ഓപ്ഷൻസ് വാട്ട് യു പ്ലാൻ ഫോർ. വെൻ വി ചൂസ് ദ ഓപ്ഷൻസ്, പെർട്ടിക്കുലർലി നമുക്കിപ്പോൾ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? പെർമനൻറ്റ് റെസിഡൻസി അല്ലേ? അപ്പം നമ്മുടെ ഫയൽസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം ഡെഫിനറ്റ്ലി റിക്വയർമെൻറ്റ്സ് നോക്കി തന്നെ പ്രിപ്പയർ ചെയ്യുക. ഇനി നമ്മുടെ ഫയൽസിൻ്റെ ഒരു ലെവൽ, ഇപ്പോൾ വിസ ഓപ്ഷൻസ് ഞാൻ ഇവിടെ 2 മെൻഷൻ ചെയ്തിട്ടുണ്ട്: സ്റ്റുഡൻറ്റ് ഡയറക്റ്റ് സ്കീമും ജനറൽ സ്കീമും. വൈ പെർട്ടിക്കുലർലി 2 schemes? എനി ഐഡിയ? ഇതിനെപ്പറ്റി എന്തെങ്കിലും സർഫ് ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറയാമോ? വാട്ട് ഈസ് സ്റ്റുഡൻറ്റ് ഡയറക്റ്റ് സ്കീം ആൻഡ് ജനറൽ സ്കീം? എനിവൺ? കം അപ്പ്. അറിയാവോ? ഓക്കെ, സോ ഐ ജസ്റ്റ് ഡീറ്റെയിൽ യു. നമ്മൾ നോർമലി ഒരു ഫയൽ പ്രിപ്പയർ ചെയ്യുമ്പം ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ ടേക്കപ്പ് ചെയ്യണം. നമ്മൾ കുറേ കാര്യങ്ങൾ നോക്കിയാണ് ഫയൽ പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിച്ചു. അപ്പോൾ അതിൽ കുറച്ച് എക്സെപ്ഷണൽ ഫയൽസ് ഉണ്ടാവും അല്ലേ? റിസ്കി ഫയൽസ് ഉണ്ടാവും, പെർഫെക്റ്റ് ഫയൽസ് ഉണ്ടാവും. ചിലപ്പം +2 കറക്റ്റ് ടൈമിൽ നിയർലി ഒരു 50 to 55% എബവ് ഉള്ള ഫയൽസ് ആയിരിക്കും. ബാച്ചിലേഴ്സും അതുപോലെ ഹയർ ആയിട്ടുള്ള സ്കോഴ്സ് ഉള്ള പ്രൊഫൈലായിരിക്കും. IELTS നമുക്ക് ഓവറോൾ 6.5 ഇൻഡിവിജ്വൽ ബാൻഡ് 6 ഒക്കെ ഉള്ളൊരു ഫയലായിരിക്കും. സോ അത്യാവശ്യം നമ്മുടെ റിക്വയർമെൻറ്റ്സ് നല്ല രീതിക്ക് മീറ്റ് ചെയ്യുന്ന ഒരു ഫയലിനെയാണ് നമ്മൾ എക്സാക്റ്റ് ഫയൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോളിഡ് ഫയൽ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഫയൽസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ സെലക്ഷൻ മാറ്റേഴ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് കംഫർട്ടബിൾ ആവും. ഈ സെലക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എന്താണ്? നമ്മുടെ കോഴ്സ് സെലക്ഷനും എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് എംബസി ഓഫീസറിൻ്റെ നിന്ന് അപ്രൂവൽ കിട്ടാൻ ഈസിയാണ്. അങ്ങനെയുള്ളൊരു പെർഫെക്റ്റ് ഫയൽ പോകുന്നൊരു സിസ്റ്റമാണ് സ്റ്റുഡൻറ്റ് ഡയറക്റ്റ് സ്കീം. നോ റിസ്ക്, ഹാസൽ ഫ്രീ പ്രോസസ്സിങ്. ഇനി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഇച്ചിരി ബാക്ക്ലോഗ്സ് കൂടുതലാണ്, ബട്ട് അത് കോളേജും ആക്സെപ്റ്റ് ചെയ്യാൻ വില്ലിങ് ആണ്.
IELTSൻ്റെ സ്കോർ കുറച്ച് വേരിയേഷൻസ് ഉണ്ട്, അതും കോളേജ് ആക്സെപ്റ്റ് ചെയ്യാൻ വില്ലിംഗ് ആണ്. അങ്ങനെയുള്ള ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കുറച്ച് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന കോളേജസ് ഉണ്ട്. അങ്ങനെയുള്ള കോളേജസ് നമ്മുടെ ഫയൽ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എംബസി ഓഫീസർ നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യും. ഇവാലുവേറ്റ് ചെയ്യുമ്പം അവർ നോക്കുന്ന കാര്യം എത്രയേ ഉള്ളൂ, ഇസ് ദ ഫയൽ അക്സെപ്റ്റബിൾ ഫോർ ദി യൂണിവേഴ്സിറ്റി ഓർ ദി കോളേജ്. അവർക്ക് ഓക്കെ ആണെങ്കിൽ ഫൈൻ, ദേ ആർ റെഡി ടു പ്രൊസീഡ് വിത്ത് ഇറ്റ്. ബിക്കോസ് നമുക്കൊരു ഇച്ചിരി ബാക്ക്ലോഗ്സ് വന്നു അല്ലെങ്കിൽ നമ്മുടെ പെർസെൻറ്റേജ് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സ്റ്റഡീസിന് എലിജിബിൾ അല്ല എന്നല്ല. വി ഹാഡ് സം കൺസേൺസ്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ നമ്മുടെ ഫയലിനൊരു ഡ്രോബാക്ക് വന്നത്. സോ ഇത് റെക്ടിഫൈ ചെയ്ത് കാനഡ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. സോ ദിസ് ഈസ് ഹൗ വിൽ ബി ഫയലിംഗ് അണ്ടർ ദ ജനറൽ സ്കീം. ഓക്കെ, SDS. സോ ഓൾ ദ തിങ് വാട്ട് എവർ വി സേ, നിങ്ങൾക്ക് ഇതെല്ലാം കാനഡ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എൻറ്റർ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, so all these things when you go through you'll get a clear picture of like what is student direct scheme, what is general scheme, idellam oru clear picture ningu kittum. Okay, so this is about student direct stream. So student direct scheme നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫയൽസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി see this is about the student direct stream. Okay, so it's just explained like it's an expedited study permit processing program for those who are applying to study in Canada at a post-secondary designated level of institution. Okay, it is available to legal residents who are residing in so and so country. നമ്മുടെ കൺട്രി ഇവിടെ വരുന്നുണ്ട് അല്ലേ. ഒഫീഷ്യലി കാനഡ ഗവൺമെൻറ് നമ്മുടെ കൺട്രിയെ സ്റ്റഡിക്ക് അപ്രൂവ് ചെയ്യുന്നുണ്ട് SDS ത്രൂ. ഇനി ഇതിൻ്റെ പോലെ തന്നെയാണ് ജനറൽ സ്കീമും വരുന്നത്. കുറച്ച് ലിമിറ്റേഷൻസ് ഉള്ള ഫയലാണെങ്കിൽ പോലും കൺട്രി ഈസ് അക്സെപ്റ്റിംഗ്. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് സ്റ്റുഡൻറ്റ് ഡയറക്റ്റ് സ്കീം. സോ വി ഗെറ്റ് ഓൾ ദി ബെനിഫിറ്റ്സ്. എന്തുകൊണ്ടാണ് ഈ സ്റ്റുഡൻറ്റ് ഡയറക്റ്റ് സ്കീമോ അല്ലെങ്കിൽ ജനറൽ സ്കീമോ ത്രൂ നമ്മുടെ ഫയൽ മുന്നോട്ട് നീക്കുന്നത്? വി ഷുഡ് ഗെറ്റ് ഓൾ ദ ബെനിഫിറ്റ്സ് അല്ലേ. സോ വി ഷുഡ് കം ബാക്ക് വിത്ത് ഓൾ ദ ബെനിഫിറ്റ്സ്. ലാസ്റ്റ് നമ്മൾ ഫൈനലി പോകുമ്പോൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? പെർമനൻറ്റ് റെസിഡൻസി തന്നെയാണ് അൾട്ടിമേറ്റ് എയിം. അതിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു എൻഡ് റിസൾട്ട്. അപ്പം അതിലേക്ക് എത്താനുള്ള എല്ലാ അനുമതികളും ഗവൺമെൻറ് നിങ്ങൾക്ക് തരുന്നു, അതിൻ്റെ പ്രോപ്പർ ട്രാക്കിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. Now we'll just look into the eligibility procedures അല്ലേ. നോർമലി നമ്മൾ കാനഡയിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫയൽ പ്രിപ്പയർ ചെയ്യാൻ ഡിസൈഡ് ചെയ്തു, നല്ലൊരു കോഴ്സ് ഓപ്ഷൻ എടുത്തു, നമ്മുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് റിലേറ്റഡ് ഒരു കോഴ്സ് ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്തു. ഇനി ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് അറിയണം അല്ലേ. എലിജിബിലിറ്റി നമ്മൾ നോക്കി, കോഴ്സ് കൺഫർമേഷൻ നമുക്ക് അറിയാമെങ്കിൽ എല്ലാ കാര്യവും നമുക്ക് നേരിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അറിയാമെങ്കിൽ എന്നുള്ളതിന് വീണ്ടും ഒരു ക്ലോസ് ആഡ് ചെയ്യട്ടെ. ഇതിൻ്റെ എല്ലാ നിയമവശങ്ങളും എല്ലാ പ്രൊസീജിയേഴ്സും ഗവൺമെൻറ്റുമായിട്ടുള്ള ലൈഗേഷൻസ് എല്ലാം നിങ്ങൾക്ക് പക്ക ചെയ്യാൻ അറിയാമെങ്കിൽ മാത്രം. ബിക്കോസ് ദിസ് ഈസ് എ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ വൺ കൺട്രി ടു അനദർ കൺട്രി. ഇഫ് എനിത്തിങ് ഗോസ് റോങ് നിങ്ങളുടെ ഫയൽ അവിടെ സ്റ്റാഗ്നേറ്റ് ആവും. So when you do something, if you're pretty confident, you go with it. But provided just make sure that I'm confident with this. If not, please take the support from an expert consultant. Because we don't charge anything for that. കാരണം ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു കോഴ്സ് കൺഫർമേഷൻ ആണ്. ഇതിൻ്റെ ബാക്കി സ്റ്റെപ്സ് വരുന്നുണ്ട്. അറ്റ് ദാറ്റ് പോയിന്റ് അഗെയിൻ വി ആർ ഗെറ്റിംഗ് ഇൻ ടു എ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ്. ബട്ട് ഇനീഷ്യലി യു ഷുഡ് ഗെറ്റ് ആൻ ഓപ്ഷൻ അല്ലേ. നമുക്ക് പോകാനൊരു വഴി വരണം. അത് നമ്മളൊന്ന് ക്ലിയർ ആക്കിയാൽ മാത്രമേ ഉള്ളൂ മുന്നോട്ടുള്ള കാര്യങ്ങൾ നടക്കുക. സോ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഡെഫിനറ്റ്ലി ഒരു കോഴ്സ് കൺഫർമേഷൻ തന്നെയാണ്. അപ്പോൾ അത് നേരത്തെ പറഞ്ഞതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണോ, പോസ്റ്റ് ഡിപ്ലോമ ആണോ, അഡ്വാൻസ്ഡ് പ്രോഗ്രാം ആണോ, എന്താണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഫൈനൽ ചെയ്യണം. ഇനി ഈ ഒരു സ്റ്റെപ്പിൽ ഞാനൊരു കാര്യം കൂടെ കണക്ട് ചെയ്യാം. ഇതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരുണ്ടാവാം, നോൺ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരുണ്ടാവും അല്ലേ. കാനഡ ഓപ്റ്റ് ചെയ്യുന്ന ആരെങ്കിലും ലൈക്ക് ഒരു മാസ്റ്റേഴ്സ് ഹോൾഡ് ചെയ്യുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് കൈ റൈസ് ചെയ്യാമോ? മാസ്റ്റേഴ്സ് ഹോൾഡ് ചെയ്യുന്ന അത്യാവശ്യം ഒരു 2 to 3 years എക്സ്പീരിയൻസ് ഉള്ളൊരു കാൻഡിഡേറ്റ് ആരെങ്കിലും? എല്ലാവരും ഫ്രഷേഴ്സ് ആണോ? ഓക്കെ, താങ്ക് യു. എന്താ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്? MSW. വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ് ഓൺ? എത്ര വർഷമുണ്ട്? Can I have the mic please? Is someone having the mic? Yeah. ഒന്ന് പ്രൊഫൈൽ ഡീറ്റെയിൽ ചെയ്യാവോ? ഓക്കെ, MSW ആണ് കഴിഞ്ഞിട്ടുള്ളത്. സോറി, can I know your name please first? അഞ്ജു പ്രകാശ്. അഞ്ജു, താങ്ക് യു അഞ്ജു. ഓക്കെ, അതിനുശേഷം ഞാൻ സുരക്ഷാ പ്രൊജക്റ്റിൽ പ്രൊജക്ട് മാനേജറായിട്ടുണ്ടായിരുന്നു ഏകദേശം 1 വർഷത്തോളം. പിന്നെ സെൻറ്റ് ജോസഫ് ഇരിങ്ങാലക്കുടയിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് കയറി ചെയ്ത്. അപ്പോൾ ഇതിപ്പം ആ ജോലിയിലാണ് ഉള്ളത്. സെക്കൻഡ് ഇയർ ആണോ?
second. Okay, so you're married, right? Okay, fine. She is having a profile of masters plus or 2 years experience under. Why didn't you focus on direct permanent residency? എന്തുകൊണ്ട് അത് ചൂസ് ചെയ്തില്ല? ഡയറക്റ്റ് റെസിഡൻസിക്ക് ഇപ്പോൾ എലിജിബിലിറ്റി ഉണ്ട്, എന്തുകൊണ്ട് അത് ചൂസ് ചെയ്തില്ല? അല്ല, അങ്ങനെ സ്റ്റുഡന്റ് വിസ തന്നെ വേണമെന്നില്ല, ഏതാ രണ്ട് ഓപ്ഷൻസ് നോക്കുന്നു. സോ ദർ ആർ സം കൺസേൺസ് ഗോയിങ് ഓൺ, ലൈക്ക് ഓക്കെ പാൻഡമിക് സിറ്റുവേഷൻ ആയിരുന്നു, നമുക്ക് പെർമനന്റ് റെസിഡൻസിക്ക് കുറച്ച് ഡിലേ കാര്യങ്ങളും ഉണ്ടായിരുന്നു. സോ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വിൽ ബി ഇൻറ്റൻഡഡ് ടു മൂവ് ഫാസ്റ്റ്, അല്ലേ? നമുക്ക് മറ്റൊരു കൺട്രി എളുപ്പം എത്തുക എന്നുള്ളൊരു ഇൻറ്റൻഷനും കൂടെ നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം എക്സ്പീരിയൻസ് ഉള്ള ഒരു ആപ്ലിക്കൻ്റ് ആണെങ്കിൽ ദേ ക്യാൻ ഗോ ഫോർ ആൻ ഓപ്ഷൻ വെയർ ദേ ക്യാൻ ചൂസ് ബോത്ത് ദ തിങ്സ് പാരലലി, അല്ലേ? കാരണം പെർമനൻറ്റ് റെസിഡൻസി തന്നെയാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. വൈ ഡോണ്ട് യു സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് യുവർ ഫയൽ ആൻഡ് ഓൾസോ ടേക്ക് അപ്പ് എ 1 year പ്രോഗ്രാം സോ ദാറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽ പാർട്ടും ബാലൻസ് ചെയ്യാം, പ്ലസ് വൺസ് യു കംപ്ലീറ്റ് യുവർ സ്റ്റഡി നമുക്ക് അതുമായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ പെർമനൻറ്റ് റെസിഡൻസിയും വിൽ ബി ഓൺ ട്രാക്ക്. അതേസമയം എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ, ഫ്രഷേഴ്സ്, someone who has completed their bachelor's, may I know your profile please? Mechanical. Okay. I came for my wife. Okay. She BSc. വൈഫ് BSc കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഇപ്പം USG ഗ്ലോബലിൽ വർക്ക് ചെയ്യുന്നു സോഫ്റ്റ്വെയർ ടെസ്റ്റർ ആയിട്ട്. ആളൊന്നും വന്നിട്ടില്ല, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വേണ്ടിയാണ് ഞാൻ ഫാദറും കൂടെ വന്ന്. ഞാൻ ആൾക്കൊരു 4 years ആയി. ഞാൻ BE മെക്കാനിക്കൽ, അത് കഴിഞ്ഞൊരു UK ഇന്റർനാഷണൽ കോഴ്സ് വെൽഡിംഗ് ഇൻസ്പെക്ടർ പറഞ്ഞു, ഗൾഫിലായിരുന്നു, ഒരു 3 years ടോട്ടൽ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം വൈഫിനെ വിട്ടിട്ട് പോകാനുള്ള പ്ലാനാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ സംതിങ് ഡിഫറെൻറ്റ് സിനാരിയോ, അല്ലേ? പുള്ളി ഫസ്റ്റ് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫ് ഒന്ന് പോയി അവിടെ നിന്ന് കാര്യങ്ങളൊന്ന് സെറ്റിൽ ആയിട്ട് ഹീസ് പ്ലാനിങ് ടു മൂവ് ബിക്കോസ് ഹീ ഈസ് ഹാവിങ് എ ജോബ് നൗ ആൻഡ് ഹീസ് കംഫർട്ടബിൾ വിത്ത് ദാറ്റ്. അതും ഒരു ഓപ്ഷനാണ്. അങ്ങനെ നോക്കുന്നെങ്കിലും പുള്ളിക്ക് ഡ്യുവൽ ആയിട്ടുള്ള ഓപ്ഷൻസ് വർക്ക്ഔട്ട് ചെയ്യാം. സമൺ ഹു ഇസ് ഫ്രഷർ, ബാച്ചിലേഴ്സ് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? യാ, ക്യാൻ ജസ്റ്റ് ഡീറ്റെയിൽ യുവർ പ്രൊഫൈൽ. ഞാനിപ്പോൾ BSc ഒപ്റ്റോമെട്രി കംപ്ലീറ്റ് ആക്കി, ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് ഇറങ്ങിയത്. ഷൈന സുലൈമാൻ. ഓക്കെ, അപ്പോൾ BSc ഒപ്റ്റോമെട്രി കംപ്ലീറ്റ് ചെയ്തതേ ഉള്ളൂ. ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ആക്കിയിട്ട് ജസ്റ്റ് വേക്കൻസിക്ക് വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയാണ്. സോ എന്തുകൊണ്ട് സ്റ്റഡീസ് ഒരു ഓപ്ഷൻ എടുത്തു? സ്റ്റഡീസ് എന്തായാലും എനിക്ക് എഡ്യൂക്കേഷൻ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ട്. മാസ്റ്റേഴ്സ് എടുത്ത് എന്തെങ്കിലും എൻ്റെ ഒരു ഫീൽഡിൽ പ്രോപ്പറായിട്ട് എന്തെങ്കിലും പഠിക്കണമെന്നുണ്ട്. ഓക്കെ, സോ ഷീ ഈസ് ഹാവിങ് എൻ ഐഡിയ അബൌട്ട് ലൈക്ക് ടേക്കിംഗ് എ ഹയർ സ്റ്റഡീസ് ഓപ്ഷൻ, അല്ലേ? ഹയർ സ്റ്റഡീസ് ഓപ്ഷൻ ആണ് പുള്ളിക്കാരിക്ക് കറക്റ്റ് ഓപ്ഷൻ. കാരണം ആളിന് എന്തായാലും PR ഡയറക്റ്റ് ചെയ്യാനുള്ള ഒരു എലിജിബിലിറ്റിയും കാര്യങ്ങളും മീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ജസ്റ്റ് ബാച്ചിലേഴ്സ് കഴിഞ്ഞ ഒരാളിനെ ഞാൻ എന്തുകൊണ്ട് തിരക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാച്ചിലേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നമുക്കൊരു PR റെസിഡൻസിയോ കാര്യത്തിനോ വേണ്ടിയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല. 1 വർഷം എക്സ്പീരിയൻസ് കൊണ്ടൊന്നും ഇറ്റ് ഈസ് നോട്ട് ഈസി. അപ്പോൾ നമ്മൾ അടുത്ത് എടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഗോ ഫോർ എ 2 year പ്രോഗ്രാം. ഓക്കെ, ഗോ ഫോർ എ 2 year പ്രോഗ്രാം, യു വിൽ ഗെറ്റ് 3 years സ്റ്റേ ബാക്ക്. ഓൾമോസ്റ്റ് അവിടെ ആ ഒരു 3 years സ്റ്റേ ബാക്ക്, പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് എന്നാണ് അതിനെ പറയുന്നത്. സോ ഈ ടൈമിൽ വൺ ഷീ സ്റ്റാർട്ട് വർക്കിംഗ് ആസ് എ ഒഫീഷ്യൽ പേഴ്സൺ, അതായത് കാനഡയുടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാഷണൽ ഒക്യുപ്പേഷൻ ക്ലാസിഫിക്കേഷൻ, ആ ഒരു ലെവലിൽ അവരുടെ ഡിമാൻഡ് ലിസ്റ്റിലുള്ള കാറ്റഗറീസിൽ ആൾ 1 വർഷം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഷീൽ ഗെറ്റ് എലിജിബിൾ ടു അപ്ലൈ ആസ് എ പെർമനൻറ്റ് റെസിഡൻറ്റ്. യു ആർ മാരീഡ് ഓർ സിംഗിൾ? സിംഗിൾ. ഇഫ് ഇറ്റ് ഈസ് എ മാരീഡ് പേഴ്സണൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ സ്പൗസിനും കൂടെ അക്കമ്പനി ചെയ്യാം. ആ 1 വർഷം സ്പൗസിന് അവിടെ സ്പൗസൽ വർക്ക് പെർമിറ്റിൽ വർക്ക് ചെയ്യാം. സോ ഓൺ വൈസ് വേഴ്സ, സ്പൗസ് ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യാണ്, സ്പൗസ് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി മിനിമം 4 years ബാച്ചിലേഴ്സ് ഡിഗ്രി മിനിമം ഹോൾഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കൻ്റ് ആണെങ്കിൽ ഈ 1 വർഷത്തെ എക്സ്പീരിയൻസും കൂടെ ആകുമ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് വിസയിൽ നമുക്ക് പ്രൊഫൈൽ മുന്നോട്ട് പ്രോസസ്സ് ചെയ്യാൻ എലിജിബിലിറ്റി മീറ്റ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് എ പ്രിപ്പറേഷൻ. ഇപ്പം മനസ്സിലായി, നമ്മൾ ജസ്റ്റ് ഒരു കോഴ്സ് എടുത്തു, ജസ്റ്റ് കാനഡ ചൂസ് ചെയ്ത് ഓടിപ്പോയിട്ട് കാര്യമില്ല. എന്താണ് നമ്മുടെ ഫ്യൂച്ചർ എന്ന് പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മൾ ഇതിൻ്റെ പരിപാടികളെല്ലാം തുടങ്ങാൻ. അപ്പം നമ്മൾ കോഴ്സ് കൺഫേം ചെയ്തു, ഇനി ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മുടെ കയ്യിലിരിക്കുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും നമുക്ക് സബ്മിറ്റ് ചെയ്യണം. പോയിട്ടും കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലേ? നമ്മുടെ കോളേജ് നമ്മൾ അപ്രൂവ് ചെയ്യണം. ഈ പറയുന്ന വ്യക്തിക്ക് ബാക്ക്ലോഗ്സ് ഉണ്ടായിരുന്നെങ്കിൽ എത്രയായിരുന്നു, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഫസ്റ്റ് ജസ്റ്റിഫൈ ചെയ്യണം. ഇനി ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് സ്റ്റേറ്റിംഗ് ദാറ്റ് ഇവർ പഠിച്ചിരുന്നു ഈ കോളേജിൽ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്, SOP. ഓക്കെ, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ഓഫ് SOP? എനിവൺ ഹാസ് എൻ ഐഡിയ? SOP ഒന്ന് എടുക്കൂ. വാട്ട് ഈസ് SOP? ആ വേർഡിൽ തന്നെ ഉണ്ടല്ലേ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്. എന്താണ് നമ്മൾ അവിടെ പഠിക്കാൻ പോകുന്നതിൻ്റെ ഉദ്ദേശം?
നിങ്ങൾ എന്തിനാണ് അവിടെ പഠിക്കാൻ പോകുന്നത്. ഫാക്ച്വലി ദേ നോ നിങ്ങൾ PR വേണ്ടിയിട്ട് തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. ബട്ട് വെൻ വി ഗോ ഫോർ എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് നമ്മളെവിടെ എന്താണ് മെൻഷൻ ചെയ്യുന്നത്? വി ആർ ഗോയിങ് ഫോർ ആൻ ഹയർ എഡ്യൂക്കേഷൻ അല്ലേ. നമ്മുടെ ഇൻറ്റൻഷൻ സ്റ്റഡീസ് തന്നെയാണെന്നാണ് നമ്മൾ ഗവൺമെൻറ്റിനോട് അതിനെപ്പറ്റിയൊരു ഡീറ്റെയിലിങ്ങിന് പോകുന്നത്. സോ ഇത് ക്ലിയർ ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്ന ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ടിനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് നോൺ ആസ് എ റിസർച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, so research statement or a letter of intent is returned to an admission panel and talks about a career path, your interest and professional contributions. നാളെ ഒരു സമയം അവിടെ എഡ്യൂക്കേഷൻ എടുത്തിട്ട് വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പ്ലാൻ, എന്താണ് നിങ്ങളുടെ ഗോൾ, നിങ്ങൾ നാട്ടിൽ വരുമോ, നിങ്ങളത് നിങ്ങളുടെ നാട്ടിലേക്ക് അത് പ്രയോജനപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ, ഓൾ ദീസ് തിങ്സ് ആർ ഡിസ്കസ്ഡ് അണ്ടർ ദി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്. ഇങ്ങനത്തെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യണം. അത് നമ്മുടെ ഓൺ വേർഡിങ്സിൽ നമ്മൾ ജസ്റ്റ് വെറുതെ പ്രിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല, അതും റിജക്ഷനിലേക്ക് തന്നെ ആയിരിക്കും ലീഡ് ചെയ്യുന്നത്. സോ ഫോർ ദാറ്റ് ഓൾസോ എഗെയിൻ യു നീഡ് ആൻ എക്സ്പേർട്ട് പേഴ്സണൽ സപ്പോർട്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ സ്വന്തമായിട്ട്, അതായത് നേരത്തെ ഞാൻ തുടക്കത്തിലേക്ക് കണക്ട് ചെയ്യുന്നത്, ഇതിൻ്റെ കുറേ നിയമവശങ്ങളുണ്ട്, ഇതിൻ്റെ കുറേ പ്രിപ്പറേഷൻ വർക്ക്സ് ഉണ്ട്, വിച്ച് വിൽ ഗൈഡ് യു ടു എ എക്സ്പേർട്ട് കൺസൾട്ടൻറ്റ് അഗെയിൻ. ഓക്കെ, slide. Now again, next we'll be going to the കോഴ്സ് ഓപ്ഷൻസ് അപ്രൂവൽ. അപ്രൂവൽ എന്ന് പറയുമ്പം നമ്മൾ വൺസ് നമ്മുടെ കോളേജ് നമ്മുടെ കോഴ്സ് ഓപ്ഷൻസ് അപ്രൂവ് ചെയ്തു, നമുക്കൊരു ഓഫർ ലെറ്റർ കിട്ടി. ദെൻ വൺസ് ഓഫർ ലെറ്റർ കിട്ടുന്ന സമയത്ത് ഇവിടെ നമുക്ക് IELTS ഇല്ലാതെ പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ? ഉണ്ട്. ചില കോളേജസ് കണ്ടീഷണൽ ഓഫർ ലെറ്റർ തരും. യു നോ വാട്ട് ഇസ് കണ്ടീഷണൽ ഓഫർ ലെറ്റർ? ദാറ്റ് ഈസ് എ ലെറ്റർ സ്റ്റേറ്റിംഗ് ദാറ്റ് യു ഹാവ് എ കണ്ടീഷൻ. ഓക്കെ, before you move with your fee payment or your confirmation, you can go with the rest of the things provided. Parallelly you will have to prepare your IELTS. Initially നിങ്ങൾക്ക് ഓഫർ ലെറ്ററിന് മൂവ് ചെയ്യാം, ആ ഒരു കോളേജ് നിങ്ങൾക്ക് ഓഫർ ലെറ്റർ പ്രൊവൈഡ് ചെയ്യും. ബട്ട് വിത്ത് ദ കണ്ടീഷൻ ദാറ്റ് യു വിൽ ഹാവ് ടു കംപ്ലീറ്റ് യുവർ IELTS ആൻഡ് സബ്മിറ്റ് ദി സ്കോർ കാർഡ്. അത് വളരെ ലിമിറ്റഡ് കോളേജസ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ, ജസ്റ്റ് ടു ഫിൽ അപ്പ് ദ ഇൻടേക്ക് പ്രോപ്പർലി ഇൻ എ പ്രോപ്പർ ട്രാക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള എക്സെപ്ഷൻസ് ഉണ്ട്. നിങ്ങളുടെ ഫയലിനെ ബേസ് ചെയ്ത് കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ആഡ് ഓൺ ചെയ്താണ് കോഴ്സ് സെലക്ട് ചെയ്യുന്നത്. ദെൻ ഓബ്വിയസ്ലി നമ്മൾ കോഴ്സിൻ്റെ കൺഫർമേഷൻ കാര്യങ്ങളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫീ ട്രാൻസ്ഫറിങ്ങിലേക്ക് പോകും. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ഫീയിലേക്ക് വരുമ്പം ഐ ജസ്റ്റ് ഗിവ് യു വൺ മോർ ഡീറ്റെയിൽ. കോളേജ് ഫീസ്, യെസ്, അത് അടുത്തൊരു സംഭവമാണ്. നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഫീസിൻ്റെ പരിപാടികൾ പ്ലാൻ ചെയ്യുന്നത്? ഫസ്റ്റ് ഡെഫിനറ്റ് പ്രിഫറൻസ് ഇസ് ലൈക്ക് എഡ്യൂക്കേഷൻ ലോൺ അല്ലേ. നമ്മുടെ എല്ലാവരുടെയും ഫസ്റ്റ് പ്രിഫറൻസ് എഡ്യൂക്കേഷൻ ലോണാണ്. ഐ വുഡ് ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ഫോർ ദാറ്റ്. നമ്മുടെ ഹാർഡ് ഏൺഡ് മണി ആണെങ്കിൽ നമ്മൾ ബോധേർഡ് ആണോ? പകുതി പേര് ബോധേർഡാണ്, പകുതിയോട് ബോധേർഡ് അല്ല അല്ലേ. അച്ഛനും അമ്മയൊക്കെ തരുന്ന പൈസയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പയ്യെ ഇതൊക്കെ തിരിച്ചു കൊടുത്താൽ മതി എന്നുള്ള ഒരു കംഫർട്ട് സോണിലായിരിക്കും. പക്ഷെ ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് നിങ്ങളെ പഠിക്കാൻ വിട്ടാൽ എങ്ങനെ ഇരിക്കും? അയ്യോ, തലയിലൊരു സംഭവം ഉണ്ട് അല്ലേ. ഇത് നമുക്ക് ഇങ്ങനെ നമ്മളെ റിമൈൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ബട്ട് ഐ വുഡ് സജസ്റ്റ് ബാങ്ക് ലോൺ. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് വരും അല്ലേ. നമ്മൾ തന്നെ നമ്മുടെ വഴി കണ്ടെത്തി നമ്മുടെ ലോൺ ക്ലിയർ ചെയ്ത് നമ്മുടെ ഒരു സ്റ്റഡീസ് നമ്മൾ ഗെയിൻ ചെയ്യുക. ഇതുകൊണ്ട് നമ്മുടെ പാരൻസിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവരെ നമ്മളൊരു പ്രൈഡിൽ എത്തിക്കുന്നുണ്ട് അല്ലേ. മക്കൾ അവർ സ്വന്തമായിട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ഏതൊരു അച്ഛനും അമ്മയ്ക്കും സന്തോഷമാണ് അല്ലേ സർ? ആയിരിക്കത്തില്ലേ? തീർച്ചയായിട്ടും. കാരണം ഏതൊരു പാരൻസും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്, മക്കൾ അവരുടെ കാലിൽ നിൽക്കണം എന്നുള്ളത്. So education loan is the best option. Now the next concern is like how education loan എടുത്താൽ നമുക്കിതൊക്കെ എങ്ങനെ പരിപാടി സെറ്റ് ആവും എന്നുള്ളൊരു കൺസേൺ ഉണ്ടാവും. നിങ്ങളുടെ കോഴ്സ് നിങ്ങൾ 1 വർഷം എടുത്താലും 2 വർഷം എടുത്താലും യു ഹാവ് ഓപ്ഷൻസ് ഫോർ പാർട്ട് ടൈം. സോ സ്റ്റഡീസിൻ്റെ ടൈമിൽ 20 hours ആണ് മിനിമം പാർട്ട് ടൈം ഓപ്ഷൻസ് വരുന്നത്. ഓക്കെ, ആൻഡ് വെക്കേഷൻ ഡേയ്സിൽ 40 hours നിങ്ങൾക്ക് പാർട്ട് ടൈം ഓപ്ഷൻസ് ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തെ കോഴ്സ് ആണെങ്കിൽ 12 മാസവും ചിലപ്പോൾ ക്ലാസ്സസ് ഉണ്ടാവും. അവിടെ ഇറ്റ് ഡിപ്പെൻഡ്സ്, സ്കൂൾ വൈസ് കോളേജ് വൈസ് അത് ഡിപ്പെൻഡ് ചെയ്യും. ഇറ്റ് മൈറ്റ് ബി ലൈക്ക് ഫോർ 9 months ഓർ മേ ബി 10 months. ബാക്കി 2 മാസം നമുക്ക് എന്തായാലും ബ്രേക്ക് കിട്ടും. ഈ ടൈം നിങ്ങൾക്ക് കംപ്ലീറ്റ് 40 hours വർക്ക് ചെയ്യാം. ഓക്കെ, സോ യു ആർ ഏർണിംഗ് ബാക്ക് അല്ലേ. നമ്മുടെ ഒരു എക്സ്പെൻസ് നമ്മൾ തന്നെ കണ്ടെത്തുവാണ്. ഇനി നമ്മുടെ ഒരു വർഷത്തെ കോഴ്സ് ചൂസ് ചെയ്താലും 2 വർഷത്തെ കോഴ്സ് ചൂസ് ചെയ്താലും അടുത്ത നമ്മൾ അലർട്ടുന്ന ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഫീസാണ്. നോർമലി ഒരു ഫീസിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു മിനിമം ഒരു വർഷത്തെ കോഴ്സ് നമ്മൾ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വിൽ ബി അറൌണ്ട് 10 to 12 lakhs. ഇറ്റ് വാസ് അറൌണ്ട് 8 to 10 lakhs, ബട്ട് ഇപ്പം CAD rate is on a higher side, 60 to 62 വരെ പോകുന്നുണ്ട്. സോ ഇറ്റ്സ് അറൌണ്ട് 10 to 12 lakhs. അപ്പോൾ നമ്മൾ 1 വർഷത്തെ പ്രോഗ്രാം എടുത്താലും 2 വർഷത്തെ പ്രോഗ്രാം എടുത്താലും ഇനീഷ്യലി
the fee which we'll be paying is for the first year. Okay? ഒരു വർഷം എടുത്താലും 2 വർഷം എടുത്താലും if you go for a 3-year course also, the first year fees should be paid. അതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യുന്ന ഒരു സംഭവമാണ് GIC. Any idea GIC? GIC? നിങ്ങളൊന്ന് ആക്റ്റീവ് ആയാൽ I think it would be more good. Any idea? Exactly, sir. Good. So, നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെന്ന് അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന ആപ്ലിക്കൻ്റ് അവരുടെ ലിവിങ്ങിനുള്ള എക്സ്പെൻസ് കണ്ടെത്താൻ ദേ ആർ ഫിനാൻഷ്യലി സ്റ്റേബിൾ എന്നുള്ളത് പ്രൂവ് ചെയ്യുന്നതാണ് GIC. ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മളവിടെ കാനഡയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടത് പെർട്ടിക്കുലർലി കാനഡയിൽ ഓപ്പൺ ചെയ്യണമെന്ന് കാനഡ നിർബന്ധം പിടിക്കുന്നു? തീർച്ചയായിട്ടും അവർക്കൊരു ഇൻറ്റൻഷൻ ഉള്ളത് പഠിക്കാൻ പോകണം എന്നുള്ളതാണ് കുട്ടികൾ. നിങ്ങളവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമല്ല വരുന്നത്. സി ദാറ്റ്സ് എ അഡീഷണൽ അഡ്വാൻറ്റേജ് വിച്ച് ദി കൺട്രി ഈസ് പ്രൊവൈഡിങ് യു. യു ക്യാൻ ഗോ ഫോർ എ പാർട്ട് ടൈം വർക്ക് ബട്ട് നെവർ ദാറ്റ്സ് എ മെയിൻ മോട്ടോ. നമ്മൾ പഠിക്കാനാണ് പോകുന്നത്. സോ യു ഷുഡ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് യുവർ കോഴ്സ്. അതിന് നിങ്ങൾക്ക് അവിടെ നിൽക്കാനായിട്ട് യു ഷുഡ് ഹാവ് സം ബാക്കപ്പ് അല്ലേ? ഫിനാൻഷ്യൽ ബാക്കപ്പ് ഇല്ലെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങളുടെ കൺസേൺ എന്തായിരിക്കും? ആ ഫിനാൻസ് കണ്ടെത്താനായിരിക്കും അല്ലേ? അപ്പം നമുക്ക് ദിസ് ഈസ് എ ഗ്യാരണ്ടീഡ് ഇൻവെസ്റ്റ്മെൻറ്റ് വിച്ച് യു ആർ പ്ലേസിങ്. അതിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ ആണ് വിച്ച് ഇസ് പ്ലേസ്ഡ് ടു സേഫ് ഗാർഡ് യുവർ ലിവിങ് എക്സ്പെൻസ്. ബട്ട് ദ പ്ലസ് പാർട്ട് ഇസ് ലൈക്ക് ടാലൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളവർ എന്ത് ചെയ്യും? അവിടെ ചെന്നിട്ട് ആദ്യമേ കോഴ്സ് കാര്യമൊക്കെ ഒന്ന് സെറ്റിൽ ആവും. കോഴ്സൊക്കെ സെറ്റിൽ ചെയ്യും. കോളേജസിലൊക്കെ പോയി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ദിൽ സ്റ്റാർട്ട് വർക്കിംഗ് ഔട്ട് ഫോർ ദി പാർട്ട് ടൈം ജോബ്സ്. സോ പാർട്ട് ടൈം ജോബ്സ് നിങ്ങൾക്ക് ഏത് ലെവലിൽ വേണമെങ്കിലും വർക്കൗട്ട് ചെയ്യാം. നിങ്ങളുടെ കാലിബർ അനുസരിച്ച് നിങ്ങൾക്ക് അവരുടെ NOC ലെവലിലുള്ള ജോബ്സിൽ വരെ കയറാനുള്ള സാധ്യതയുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സ്റ്റഡീസിൽ നിൽക്കുമ്പം ദർ വിൽ ബി സം ടൈം ലിമിറ്റേഷൻസ്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ബേസ് ലെവൽ ജോബിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത്. ബേസ് ലെവൽ ജോബിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പം മിനിമം 15 CAD ആണ് ഫോർ ആൻ അവർ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ 15 CAD ഫോർ ആൻ അവർ നിങ്ങൾ സേവ് ചെയ്ത് തുടങ്ങുമ്പം നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസും നിങ്ങളുടെ ഇനീഷ്യൽ എക്സ്പെൻസസും എല്ലാം നിങ്ങൾക്ക് അവിടെ മീറ്റ് ചെയ്യാൻ പറ്റും. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക്ക് നിങ്ങളുടെ ഒരു ലിവിങ് കോസ്റ്റ് നിങ്ങൾക്ക് 1 ഇയറിലത്തേക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് $10,500 Canadian ആണ്. സോ ദിസ് എമൗണ്ട് വിൽ ബി ദെയർ ഇൻ യുവർ അക്കൗണ്ട്. GIC അവർ ഗ്രാജുവലി നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരും. ദാറ്റ് വിൽ ബി ദെയർ ഇൻ യുവർ അക്കൗണ്ട് ആൻഡ് യു ക്യാൻ യൂട്ടിലൈസ് ഇറ്റ് ഫോർ യുവർ സെക്കൻഡ് ഇയർ ഫീസ്. അപ്പോൾ നമുക്ക് 1 ഇയർ പ്രോഗ്രാം എടുത്താലും 2 ഇയർ പ്രോഗ്രാം എടുത്താലും ദാറ്റ് വിൽ സപ്പോർട്ട് യു. പ്രൊവൈഡഡ് അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്, ഇല്ലെന്നല്ല. ബട്ട് നമ്മുടെ ആ ഒരു 6 to 7 lakhs എന്നുള്ള എമൗണ്ട് നമുക്ക് ഇതിൽ നിന്ന് തന്നെ കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇഫ് ഇറ്റ് ഇസ് റിക്വയർഡ് ഫോർ എ 2 year പ്രോഗ്രാം. ക്ലിയർ? നൗ ദിസ് ഇസ് അബൌട്ട് ദ ഗ്യാരണ്ടീഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. വൺസ് ഇറ്റ് ഇസ് ഡൺ, യെസ്, അടുത്ത നമ്മൾ മെഡിക്കൽസ്, ബാക്കിയുള്ള റെഗുലർ പ്രൊസീജിയേഴ്സ്, വിസ പ്രോസസ്സിംഗ്, ബയോമെട്രിക്സ്, പാസ്പോർട്ട് റിക്വസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് വിൽ ബി ഗെറ്റിംഗ് ഇൻ ടു എ ലാസ്റ്റ് സ്റ്റേജ് where your visa will be approved for a particular intake. In intake നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ it was like we'll have to approach there before 1 week or 2 week. നമ്മുടെ കുറച്ച് ഓറിയൻറ്റേഷൻ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ കോളേജസ് അലോട്ട് ചെയ്തിട്ടുണ്ടാവും. ബേസ്ഡ് ഓൺ ദാറ്റ് യു ഷുഡ് റീച്ച് ദെയർ ഏർലിയർ. ദിസ് ഈസ് ഹൗ യു വിൽ ബി പ്രിപ്പയറിംഗ് യുവർ എഡ്യൂക്കേഷൻ സ്റ്റെപ്സ് ഫോർ യുവർ വിസ അപ്രൂവൽ. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇതിന് ഇത്രയും റിലേറ്റ് ചെയ്ത്? കോഴ്സ് സെലക്ഷൻ ക്ലിയർ ആണോ? ദ വേ ഹൗ യു ഷുഡ് അപ്രോച്ച് കോളേജസ്, റിസ്ക് ഫയൽസ് ഏതാണ്, ഈസി ഫയൽസ് ഏതാണെന്ന് നമുക്ക് ക്ലിയർ ആണ്. എന്താണ് ഇതിനുള്ള സാധ്യത, എത്ര വർഷത്തെ കോഴ്സസ് ഉണ്ട്, നമുക്ക് ഏതാണ് നമ്മുടെ പ്രൊഫൈലിന് ബെറ്റർ, എക്സ്പീരിയൻസ് ഉള്ളവർക്ക് എങ്ങനെയാണ്, നോൺ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് എങ്ങനെയാണ്. സോ ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഫൈനലി നമ്മൾ ഈ പറഞ്ഞ വിസ പ്രോസസ്സിംഗ് മെത്തേഡ്. നെക്സ്റ്റ്, നൗ ഫീസ് ആസ് വി ഹാവ് ഡിസ്കസ്ഡ്. Duplication control. So next is a fee part. ഞാൻ അത് നേരത്തെ ഡിസ്കസ് ചെയ്തു. So sorry. So next is the fee part. Fee part again ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. Tuition fees assume something around 10 to 12 lakhs. നമുക്ക് ഇതുവരെയും ഉള്ളൊരു ഐഡിയ എന്ന് പറയുന്നത് 8 to 10 lakhsനകത്ത് കവർ ആവും 1 year കോഴ്സ് ഫീ. ഇറ്റ് വാസ് സംതിങ് സോ, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി CAD റേറ്റ്സ് കൂടിയത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു 10 to 12 lakhs ഷുഡ് ബി ദ പ്രിപ്പയർഡ് ഫീ പ്ലാൻ. Then now next is a visa fee. Visa fee obviously yes, നമ്മൾ വിസയ്ക്ക് പ്രോസസ് ചെയ്യുന്ന ടൈം we'll have to be prepared with $150 Canadian, which is a government fees which they have already designated. അതും approximately ഒരു 10,000 Indian rupees round off വരും. ബയോമെട്രിക്സ് അത് നമുക്ക്
സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോകുന്നെങ്കിലും പെർമനൻറ്റ് റെസിഡൻസിക്ക് പോകുന്നെങ്കിലും വി വിൽ ഹാവ് ടു ഡെഫിനറ്റ്ലി കംപ്ലീറ്റ് ദി ബയോമെട്രിക്സ്. മെഡിക്കൽസ് യെസ് അപ്രോക്സിമേറ്റ്ലി 6,000 ആണ് വരുന്നത്. നമുക്കിവിടെ ട്രിവാൻഡ്രം കിംസ് ആണ് അലോട്ടഡ് സെൻറ്റർ വരുന്നത്. നൗ ലിവിങ് എക്സ്പെൻസ് ഞാൻ നേരത്തെ പറഞ്ഞു, ഗ്യാരണ്ടീഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ആണ് GIC മാൻഡേറ്റ് ആണ്. നമുക്ക് കാനഡയിൽ സ്കോഷ്യ ബാങ്കിലാണ് നമ്മളിത് ഫസ്റ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ടു നീഡ് ആൻ എക്സ്പേർട്ട് സപ്പോർട്ട്. സോ അതും നമ്മുടെ ടീം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് തരും. ബിക്കോസ് വി ഡു ഹാവ് അവർ ഹെഡ് ഓഫീസ് ഇൻ കാനഡ. So we have people over there to direct you in a correct manner. Okay? And that is 10,500 Canadian dollars, which will be coming around 6 to 7 lakhs. Next. Now, possibilities of settlement after study. So we'll just compare with both the countries. Canada, yes, post-study work permit. For 1 year study, you'll get 1 year stay back. And for 2 year studies, it will be 3 years stay back. And a person who is qualified, experience ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ I would definitely suggest with 1 year program, because അവരുടെ പ്രോസസ്സ് നടക്കുന്നതിൻ്റെ കൂടെ തന്നെ അവരൊരു 1 year സ്റ്റഡീസും കൂടെ കംപ്ലീറ്റ് ചെയ്യാണ്. ആൻഡ് ദാറ്റ് ടു ഇസ് റിലേറ്റഡ് ടു യുവർ എഡ്യൂക്കേഷൻ, അല്ലേ? എഡ്യൂക്കേഷനും എക്സ്പീരിയൻസ് റിലേറ്റഡ് ആണ്. സോ നിങ്ങളുടെ PR കിട്ടിക്കഴിയുമ്പം നിങ്ങൾ അവിടെ എത്തുമ്പോൾ നിങ്ങൾ അവരുടെ ഒരു അഡ്വാൻസ്ഡ് കോഴ്സും കൂടെ ചെയ്തു. അപ്പോൾ ജോബ് കിട്ടാനുള്ള സാധ്യത, ഒരു ബെറ്റർ സാലറി കിട്ടാനുള്ള സാധ്യത, ഇതെല്ലാം ഇറ്റ്സ് ഓൺ എ ഹയർ എൻഡ്. ഇനിയിപ്പോൾ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിൽ ദർ ഇസ് നോ അതർ ഓപ്ഷൻ, വിൽ ജസ്റ്റ് ഗോ ഫോർ 2 year program. So that we'll gain an experience of 1 year, and there is an option called Canadian Experience Class Visa. Under that, your file will be processed. Followed by this, yes, definitely, നമ്മൾ permanent residency യിൽ തന്നെയാണ് എൻഡ് ചെയ്യുന്നത്, and that is a sure shot one. നമുക്ക് PR കാനഡയിൽ it's the safest part. UK 1 year program ഉണ്ട്, വിത്ത് ഇന്റേൺഷിപ്പ് ഉണ്ട്, വിത്ത് പ്ലേസ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഏതാണെങ്കിലും 2 years ആണ് സ്റ്റേ ബാക്ക് ഡ്യൂറേഷൻ കിട്ടുന്നത്. ഓക്കെ, ഡ്യൂറിങ് ദിസ് പീരിയഡ് യു വിൽ ഹാവ് ടു ഗെറ്റ് എ ബെസ്റ്റ് എംപ്ലോയർ, ആൻഡ് ദാറ്റ് ടു UK കുറച്ച് നോംസും കാര്യങ്ങളും ഉണ്ടായിരുന്നു, വിച്ച് നൂർജഹാൻ ഹാസ് ഡീറ്റെയിൽഡ് യു. വിത്ത് ദാറ്റ്, based on the UK government norms, PR under options, which is like, again, it takes some time. Studies wise everything is പക്ക, അവിടെ വേറെ ഒരു പ്രശ്നങ്ങളും നമുക്ക് വരുന്നില്ല. ജോബ് വൈസ് ആണെങ്കിലെല്ലാം നമ്മൾ സെറ്റിൽഡ് ആണ്. PR-ലേക്ക് വരുമ്പോൾ ഇറ്റ് ടേക്സ് സം ടൈം, അങ്ങനത്തെ ഒരു കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതേ next. Okay, now permanent residency to Canada. Before that, any queries related to studies Canada? Endelu, please be free. We'll have a final discussion regarding the questions which you have placed. That was excellent questions. ഞാൻ ജസ്റ്റ് ഒന്ന് റാൻഡമായിട്ട് നോക്കി അതിനെപ്പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതല്ലാതെ ഇത്രയും പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും നിങ്ങളുടെ പ്രൊഫൈലിന് റിലേറ്റ് ചെയ്ത് എനിത്തിങ്? Yeah, please. Can you just pass on the mic? My name is Lakshmi. Hi, Lakshmi. മാഡം നേരത്തെ പറഞ്ഞു UK-യിലാണെങ്കിൽ പാർട്ട് ടൈം ജോബ് യൂണിവേഴ്സിറ്റി തന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ മാഡം ഇവിടെ പറഞ്ഞില്ല, കാനഡിയൻ വിസയുടെ കാര്യത്തിൽ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഓക്കെ, that I'll be coming. Actually, നമുക്ക് അവിടെ എത്തിയതിന് ശേഷമുള്ള പോസ്റ്റ് ലാൻഡിംഗ് സർവീസ് സപ്പോർട്ട്സ് ഉണ്ട്. ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കുള്ള സാധ്യതകളും കൂടെ പറഞ്ഞു തരാം. ബിക്കോസ് വി ഹാവ് ടീം ഓവർ ദ എക്സ്പേർട്ട് ടീംസ് ഉണ്ട്. വിൽ ബി ഹെൽപ്പിംഗ് യു വിത്ത് ഓൾ ദി പോസ്റ്റ് ലാൻഡിംഗ് വർക്ക് ഓപ്ഷൻസ്, സപ്പോർട്ട്സ് എല്ലാം ഉണ്ട്. പിന്നെ ജോബ് കണ്ടെത്തുക എന്നുള്ളത് കോളേജിൽ നിന്നും നമുക്ക് സപ്പോർട്ട് ഉണ്ട്. ഡെഫിനറ്റ്ലി യെസ്. നമ്മളിവിടെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ട് പോകുന്നത് അവർ എന്തുകൊണ്ടാണ് വെൽക്കം ചെയ്യുന്നത്? ബിക്കോസ് ദേ നീഡ് യു, അല്ലേ? അപ്പോൾ അതിനുള്ള മാക്സിമം സപ്പോർട്ട്സ് അവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഓബ്വിയസ്ലി യെസ്, UK നമുക്ക് ഡയറക്റ്റ് സ്കോളർഷിപ്സ് കിട്ടുന്നുണ്ട്, അല്ലേ? നമ്മുടെ പെർസെൻറ്റേജ് ഓഫ് മാർക്സും എല്ലാം ബേസ് ചെയ്തിട്ട് വി ഹാവ് എ ഡയറക്റ്റ് സ്കോളർഷിപ്പ് ഓപ്ഷൻസ്. ബട്ട് കാനഡയിൽ ചെറിയൊരു വേരിയേഷനുള്ളൂ. അവർ തരില്ല എന്നല്ല, ദിൽ ഗിവ് യു, ബട്ട് ദിൽ ജസ്റ്റ് വെരിഫൈ യുവർ പെർഫോമൻസ്. ഫസ്റ്റ് സെം 2 വർഷത്തെ കോഴ്സ് ഓപ്ഷൻസ് ആണ് എടുക്കുന്നതെങ്കിൽ അവർ നിങ്ങളുടെ ഫസ്റ്റ് ഇയറിൻ്റെ പെർഫോമൻസ് ബേസ് ചെയ്താണ് നിങ്ങൾക്ക് സ്കോളർഷിപ്സ് സപ്പോർട്ട് ചെയ്യുന്നത്. ഓൺ ദ അതർ ഹാൻഡ്, ഇഫ് ഇറ്റ്സ് എ 1 year program, ദിൽ ചെക്ക് ഇൻ ടു യുവർ ഫസ്റ്റ് സെം പെർഫോമൻസ്. പെർഫോമൻസ് എന്ന് പറയുമ്പോൾ അക്കാഡമിക് പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് യു ഹാവ് ഓപ്ഷൻസ്, യു ഹാവ് എക്സെപ്ഷൻസ് ഫോർ സ്കോളർഷിപ്സ്. ഓക്കെ, ഈ 2 കാര്യങ്ങളാണല്ലോ നമുക്ക് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ പോസ്റ്റ് ജോബ്, അതായത് നിങ്ങളുടെ സ്റ്റഡീസിൻ്റെ ടൈമിലാണെങ്കിലും ആഫ്റ്റർ യുവർ സ്റ്റഡീസ് ആണെങ്കിലും നിങ്ങൾക്ക് ജോബിൻ്റെ സപ്പോർട്ട്സും കാര്യങ്ങളും നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ആൻഡ് ദ അതർ പ്ലസ് തിങ് ഇസ് ലൈക്ക് നമ്മൾ ത്രൂ പോയ സ്റ്റുഡൻസ് ഉണ്ട്, ദേ ആർ ഓൾവേസ് ഹാപ്പി ടു സപ്പോർട്ട് യു ആഫ്റ്റർ യു റീച്ച് ഓവർ ദർ. ഓക്കെ, ഞാനത് എന്തുകൊണ്ട് പെർട്ടിക്കുലർലി എടുത്ത് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദർ ആർ മെനി പീപ്പിൾ ഹു ആസ്ക് ഫോർ റെഫറൻസസ്. We are happy to provide you with the reference, but one concern is like നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമും കാനഡയിലെ ടൈമും എക്സ്ട്രീംലി ഓപ്പോസിറ്റ് ആണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം അല്ലേ അത്? അപ്പോൾ നമ്മളൊരു റെഫറൻസ് നിങ്ങൾക്ക് ബിഫോർ യു മൂവ് ഫ്രം ഹിയർ തന്നു കഴിഞ്ഞാലുള്ളൊരു കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ,
they will not find it comfortable. അവർക്ക് ആ ഒരു ഓഫ് ടൈമിലായിരിക്കും നിങ്ങളുടെ കോൾസ് പോകുന്നത്, വിച്ച് ഇസ് വെരി ട്രബിൾസം ഫോർ ദം. അത് നിങ്ങൾ നാളൊരു സമയം ഇവിടെ എത്തിക്കഴിയുമ്പോഴും നിങ്ങൾക്ക് വരുന്ന സെയിം കൺസേൺ ആണ്. So once you reach over there, we will be having lot many references to provide you. Even at the time of travel, we can provide you with the support. Okay? I hope I have cleared you. Anything else? 100 plus. Okay. Definitely no. Okay. Understood. So course options എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മെയിനായിട്ട് ഫസ്റ്റ് പോയിന്റ് എന്നോട് ചോദിച്ചത് ഇസ് ലൈക്ക് ദി പോസിബിലിറ്റീസ് അല്ലേ, നമുക്ക് ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി എങ്ങനെ സെലക്ട് ചെയ്യാമെന്നുള്ളത്. സോ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് സെലക്ട് ചെയ്യുന്നത് നമ്മുടെ ഒരു പ്രൊഫൈലിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഒരുവിധം അവിടുത്തെ എല്ലാ യൂണിവേഴ്സിറ്റീസും നമുക്ക് അത്യാവശ്യം നല്ല റാങ്കിങ്ങിൽ നിൽക്കുന്നതാണ്. ആൻഡ് വി ടു വർക്ക് വിത്ത് ദി ടോപ്പ് യൂണിവേഴ്സിറ്റീസ്. ബട്ട് വൺ തിങ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ പ്രൊഫൈൽ ഓൾസോ. നമ്മുടെ പ്രൊഫൈൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസിലോട്ട് സ്യൂട്ട് ആവും, ഏതൊക്കെ കോളേജസിലേക്ക് സ്യൂട്ട് ആവും, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിതിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, വിൽ ബി പ്രൊവൈഡിങ് യു വിത്ത് ദ ബെസ്റ്റ് ഓപ്ഷൻസ്. ഫ്രം ദാറ്റ് അഗെയിൻ യു ക്യാൻ ഫിൽട്ടർ. ഓക്കെ, ആൻഡ് യു ക്യാൻ കം അപ്പ് വിത്ത് യുവർ സജഷൻസ് ഓൾസോ. രണ്ട് രീതിക്ക് നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റീസിലോട്ട് വരുമ്പം ഫീസ് കുറച്ചും കൂടെ ഒന്ന് കോളേജ് ലെവൽ കമ്പയർ ചെയ്യുമ്പോൾ പബ്ലിക് കോളേജസ് കൂടുതലാണ് കാനഡയിൽ. സോ പബ്ലിക് കോളേജസ് കമ്പയർ ചെയ്യുമ്പോൾ യൂണിവേഴ്സിറ്റീസിൻ്റെ ഫീസ് കുറച്ചും കൂടെ കൂടുതലാണ്. അപ്പോൾ രണ്ടിടത്തെയും സ്റ്റഡീസ് ഓപ്ഷൻസും പ്ലാൻസും എല്ലാം മെത്തേഡ്സ് എവറിത്തിങ് ഇസ് സെയിം പ്രൊവൈഡഡ്. വൺ മോർ തിങ് വിച്ച് കംസ് ഇൻ ആൻ അഡ്വാൻസസ്, ലൈക്ക് നിങ്ങളൊരു മാസ്റ്റേഴ്സ് പ്രോഗ്രാം ചെയ്യുമ്പം അതിന് അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. സോ യുവർ കോൺസെൻട്രേഷൻ, യുവർ ടൈം, എവറിത്തിങ് വിൽ ബി മോർ ഡിപ്പെൻഡഡ് ഇൻ ടു ദി സ്റ്റഡി പാർട്ട്. അപ്പം നമ്മുടെ ആ ഒരു പാർട്ട് ടൈം വർക്ക് അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചൊന്ന് നമുക്ക് ലിമിറ്റഡ് ആയി വരും. അതിലും കുറച്ചും കൂടെ ഈസി വേണമെങ്കിൽ നമുക്ക് കോളേജസ് ചൂസ് ചെയ്യാം, കാരണം പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ഉണ്ട്. ബട്ട് നെവർ വി വുഡ് സേ ലൈക്ക് മാസ്റ്റേഴ്സ് പറ്റില്ല, യൂണിവേഴ്സിറ്റി പറ്റില്ല എന്നല്ല. ഇഫ് യുവർ പെർസെൻറ്റേജസ് ഹൈ, നല്ലൊരു പ്രൊഫൈലാണെങ്കിൽ വി വുഡ് ഡെഫിനറ്റ്ലി സജസ്റ്റ് യൂണിവേഴ്സിറ്റി പ്രോഗ്രാംസ്. ഓക്കെ, അങ്ങനെയും ഓപ്ഷൻസ് ചെയ്യുന്നുണ്ട്. ഫീസ് ഒബ്വിയസ്ലി മാറ്റമുണ്ട്. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ചില കോളേജസ് യൂണിവേഴ്സിറ്റീസും അവർ തന്നെ ഡയറക്റ്റ് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്സ് വെക്കുന്നുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതും ചെയ്യാം. വാട്ട് എവർ ദ ഓപ്ഷൻസ്, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഷുഡ് ബി റിലേറ്റഡ് ടു ദി NOC. ഓക്കെ, നാഷണൽ ഒക്കുപ്പേഷൻ ക്ലാസിഫിക്കേഷൻ. അതിനകത്ത് നമുക്ക് സ്കിൽഡ് വർക്കേഴ്സിന് OAB എന്ന് 3 ലെവൽസിലെയാണ് കാറ്റഗറൈസ് ചെയ്ത് വരുന്നത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഈ മൈഗ്രേഷൻ്റെ പാർട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഐ ഡീറ്റെയിൽ യു, കാരണം അല്ലെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത് പോകും. ഓക്കെ, so that I'll come back. Okay, anything else? Nothing. Okay, any other doubts, or can we just switch on to the next part? So you would like to say something? കാനഡ ചൂസ് ചെയ്യുന്ന എല്ലാവരും ആദ്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് 2 വർഷത്തെ കോഴ്സ് അഡ്മിഷൻ കിട്ടിയത് കൊണ്ട് പെർമനൻറ്റ് റെസിഡൻസി ഗവൺമെൻറ് തരുമെന്ന് ആരും വിചാരിക്കരുത്. ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് ഇങ്ങനെയാണ്. നമ്മൾ ആദ്യം 2 ഇയർ പ്രോഗ്രാം ചൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ 3 ഇയർ പ്രോഗ്രാം ചൂസ് ചെയ്യുന്നു, ഈവൻ 1 ഇയർ പ്രോഗ്രാം. ഇത് പറഞ്ഞ പോലെ ഒരു എക്സ്പീരിയൻസ് പ്രൊഫൈലാണെങ്കിൽ നിങ്ങൾക്ക് ഈവൻ 1 ഇയർ പ്രോഗ്രാം ആണെങ്കിലും അത് സാറ്റിസ്ഫൈഡ് ആണ്. കോഴ്സ് എടുക്കുന്നു, കാനഡയിലെ സ്റ്റുഡൻറ്റ് വിസയിൽ, മൾട്ടിപ്പിൾ എൻട്രി സ്റ്റുഡൻറ്റ് വിസയിൽ അവിടെ ലാൻഡ് ചെയ്യുന്നു. അത് 2 വർഷത്തെ വിസ കോഴ്സാണെങ്കിൽ 2 വർഷത്തെ വിസ ആയിരിക്കും ആദ്യം നമ്മുടെ പാസ്പോർട്ടിൽ ഉണ്ടായിരിക്കുക. ശേഷം നമ്മളവിടെ ഇല്ലീഗൽ ആക്ടിവിറ്റി ഒന്നും ചെയ്യുന്നില്ല. ഈവൻ പാർട്ട് ടൈമിൻ്റെ കേസിലാണെങ്കിൽ പക്ക നമ്മുടെ പ്രൊഫൈലിൽ പക്ക ആയിരിക്കണം. നമ്മുടെ ഫ്രണ്ട്സ് നിർബന്ധി കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പൊക്കോ എന്നൊക്കെ പറയും. പക്ഷേ ഇതൊക്കെ SIN ടെമ്പററി സിൻ നമ്പറിൽ ഇതെല്ലാം നോട്ടഡ് ആണ്. എന്താണ് സിന്ന് പറഞ്ഞു കൊടുത്തിരുന്നു? ഓക്കെ, അടുത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളെ അവർ മോണിറ്റർ ചെയ്യുന്നുണ്ട്. പോകുന്നവർ ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെയൊക്കെ ഒരു ഈ അഡ്വൈസ് എടുത്തിട്ട് നമ്മുടെ ഒരു രീതിയിൽ പോകരുത്. അവർക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടൊരു ഇമിഗ്രേഷൻ നിയമമുണ്ട്. അപ്പോൾ 2 ഇയർ കോഴ്സ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മൾ തന്നെ വേണം ബോർഡർ ഫോഴ്സിൽ പോയിട്ട് നമ്മുടെ ഈ അടുത്ത 3 ഇയർ സ്റ്റേ ബാക്ക് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി. അതും ആ ഒരു കോളേജോ യൂണിവേഴ്സിറ്റി അല്ല തരുന്നത്. യൂണിവേഴ്സിറ്റിയുടെ ഉത്തരവാദിത്വം ആ 2 ഇയർ കോഴ്സ് കഴിഞ്ഞ് നമ്മളെ ഫ്രീ ആക്കുക എന്നുള്ളതാണ്. സോ അടുത്ത് നമ്മൾ തന്നെ പോയിട്ട് എന്ത് ചെയ്യണം? അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇല്ലീഗൽ മാർക്ക് നമ്മുടെ പേരിലുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റേ ബാക്കിനെ ബാധിക്കും. ധാരാളം സ്റ്റുഡൻസ് മലയാളികൾ പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്, ധാരാളം പേര്. അവർക്ക് പോയി പല ഇല്ലീഗൽ ആക്ടിവിറ്റിയിൽ പോയി ഡ്രാപ്പായിട്ട് 1 CR വരെ നഷ്ടപ്പെട്ട ആളുകളെ പേഴ്സണലായിട്ട് ഞങ്ങൾക്കറിയാം.
അപ്പം അതുകൊണ്ട് ഈ പോകുന്ന ആൾക്കാർ തീർച്ചയായും നമ്മൾ ആദ്യത്തെ ഈ PR കിട്ടുന്നിടം വരെ നമ്മൾ വളരെ സേഫായിട്ട് കാര്യങ്ങൾ ചെയ്യുക. ആവേശത്തിൻ്റെ പുറത്ത് സോഷ്യൽ മീഡിയ നമ്മൾ ഈ നാട്ടിലെ പോലെ കോളേജിനെതിരെ സമരം ഇതൊന്നും നമ്മളവിടെ പോയി ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ലക്ഷങ്ങൾ മുടക്കിയാണ് പോകുന്നത്. ഇതൊക്കെ അവർ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇല്ലീഗലായിട്ട് ലീവ് എടുക്കുക നമ്മളെ ഡീപ്പോർട്ട് ചെയ്യാനുള്ള കാരണമാണ്. ഇത്ര പെർസെൻറ്റേജ് നമുക്ക് അറ്റൻഡൻസ് ഇല്ലെങ്കിൽ നമ്മളെ ഡീപ്പോർട്ട് ചെയ്യും. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സ് തരുന്ന ഇൻഫർമേഷന്, സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ മാറ്റി വെച്ചിട്ട് ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇമിഗ്രേഷൻ കൺസൾട്ടൻറ്റ് നിങ്ങൾക്ക് തരുന്ന, അത് XOR Y ആരും ആയിക്കോട്ടെ, ഗവൺമെൻറ് ഓഫ് കാനഡയുടെ ലൈസൻസ്ഡ് ആയിട്ടുള്ള ICCRC ഇത് എക്സ്പ്ലെയിൻ ചെയ്യും. ICCRC കൺസൾട്ടൻറ്റിൻ്റെ ഉപദേശം സ്വീകരിക്കുക. അവർ ലൈസൻസ് എടുത്ത് അവർ ജോലി ചെയ്യുന്നത് ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. സോ അതുകൊണ്ട് 2 year കോഴ്സ് എടുക്കുന്നവർ വിചാരിക്കുക നമുക്ക് അതുകൊണ്ടെല്ലാം തൃപ്തിയാവുന്നില്ല. പല പേരൻസൊക്കെ ചിന്തിക്കുന്നുണ്ട് മക്കൾക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ 2 കൊല്ലത്തെ സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ മക്കളുടെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെയല്ല. അവർ പാർട്ട് ടൈം ജോലി ചെയ്ത് അവിടെ ജീവിക്കുന്നു, പഠിക്കുന്നു. ശേഷം കിട്ടുന്ന 3 വർഷത്തെ ഓപ്പൺ വർക്ക് പെർമിറ്റ് ആണ് നമ്മുടെ ലൈഫിൻ്റെ ടേണിംഗ് പോയിന്റ്. ആ 3 വർഷം നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം. അതിനുവേണ്ടി നമ്മൾ ആദ്യത്തെ ഒരു 3-4 മാസം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ NOC റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോലി കിട്ടുള്ളൂ. NOC ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു അല്ലേ? NOC എന്താണെന്ന് ആദ്യം മനസ്സിലാക്കി വെക്കണം. കാനഡയിൽ ഓരോ ജോലിക്കും ഒരു 4 digit നമ്പേഴ്സ് ഉണ്ട്. നമ്മൾ അതേ എക്സ്പീരിയൻസ് ഉള്ള ജോലി കണ്ടെത്തിയെങ്കിൽ മാത്രമേ പെർമനന്റ് റെസിഡൻസിയിലേക്ക് പ്രൊസീഡ് ചെയ്യുമ്പോൾ ആ എക്സ്പീരിയൻസ് വാല്യൂ ആവുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ കോഴ്സ് കഴിഞ്ഞ് വീണ്ടും പാർട്ട് ടൈം ജോബാണ്, നല്ല ശമ്പളം ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ എക്സ്പീരിയൻസിലോട്ട് ചിലപ്പം എത്തില്ല. അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുക. ആ ശേഷം നമ്മളൊരു ഒരു 1 year എക്സ്പീരിയൻസ് ആയി ഓക്കെ ആയ ശേഷം നമ്മൾ പെർമനന്റ് റെസിഡൻസിയിലേക്ക് പ്രോസസ്സ് ചെയ്യണം. അത് പറയുന്നുണ്ടോ? ഉണ്ട്. സോ നമ്മൾ പെർമനന്റ് റെസിഡൻസിയിലേക്ക് പ്രോസസ്സ് ആരംഭിക്കും. അതിൻ്റെ സ്റ്റെപ്പ് എങ്ങനെയാണെന്നുള്ളത് ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ പറഞ്ഞാൽ എവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു കോഴ്സ് സെലക്ഷൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്തു. എങ്ങനെയാണ് ഒരു കോഴ്സ് സ്വീകരിക്കേണ്ടത്? 1 year ആവാം, 2 year ആവാം, 3 year പ്രോഗ്രാംസ് ആവാം. അതെങ്ങനെയൊക്കെയുള്ളവർക്ക് അത് ചൂസ് ചെയ്യേണ്ടത് പറയാം. നമ്മൾ വലിയ ബ്രാൻഡഡ് യൂണിവേഴ്സിറ്റിയുടെയോ കോളേജിൻ്റെയോ പുറകെ പോകാതെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ, നമുക്ക് ഫ്യൂച്ചറിൽ പെർമനന്റ് റെസിഡൻസി കിട്ടുന്ന ഫീസിൽ, കോളേജുകൾ അല്ലെ യൂണിവേഴ്സിറ്റികൾ, അതെപ്പോഴും പബ്ലിക് ഫണ്ടഡ് യൂണിവേഴ്സിറ്റിയോ കോളേജോ മാത്രം ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. പ്രൈവറ്റ് ഓർഗനൈസേഷൻ്റെ പുറകെ പോകരുത്. ഈവൻ സ്റ്റേ ബാക്കോ PR ഒന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ റെഫർ ചെയ്യുന്നത് എപ്പോഴും പബ്ലിക് ഫണ്ടഡ് കോളേജ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഫ്യൂച്ചറിലേക്ക് പല കോളേജും ഇന്ന് അവിടെ പ്ലേസ്മെന്റ് സർവീസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഉള്ള ഓപ്ഷൻസ് ഉള്ള കോളേജുകൾ മാക്സിമം ചൂസ് ചെയ്യുക. ഓക്കെ. പാർട്ട് ടൈം ജോബിൻ്റെ കാര്യം പറഞ്ഞു. നമ്മൾ 20 hours ആണ്. സ്പൗസ് ആയിട്ട് പോയാൽ സ്പൗസ് വർക്ക് പെർമിറ്റ് അവിടെ കിട്ടുന്നുണ്ട്. എനി ക്വസ്റ്റ്യൻ ഫ്രം എനിവൺ? എന്തെങ്കിലും ഉണ്ടോ ഇവിടെ വരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം? ഓക്കെ, നെക്സ്റ്റ്. സോ താങ്ക് യു സർ. അടുത്ത നമ്മൾ ഒബ്വിയസ്ലി യെസ് അല്ലേ, അടുത്ത നമുക്ക് അറിയേണ്ടത് വാട്ട് നെക്സ്റ്റ്, ഫൈനൽ എന്തായിരിക്കും നമ്മുടെ ഒരു അൾട്ടിമേറ്റ് ഗോളിലേക്ക് എത്താനായിട്ട് വാട്ട് ഈസ് എ നെക്സ്റ്റ് ഓപ്ഷൻ എന്നുള്ളത്. കാനഡയെ സംബന്ധിച്ചിടത്തോളം ഈ എഫേർട്ട് എല്ലാം നമ്മൾ എടുക്കുന്നത് പെർമനൻറ്റ് റെസിഡൻസിയിൽ എത്താൻ വേണ്ടി മാത്രമാണ് അല്ലേ. പെർമനൻറ്റ് റെസിഡൻസി ഈസ് നോട്ട് ജസ്റ്റ് സിംപ്ലി എ കാർഡ്, ഇറ്റ്സ് ലൈക്ക് ദ ആക്ച്വൽ പ്രിവിലേജ്. നമ്മളൊരു കൺട്രിയിലേക്ക് നമ്മുടെ കൺട്രിയിൽ തന്നെ നമ്മൾ റിസൈഡ് ചെയ്യുന്ന പോലെ എല്ലാ പ്രിവിലേജസോടും കൂടി എക്സെപ്റ്റ് വോട്ടിംഗ് റൈറ്റ്സ്. ഓക്കെ, നമ്മൾ ആ കൺട്രിയിൽ ഒരു സ്ഥിരതാമസക്കാരനായിട്ട് നമ്മുടെ ഫാമിലി ആയിട്ട് സെറ്റിൽ ഡൗൺ ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു ഓപ്ഷനാണ് പെർമനൻറ്റ് റെസിഡൻസി എന്ന് പറയുന്നത്. യു ക്യാൻ ഡെഫിനറ്റ്ലി സ്റ്റിക്ക് ഓൺ ടു ദി സിറ്റിസൺഷിപ്പ് ഓപ്ഷൻ, ഫ്യൂച്ചറിൽ ഡെഫിനറ്റ്ലി പറ്റും. ബട്ട് ഈവൻ ഇഫ് യു ആർ ഓൺ എ പെർമനൻറ്റ് റെസിഡൻസി വീസ യു ഗെറ്റ് ഓൾ ദ പ്രിവിലേജസ്. ഇതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ വരുന്നത്. അപ്പം വാട്ട് നെക്സ്റ്റ്, വാട്ട് ഈസ് ഫോർ ദ ഫ്യൂച്ചർ? ഈ സിയാൻ ഫ്രേസർ, ഇദ്ദേഹം കാനഡ ഇമിഗ്രേഷൻ മിനിസ്റ്ററാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു അപ്ഡേറ്റ് അനുസരിച്ചിട്ട് ഇനി 21 to 23 വരെ പുള്ളിയുടെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇസ് ലൈക്ക് റിക്വയർമെൻറ്റ് ഓഫ് 1.2 million immigrants. Now recently, just 1 month back, we have one more updation which is going to get into place. That is like the requirement has been raised to 4.5. ഓക്കെ, നമ്മൾ ഈ ഒരു സ്ലൈഡ് എന്താണ് മെൻഷൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 1.2 up to 23 ആയിരുന്നു. Now again 22-ൽ കഴിഞ്ഞ 2 years ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാൻഡമിക് സിറ്റുവേഷൻ ഹാസ് ബീൻ കംപ്ലീറ്റ്ലി ലൈക്ക് അഫക്റ്റിംഗ് ദ കൺട്രി. അവർക്ക് ഇമിഗ്രൻസിൻ്റെ ഒരു ഷോർട്ടേജ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റിൻ്റെ ഒരു കൺസേൺസും കാര്യങ്ങളും വന്നു. ജസ്റ്റ് ടു ടാക്കിൾ ദിസ്
they have come up with a decision of increasing the requirement, and that is like 1.2 il ninnum 4.5 as the requirement. Okay, so how adana adutha nammade option. It is definitely through permanent residency one part, student visa the second part, then obviously some other sub options. കാരണം കാനഡയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സ്റ്റുഡൻറ്റ് വിസയോ പെർമനൻറ്റ് റെസിഡൻസിയോ മാത്രമല്ല ഓപ്ഷൻസ്. ദർ ആർ ലോട്ട് മെനി ഓപ്ഷൻസ്, 60+ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ആസ് എൻ ഇൻ്റർനാഷണൽ പേഴ്സൺ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന 2 സേഫസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഒന്ന് സ്റ്റുഡൻറ്റ് വിസ ത്രൂ, 2 പെർമനൻറ്റ് റെസിഡൻസി. പലരും ഇപ്പോഴത്തെ ഒരു കൺസേൺ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് പെർമിറ്റ് ത്രൂ എങ്ങനെ നമുക്ക് കാനഡയിൽ എത്തിപ്പെടാം, which is not practically possible till date. Yeah. വർക്ക് പെർമിറ്റ് റീസെൻ്റ്ലി ഞങ്ങൾക്ക് കിട്ടുന്ന കുറേ കോൾസ് എന്ന് പറയുന്നത് പഞ്ചാബ് ബേസ്ഡ് ആയിട്ടുള്ള കുറേ കമ്പനികൾ ആളുകളെ വിളിക്കുകയാണ്, ഓഫർ ലെറ്റേഴ്സ് ഇങ്ങനെ ഇഷ്യൂ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിങ്ങനെ അവർ ചെറിയ എമൗണ്ട് പറയും, എന്നിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പിന്നെ മെഡിക്കലൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് നമ്മളെ വിളിക്കുന്നത്. അതൊരു കറക്റ്റ് ഓഫർ ലെറ്ററൊക്കെ പക്കയായിരിക്കും, അതവർ അയച്ചു തരും. അയച്ചു തന്നിട്ട് ഏകദേശം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ കമ്പനി മിക്കവാറും ഈ കമ്പനികൾ കോൾ ചെയ്യുന്നതെല്ലാം പഞ്ചാബിൽ നിന്നാണ്. ഓക്കെ, ഈ 3 ആഴ്ച മുമ്പ് ഈ പഞ്ചാബ് ബേസ്ഡ് ആയിട്ടുള്ള 4 പേര് ധൈര്യസമേതം കേരളത്തിൽ വന്ന് വയനാട്ടിൽ ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ അവിടെ നിന്നുകൊണ്ട് കോടികളാണ് മലയാളികളുടെ നിന്ന് ഈ അറിവില്ലാത്തത് കൊണ്ട് ഈ പറഞ്ഞത് പറ്റിച്ചുകൊണ്ട് പോയത്. അത് ഏഷ്യനെറ്റിലൊക്കെ ന്യൂസ് ഉണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണം ഞാൻ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ ഈ വർക്ക് പെർമിറ്റ് എന്നൊരു ഓപ്ഷൻ നേരിട്ട് കാനഡയിലേക്ക് 99% ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഇത്രയും ലക്ഷങ്ങൾ മുടക്കി 2 കൊല്ലം പഠിച്ച് അവിടെ പാർട്ട് ടൈം ജോലികൾ ചെയ്ത് പിന്നെയും പേപ്പർ വർക്ക് ചെയ്ത് ഇതിനെയും സംസാരിക്കാൻ പോകുന്നതിനെ പറ്റിയാണ്. ഇത്രയും റിസ്ക് ആരും എടുക്കില്ല. അവർക്ക് നേരിട്ടൊരു ജോലി കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇത്രയും റിസ്ക് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ആരെങ്കിലും നിങ്ങളെ വർക്ക് പെർമിറ്റ് അങ്ങനെ ഓഫർ ലെറ്ററൊക്കെ സമീപിക്കുമ്പോൾ അതിൻ്റെ പുറംതിരിഞ്ഞ് പോവുക. വേറെ നമുക്ക് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ പേര് തിരക്കേണ്ട ഒരു ആവശ്യമില്ല. ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുക. നിങ്ങൾക്ക് നേരിട്ടൊരു ജോലി, ഈവൻ നിങ്ങളുടെ ഒരു സ്വന്തം സഹോദരൻ അവിടെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് പോലും നിങ്ങൾക്കൊരു ജോലി വാങ്ങിച്ച് തന്ന് നിങ്ങളെ അങ്ങോട്ട് ഈ ഗൾഫിൽ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകുന്നൊരു ഓപ്ഷൻ ഇല്ല. സോ അതെല്ലാവരും മനസ്സിലാക്കി വെക്കുക. താങ്ക് യു. Yeah, so now ഇതിനെ കണക്ട് ചെയ്ത് തന്നെ ഒരു കാര്യത്തിലേക്ക് എത്തുന്നത്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വർക്ക് പെർമിറ്റ് ആൻഡ് പെർമനൻറ്റ് റെസിഡൻസി? എനി ഐഡിയ? വർക്ക് പെർമിറ്റ് എന്ന് പറയുമ്പം സാറ് പറഞ്ഞു ഓബ്വിയസ്ലി 100% അതിൻ്റെ പോസിബിലിറ്റി കുറവാണ്. ബട്ട് സംഹൗ ഇപ്പോൾ IT പ്രൊഫഷൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് കിട്ടും. അവർക്ക് അവരുടെ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് എക്സ്റ്റെൻഡഡ് വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ ഓൺ സൈറ്റ് ജോബ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. സോ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് വിച്ച് ഇസ് എ ജെനുവിൻ ട്രാക്ക്. അത് IT പ്രൊഫഷണൽസിന് ആ കമ്പനിയുടെ മദർ കമ്പനി അവിടെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടുന്നത്. ബട്ട് ദാറ്റ്സ് എ കമ്മിറ്റ്മെൻറ്റ് ബിറ്റ്വീൻ ദി എംപ്ലോയർ ആൻഡ് എംപ്ലോയി. ഓക്കെ, സോ എംപ്ലോയറിന് തീരുമാനം എടുക്കാം ഷുഡ് യു കണ്ടിന്യൂ ഓവർ ദെയർ ഓർ നിങ്ങൾ റിട്ടേൺ ചെയ്യണമെന്നുള്ളത്. എംപ്ലോയറിൻ്റെ സോൾ ഡെസിഷനാണ്. എംപ്ലോയർ വേണ്ട മതി, 1 വർഷം നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് കിട്ടി, നിങ്ങളിവിടെ വന്ന് ചെയ്തു, നിങ്ങൾ റിട്ടേൺ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ ഹാവ് ടു കം ബാക്ക്. ദർ ഇസ് നോ അതർ എക്സെപ്ഷൻ ഫോർ ദാറ്റ്. But permanent residency is a commitment between the country and the immigrant. So country is there to support you. അവർക്ക് ആവശ്യമുള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ അങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. So definitely there is a support from the country where each and every stages of your life is supported. Other different benefits through ആണ്. We'll just randomly go with the benefits. Multiple entry visas. Sir കുറച്ച് നേരത്തെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ചെയ്തു. ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പോയി ഞാൻ ടൈം എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല. ഫ്രീ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ജോബ് ബെനിഫിറ്റ്സ്. ഫ്രീ എഡ്യൂക്കേഷൻ, ഇപ്പോൾ ഫാമിലി ആയിട്ട് പോകുന്ന ഒത്തിരി പേരുണ്ടാവും. കുഞ്ഞുങ്ങൾക്ക് 18 വയസ്സ് വരെ അവരുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ്ലി ഗവൺമെൻറ് സപ്പോർട്ടഡ് ആണ്. ആൻഡ് യു പീപ്പിൾ, ഇഫ് യു ആർ പ്ലാനിങ് ഫോർ എ ഹയർ സ്റ്റഡീസ് ആഫ്റ്റർ യു മൂവ് ഫ്രം ഹിയർ, then again you get the government benefits of taking the courses in the fees which domestic applicants get. Canadiansന് കിട്ടുന്ന അതേ ഒരു ഫീ സ്ട്രക്ചറിൽ നിങ്ങൾക്ക് അവിടെ പോയി ഒരു അഡ്വാൻസ്ഡ് കോഴ്സോ എന്തെങ്കിലും ഓപ്ഷൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ യു ഗെറ്റ് ദി ബെനിഫിറ്റ്സ്. ഓക്കെ, തേർഡ് വൺ ഇസ് ഹെൽത്ത് കെയർ ബെനിഫിറ്റ്സ്. മെഡിക്കൽ സപ്പോർട്ട്സ് ഇസ് കംപ്ലീറ്റ്ലി ഫ്രീ അൺലെസ് ആൻഡ് അൺടിൽ ഇറ്റ് ഇസ് ടു ഹെവി. അല്ലാത്ത എല്ലാ കേസസിനും നമുക്ക് മെഡിക്കൽ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. ജോബ് ബെനിഫിറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൺട്രിയും ഇമിഗ്രൻറ്റും തമ്മിലുള്ള കണക്ടിവിറ്റിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും റീസൺ കൊണ്ട് നിങ്ങളുടെ ജോബ് നഷ്ടമാവുകയാണ്, ഗവൺമെൻറ് ഇസ് ദെയർ ടു സപ്പോർട്ട് യു. ദിൽ ഡെഫിനറ്റ്ലി സപ്പോർട്ട് യു ടു ഫൈൻഡ് എ ജോബ്. ആ ഒരു ഡ്യൂറേഷൻ ഇറ്റ് ക്യാൻ എക്സ്റ്റെൻഡ് അപ് ടു 1 year. നിങ്ങൾക്ക് പ്രീവിയസ് ജോബിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടിരുന്ന പേ എത്രയാണോ അതിൻ്റെ ഒരു 50 to 60% വരെ നിങ്ങൾക്ക് ഗവൺമെൻറ് പേ ചെയ്യും.
just to make you financially stable. അല്ലെ, നിങ്ങളുടെ ഫാമിലി ആയിട്ട് നിങ്ങൾ അവിടെ പോയി നിൽക്കുന്നതാണ്. സോ ഇറ്റ് ഷുഡ് നോട്ട് ബി നത്തിങ് ലൈക്ക് ഒന്നും ഇല്ലാണ്ട് നമ്മളവിടെ പിന്നെ ഒരു ജോബ് സെർച്ച് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരരുത്. സോ ഗവൺമെൻറ് ഇസ് സപ്പോർട്ടിങ് യു ഓൺ ദി ജോബ് പാർട്ട് ഓൾസോ. അതാണ് ജോബ് സെക്യൂരിറ്റി. ഓക്കെ, നെക്സ്റ്റ് ഇസ് ലൈക്ക് ആക്സസ് ടു ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഓബ്വിയസ്ലി യെസ്, അവർ ബോർഡേഴ്സ് ഷെയർ ചെയ്യുന്നതാണ്. കാനഡ നോർത്ത് അമേരിക്ക പാർട്ടിലാണ് വരുന്നത്. ഇൻവൈറ്റ് പാരൻസ് ടു കാനഡ. കാനഡ എപ്പോഴും ഒരു ഫാമിലി യൂണിഫിക്കേഷനാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ പോയെന്ന് സെറ്റിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഫാമിലി ആയിട്ട് പോകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ഫാമിലി, ചിലപ്പം ഹസ്ബൻഡ് വൈഫ് കുഞ്ഞുങ്ങളായിട്ട് നിങ്ങളൊന്ന് സെറ്റിൽ ചെയ്യാണ്. ഫ്യൂച്ചറിൽ നിങ്ങളുടെ പാരൻസിനെ അക്കമ്പനി ചെയ്യാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവും, അവർക്കും വരാനുള്ള ആഗ്രഹം ഉണ്ടാവും. സോ ദർ ആർ ഓപ്ഷൻസ് വെയർ യു ക്യാൻ പ്രൊവൈഡ് ദം വിത്ത് എ സൂപ്പർ വീസ. അവർക്ക് പാരൻസിനെ അവിടെ കൊണ്ടുവരാനുള്ള പാരൻറ്റ് ഗ്രാൻഡ് പാരൻറ്റ് വീസ ഓപ്ഷൻസ് ഉണ്ട്. സോ യു ക്യാൻ ടേക്ക് ദം വൺസ് യു ഗെറ്റ് സെറ്റിൽഡ്. ഒരു 4 to 6 months ഒക്കെ ആയി കഴിയുമ്പോൾ നിങ്ങളൊന്ന് സെറ്റിൽ ആവും. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പാരൻസിനുള്ള പേപ്പർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് സ്പൗസ് ക്യാൻ വർക്ക് ഫുൾ ടൈം. യെസ്, ഡെഫിനറ്റ്ലി യെസ്. അത് നമുക്കിപ്പം സ്റ്റഡിയിലാണെങ്കിലും അതല്ല അതിന് ശേഷം നമുക്ക് അവിടെ PR നിൽക്കുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് സ്റ്റഡി ഓർ മേ ബി എ വർക്ക് പ്ലാൻ ഓർ മേ ബി എ ബിസിനസ് പ്ലാൻ, എവറിത്തിങ് ഇസ് ആപ്ലിക്കബിൾ. കാനഡ അതിനൊന്നും റെസ്ട്രിക്ഷൻസ് വയ്ക്കുന്നില്ല. only thing is what they ask is like, please don't go for any illegal activities. Do whatever you want to do it in a genuine way. അത്രേ ഉള്ളൂ. അങ്ങനെ എന്തെങ്കിലും കൺസേൺസ് അവർക്ക് വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പിന്നെ ലീഗൽ ഫോർമാലിറ്റീസിലേക്ക് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് സ്ലൈഡ്. സോ ഇതിന് അവരൊരു നിങ്ങളുടെ പ്രൊഫൈൽ അസസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ പോയിന്റ് സിസ്റ്റം. 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അവർ മെയിനായിട്ട് എലിജിബിലിറ്റിയിൽ നോക്കുന്നുള്ളൂ. ഒന്ന്, കാനഡയുടെ നോംസ് അനുസരിച്ചിട്ടുള്ള 167 പോയിന്റ്സ് നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടോ. ഓക്കെ, എവിടെയും പോയി നിങ്ങൾ തിരക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 67 പോയിന്റ്സ് ഇല്ലാതെ നിങ്ങളുടെ ഫയലിന് പെർമനൻറ്റ് റെസിഡൻസിയുടെ ഒരു പരിപാടിയും നടക്കത്തില്ല. പല ഇൻഫർമേഷൻസ് വരുന്നുണ്ട്, കുഴപ്പമില്ല നിങ്ങൾക്ക് ആവറേജ് ബേസ് ഒരു 5 ഒക്കെ IELTS സ്കോർ കിട്ടിയാലും നിങ്ങൾക്ക് എലിജിബിൾ ആവും. നത്തിങ് ലൈക്ക് ദാറ്റ്. 67 അൾട്ടിമേറ്റ്ലി വരണം. ഓക്കെ, നെക്സ്റ്റ് ഇസ് ദി NOC കോഡ്. ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്ന സംഭവം തന്നെ. അതിനു മുന്നേ നമ്മൾ കാനഡയിലേക്ക് പെർമനൻറ്റ് റെസിഡൻസി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള പാത്ത് വേ എന്താണ്, ഇത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, നമുക്ക് 3 രീതിക്ക് കാനഡയിൽ എത്താം പെർമനൻറ്റ് റെസിഡൻസിയിൽ. 1 സ്കിൽഡ് വർക്കറായിട്ട്, 2 ട്രേഡ് വർക്കറായിട്ട്, 3 കാനഡയിൽ എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ അങ്ങനെ. സോ ഇറ്റ്സ് എ ഫെഡറൽ സ്കിൽഡ് വർക്കർ പ്രോഗ്രാം, FSWP. അടുത്തത് ഫെഡറൽ സ്കിൽഡ് ട്രേഡ് വർക്കർ പ്രോഗ്രാം, ട്രേഡ് വർക്കേഴ്സിന് ഓപ്ഷൻസ് ഉണ്ട്. തേർഡ്, ഡെഫിനറ്റ്ലി യെസ്, അറ്റ്ലീസ്റ്റ് 1 year എക്സ്പീരിയൻസ് നിങ്ങളുടെ സ്റ്റഡീസ് കഴിഞ്ഞിട്ട് നിങ്ങൾ കാനഡയിൽ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ത്രൂ ദാറ്റ് കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് വീസ ത്രൂ നിങ്ങൾക്ക്. ഈ 3 ഓപ്ഷൻസിലാണ് PR സ്കിൽഡ് വർക്കേഴ്സ് അല്ലെങ്കിൽ ട്രേഡ് വർക്കേഴ്സ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളവരായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുക. അപ്പോൾ ഇതിൽ ഈ പറയുന്ന പ്രീവിയസ് സ്ലൈഡ് NOC, നാഷണൽ ഒക്കുപ്പേഷൻ ക്ലാസിഫിക്കേഷൻ. വാട്ട് ഈസ് നാഷണൽ ഒക്കുപ്പേഷൻ ക്ലാസിഫിക്കേഷൻ? എല്ലാ കൺട്രിയിലും അവർക്ക് അവരുടേതായ ഒരു ഡിമാൻഡ് ലിസ്റ്റ് ഉണ്ട്. നിങ്ങളുടെ ജോബിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഡിമാൻഡ് ലിസ്റ്റ് ഉണ്ട്. ഇതിനെ അവർ സെക്ടർ ചെയ്തേക്കുന്നത് 0, A, B, C, D ഇത്രയും ലെവൽസിലാണ് സെക്ടർ ചെയ്തേക്കുന്നത്. സോ 0 റെപ്രസെൻറ്റ്സ് മാനേജറിയൽ ലെവൽ എക്സ്പീരിയൻസ്, A represents professional level of experience, and B with technical level. Okay, and C, D comes under the trade experience. Clear? So ഇതിന് ഞാൻ തിരിച്ച് വീണ്ടും സ്റ്റഡീസിലേക്ക് കണക്ട് ചെയ്ത് വരാം. സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി സ്റ്റഡീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് കിട്ടുന്നുണ്ട് അല്ലേ. പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് കിട്ടിയതിന് ശേഷം യു ആർ ഒഫീഷ്യലി ഓതറൈസ്ഡ് ടു വർക്ക് ഓവർ ദെയർ. അതുപോലെ തന്നെ ഞാൻ ഒരു പാർട്ടും കൂടെ പറഞ്ഞു, മാരീഡ് ആയിട്ടുള്ള ആപ്ലിക്കൻസ് ആണെങ്കിൽ ഹസ്ബൻഡിന് അല്ലെങ്കിൽ വൈഫിന് അവിടെ സ്പൗസൽ വീസയിൽ സ്റ്റുഡൻറ്റ് അവിടെ എത്തി സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എത്തിയതിന് ശേഷം അവർക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാം. അവരും ഈ പറയുന്ന 0 A B ലെവലിലാണ് എക്സ്പീരിയൻസ് 1 year. 1 year എന്ന് പറയുമ്പം കംപ്ലീറ്റ് 1 year ഒരു ഫേമിൽ നമ്മൾ ഗെയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ആഡഡ്. ക്ലിയർ? സോ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ആപ്ലിക്കൻറ്റിനാണെങ്കിൽ സ്റ്റഡീസ് കഴിഞ്ഞിട്ട് ഈ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഇസ് എ സപ്പോർട്ട്. ഇനി അതല്ല നമുക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്, ഈ 0 A B ലെവലിൽ വരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വർഷത്തെ സ്റ്റഡീസും കൂടെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അഡീഷണൽ പോയിന്റ്സ് ആഡപ്പ് ആവും. ദിസ് ഈസ് ഹൗ യു ഗെറ്റ് എലിജിബിൾ. ഇനി 67ൻ്റെ സിസ്റ്റത്തിൽ നോർമലി എന്തൊക്കെ സംഭവം വരുന്നതെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ എടുക്കാം. ഇറ്റ്സ് യുവർ ഏജ് വിച്ച് ഇസ് കൺസിഡേർഡ് ഫസ്റ്റ്, എഡ്യൂക്കേഷൻ, വർക്ക് എക്സ്പീരിയൻസ് ആൻഡ് ഒബ്വിയസ്ലി യുവർ IELTS സ്കോർ പ്ലസ് മാരീഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കൻ്റ് ആണെങ്കിൽ അവരുടെ സ്പൗസിൻ്റെ IELTS സ്കോറും നമുക്ക് അക്കൗണ്ട് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് 67ൻ്റെ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് കൗണ്ട് ചെയ്യുന്നത്. ഒരു അത്യാവശ്യം നല്ലൊരു പ്രോസ്പെക്റ്റീവ് ഫയൽ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് സംസാരിച്ചതുപോലെ തന്നെ, ഇഫ് യുവർ ഏജ് ഇസ് വിത്തിൻ 29
and if your education is masters plus you are having continuous of 3 years of experience, നമുക്ക് കാനഡയിലേക്ക് നമുക്കൊരു ടോപ്പ് പ്രയോറിറ്റി ഫയൽസിനകത്ത് ആഡ് അപ്പ് ചെയ്യാം. Doesn't mean like മറ്റ് ഫയൽസ് എലിജിബിൾ അല്ല എന്നല്ല, but again there are some options which I will be coming up with the next slide. So this is some golden files. Okay, ഇനി ഇത് ബേസ് നമ്മൾ കണ്ടു, 67 പോയിന്റ്സ് നമുക്ക് 100ൽ വേണം എലിജിബിലിറ്റിക്ക് ആയിട്ട് NOC നമ്മൾ മീറ്റ് ചെയ്യണം. ഇതിൻ്റെ ഒരു പ്രോസസ്സ് നമ്മൾ ടേക്കപ്പ് ചെയ്യുന്നത് എക്സ്പ്രസ് എൻട്രി എന്ന് പറയുന്ന പ്രോഗ്രാം ത്രൂ ആണ് നമ്മുടെ ഫയൽ പെർമനൻറ്റ് റെസിഡൻസിക്ക് മൂവ് ചെയ്യുന്നത്, വിച്ച് വാസ് ലോഞ്ച്ഡ് ഇൻ 2015. അതുവരെ നമുക്ക് നോർമൽ സിസ്റ്റം ആയിരുന്നു, എനി വൺ ക്യാൻ സബ്മിറ്റ് യുവർ ഫയൽസ്, ബട്ട് ഫ്രം 2015 ഓൺവേർഡ്സ് യുവർ ഫയൽ ഷുഡ് ബി അഡ്രസ്ഡ് അണ്ടർ ദി എക്സ്പ്രസ് എൻട്രി പ്രോഗ്രാം. ഓക്കെ, എക്സ്പ്രസ് എൻട്രി പ്രോഗ്രാം പലർക്കും ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സം പീപ്പിൾ വിൽ ബി ഹാവിങ് എ മെത്ത് ലൈക്ക് ഓക്കെ ഇറ്റ്സ് വെരി ഈസി പ്രോസസ്സ്, നമുക്ക് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി, ഇതിനകത്ത് വലിയ പരിപാടികളൊന്നും ഇല്ല, ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക, കാനഡ ഗവൺമെൻറ്റിന് എപ്പോഴാണോ നമ്മുടെ ഫയലിൻ്റെ റിക്വയർമെൻറ്റ് വരുന്നത് ബേസ്ഡ് ഓൺ ദാറ്റ് ദിൽ ടേക്ക് യുവർ ഫയൽ, ഗോ ഫോർ എ പ്രോസസ്സിങ്. ദിസ് ഇസ് നോട്ട് ദ എക്സാക്ട് പാർട്ട് ഹൗ ഇറ്റ് ഈസ് മൂവിങ്. ആക്ച്വലി ഇതിൻ്റെ എല്ലാ നിയമവശങ്ങളും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ്, ഇതിൻ്റെ എല്ലാ നിയമവശങ്ങളും ഇതെങ്ങനെ നമ്മൾ മുന്നോട്ട് പ്രൊസീഡ് ചെയ്യണം, ഇതിലേക്ക് മുന്നോട്ട് പോയി കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ കൺസേൺസ് വന്നു കഴിഞ്ഞാൽ ഹൗ ക്യാൻ ഐ ഫേസ് ഇറ്റ്, ഇതിനെല്ലാം പറ്റി നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻ്റ് ആണ്. ഇഫ് യു ഹാവ് ടൈം you can go for it. If you don't have time, if you are not able to check with the recent updates, if you don't have an option to communicate with the consultant or the country, please do approach an expert consultant who is having an ICCRC regulated lawyer or a consultant. ICCRCയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. കാരണം ICCRC now they have just changed it to CICC. ICCRC എന്ന് പറയുന്നത് അവരുടെ ഓതറൈസ്ഡ് ഇമിഗ്രേഷൻ റെഗുലേറ്ററി ബോഡിയാണ്. സോ they have recently changed it to College of Immigration and Citizenship Consultant. ബട്ട് നമുക്ക് ഒരു ഫേം റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു കൺസൾട്ടൻറ്റിന് നമ്മൾ ICCRC കൺസൾട്ടൻ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് എയർ റോൾ? എനി ഐഡിയ? നമ്മൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ ഫയൽ റെപ്രസെൻറ്റ് ചെയ്യാനും അതിൻ്റെ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്സ് ടേക്ക് കെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഫയൽ പ്രസൻറ്റ് ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും കൺസേൺസ് ഉണ്ട്, എന്തെങ്കിലും നമുക്കൊരു ഫർദർ കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് കിട്ടണമെങ്കിലും ഇറ്റ് ഈസ് ദീസ് പീപ്പിൾ ഹു ആർ സപ്പോർട്ടിങ് അവർ ഫയൽ. വി നീഡ് നോട്ട് ബോദർ അബൌട്ട് ദ ഫയൽ ദെൻ. വൺസ് ഇറ്റ് ഈസ് സബ്മിറ്റഡ് ദേ വിൽ ടേക്ക് കെയർ. അവരതിൻ്റെ കാര്യങ്ങൾ, പുതിയ അപ്ഡേറ്റ്സ്, നമ്മുടെ പ്രൊഫൈലിനുള്ള സാധ്യത, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രൊവിൻസസ്, കാനഡയിൽ മൊത്തം 10 പ്രൊവിൻസസ് ഉണ്ട്, 3 ടെറിട്ടറീസ് ഉണ്ട്. അപ്പോൾ ഈ 10 പ്രൊവിൻസസിലേക്ക് ഏത് ഓപ്ഷനിലേക്കും നമ്മുടെ ഏത് പ്രൊവിൻസിലേക്കും നമ്മുടെ ഫയലിൻ്റെ ഒരു എലിജിബിലിറ്റി വന്നു കഴിഞ്ഞാൽ ദേ വിൽ ടേക്ക് ദ സ്റ്റെപ്പ്, ദേ വിൽ മൂവ് ഫോർവേഡ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോസസ്സ് ഹാസൽ ഫ്രീ ആണ്. നമുക്കൊരു ടെൻഷനോ കൺസേണോ ഒന്നും ഇതിനെ റിലേറ്റ് ചെയ്ത് നമുക്ക് വേണ്ടി വരുന്നില്ല. ബിക്കോസ് ദേ വിൽ ടേക്ക് കെയർ ആൻഡ് നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള ഏതൊരു ഓപ്ഷനിലാണെങ്കിലും നമ്മുടെ ഫയൽ പ്ലേസ്ഡ് ആയിരിക്കും. ആൻഡ് ദിസ് വിൽ മേക്ക് യുവർ ഫയൽ ഈസിയർ ടു ഗെറ്റ് എ പെർമനൻറ്റ് റെസിഡൻസി എലിജിബിലിറ്റി. ഓക്കെ, വിൽ ജസ്റ്റ് കം ബാക്ക് ടു ദിസ്. ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് PR പോകുന്നില്ല, ബിക്കോസ് ഇതൊരു നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ ആയതുകൊണ്ട് ജസ്റ്റ് കവറിങ് അപ്പ് ദ തിങ്സ്. പറയുകയാണെങ്കിൽ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടുണ്ട്, ബട്ട് ജസ്റ്റ് കമ്മിങ് ബാക്ക്. ഓക്കെ, സോ ബെനിഫിറ്റ്സ് നമ്മൾ കണ്ടു, എന്താണ് നമ്മുടെ എലിജിബിലിറ്റി എന്ന് കണ്ടു. ഇനി എക്സ്പ്രസ് എൻട്രി പ്രോഗ്രാമിലേക്ക് ഫയൽ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഈ 67 പോയിന്റ്സ് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു റാങ്കിങ് സിസ്റ്റം ത്രൂ ആണ്. റാങ്കിങ് സിസ്റ്റം നമ്മൾ കോംപ്രിഹെൻസീവ് റാങ്കിങ് സിസ്റ്റം എന്നാണ് പറയുന്നത്. ഈ ഒരു റാങ്കിങ് സിസ്റ്റം ത്രൂ നിങ്ങളുടെ പ്രൊഫൈൽ അസസ് ചെയ്യുന്നതിനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു ഗോൾഡൻ ഫയൽ എന്നുള്ളൊരു സിസ്റ്റം. ഓക്കെ, ബിക്കോസ് ഈ റാങ്കിങ് സിസ്റ്റം നമുക്ക് എവിടെ ബെനിഫിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ആപ്ലിക്കേഷൻ എക്സ്പ്രസ് എൻട്രി പ്രോഗ്രാമിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ സെലക്ട് ചെയ്യാൻ സാധ്യത 2 ഓപ്ഷൻസ് ത്രൂ ആണ്. ഒന്ന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റ് സെലക്ഷൻ, 2 പ്രൊവിൻസ് നോമിനേഷൻ, സ്റ്റേറ്റ് സെലക്ഷൻ. ഈ 2 രീതിക്കാണ് നമ്മുടെ ഫയലിൻ്റെ സെലക്ഷൻ സാധ്യത വരുന്നത്. സോ ഒബ്വിയസ്ലി നമുക്കൊരു കൺഫ്യൂഷൻ വരും, ഇതിന് നമ്മൾ ഓരോ സ്റ്റെപ്പ് ഓരോ വട്ടം അപ്ലൈ ചെയ്യണമെന്നൊന്നുമല്ല. നമ്മുടെ ഫയൽ ഈ എക്സ്പ്രസ് എൻട്രി പ്രോഗ്രാമിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇതിലേത് ഓപ്ഷൻ ആണെങ്കിലും നമ്മുടെ ഫയൽ അവർക്ക് പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. There are certain provinces or states which is having their exclusive role. അവരുടെ തന്നെ പൂൾ സിസ്റ്റം ഉണ്ട്. ബട്ട് സ്റ്റിൽ നമ്മളിവിടെ ആക്റ്റീവ് ആണെങ്കിൽ നമുക്ക് ഏത് പ്രൊവിൻസിലേക്കും നമുക്ക് ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫയലിന് സാധ്യതയുണ്ട്.
അപ്പോൾ ഇതിൽ സെൻട്രൽ ഗവൺമെൻറ് സെലക്ഷൻ എന്ന് പറയുമ്പോൾ അവർ പ്യോർലി നമ്മുടെ റാങ്ക് ബേസ് ചെയ്ത് മാത്രമാണ് ഫയൽ സെലക്ട് ചെയ്യുന്നത്. എല്ലാ മാസവും ട്വൈസ് ഓർ ത്രൈസ് ദേ വിൽ ബി ഹാവിങ് എ ഡ്രോ സിസ്റ്റം ത്രൂ വിച്ച് ദേ വിൽ ബി സെലക്ടിങ് എ പെർട്ടിക്കുലർ സ്കോർ, റാങ്ക്, ആൻഡ് ആ റാങ്കോ അതിന് മേലെയോ ഫയലിന് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ the possibilities there. ഇതിൽ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് ഉള്ളവർ വരും, ഫെഡറൽ സ്കിൽഡിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് പാരലലി സ്റ്റഡീസിന് നിൽക്കുന്നവർ വരും, അല്ലെങ്കിൽ ഫെഡറൽ സ്കിൽഡ് മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ ഫയൽ വരും. എവ്രി വൺ കംസ് അണ്ടർ ദിസ് പൂൾ. Okay, so this is purely a rank based system where a golden score of IELTS with listening 8 and all the other bands with 7 is required. Okay, ഇത് ഇതുവരെയുള്ള ഓപ്ഷനാണ്. വി ഡോണ്ട് നോ വാട്ട് ഈസ് ഗോയിങ് ടു കം അപ്പ് നെക്സ്റ്റ്, ബിക്കോസ് ജൂലൈയോട് കൂടി ഡ്രോസ് ആർ കമ്മിങ് അപ്പ് വിത്ത് ഫുൾ ഫ്ലെഡ്ജിൽ ഡ്രോസ് എല്ലാം വരുന്നുണ്ട്. സോ വി ഡോണ്ട് നോ വാട്ട് വുഡ് ബി ദ നെക്സ്റ്റ് അപ്ഡേറ്റ്, ബട്ട് ദ പോസിബിലിറ്റീസ് ടു ഹൈ. നമുക്കറിയാം അല്ലേ, ഇതുവരെയും 1 lakh അവരൊരു 4.5 ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ സംതിങ് ഷുഡ് ബി ഡെഫിനറ്റ്ലി ദയർ. സോ ദിസ് ഇസ് ഓപ്പർച്യൂണിറ്റി. Now province nomination program എന്ന് പറയുമ്പോൾ definitely yes, state nomination ആണ്. State always look into the category which you are working in. ഞാൻ നേരത്തെ പറഞ്ഞു റീജിയൻ ബേസ്ഡ് ആയിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ കോഴ്സ് പ്രിഫർ ചെയ്യുമ്പം നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങളുടെ PR ഫോക്കസ് ചെയ്താണ് പോകുന്നത്. സോ ആ പ്രൊവിൻസിലേക്ക് ആ ഒരു കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്ത് പോകുമ്പോൾ അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഹൈ ആണ്, PR കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്താലും പ്രൊവിൻസ് നോമിനി പ്രോഗ്രാം ത്രൂ നമ്മുടെ കാറ്റഗറിയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദാറ്റ് യുവർ ഫയൽ വിൽ ബി സെലക്ടഡ് ആൻഡ് ഇറ്റ് വിൽ ബി ലൈക്ക് ഗോയിങ് വിത്ത് ദ ഫർദർ പ്രൊസീജിയേഴ്സ്. ഓക്കെ, so once you get the selection, yes, next part is definitely like taking up your profile for the invitation. നമുക്കിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ITA, ഇൻവിറ്റേഷൻ ടു അപ്ലൈ, നമ്മുടെ ഫയൽ കാനഡ ഗവൺമെൻറ് വിളിച്ചതിന് ശേഷം അതിനെ പ്രോസസ്സിങ്ങിന് വേണ്ടി ടേക്കപ്പ് ചെയ്യുന്നതാണ് ഇൻവിറ്റേഷൻ ടു അപ്ലൈ. ഇൻവിറ്റേഷൻ കിട്ടിക്കഴിയോ അല്ലെങ്കിൽ ഒരു പ്രൊവിൻസിൽ നിന്ന് ഇൻട്രസ്റ്റ് ലെറ്റർ കിട്ടിക്കഴിഞ്ഞാലോ വി ആർ ലൈക്ക് 80% സേഫ്. നമുക്ക് സാധ്യത അവിടെ ഓൾമോസ്റ്റ് യെസ്. ബട്ട് അത് തീരുന്നില്ല അവിടെ വെച്ചിട്ട്. അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ ഡീറ്റെയിൽഡ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ പ്രോസസ്സ് വരുന്നത്, അണ്ടർ വിച്ച് വി ഹാവ് സബ്മിറ്റഡ് ഓൾ ദ ഡോക്യുമെൻറ്റ്സ് ഫോർ എ ഡീറ്റെയിൽഡ് വെരിഫിക്കേഷൻ ഇൻക്ലൂഡിങ് യുവർ IELTS, ECA, എഡ്യൂക്കേഷൻ ക്രിഡൻഷ്യൽ അസസ്മെൻറ്റ്. നമ്മുടെ ഡിഗ്രി നമ്മൾ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് ഈസ് നോട്ട് ആക്സെപ്റ്റഡ് ആസ് സച്ച്. അവർക്ക് 2 സിസ്റ്റമേ ഉള്ളൂ, ഇൻസൈഡ് കാനഡ, ഔട്ട്സൈഡ് കാനഡ. അത് നിങ്ങൾ വേൾഡിൻ്റെ ഏത് പാർട്ടിൽ നിന്ന് ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്താലും. പലർക്കും ഒരു മിത്തുണ്ട്, ലൈക്ക് ഞാനിപ്പം ദുബായിലോ അബുദാബിയിലോ ഇല്ലേ ഒരു പക്ഷേ ഞാൻ വേറെ ഏതെങ്കിലും കൺട്രിയിൽ നിന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈസി ഫോർ മീ, UK എവിടെ നിന്ന് അപ്ലൈ ചെയ്താലും കുറച്ചും കൂടെ പ്രോസസ്സ് ഈസിയാണെന്ന്. ഏതാണെങ്കിലും നിങ്ങൾ ഈ എക്സ്പ്രസ് എൻട്രി പ്രോഗ്രാമിന് ത്രൂ തന്നെയാണ് പോകുന്നത്. അവർക്ക് ഔട്ട്സൈഡ് കാനഡ ഒരു സിസ്റ്റമേ ഉള്ളൂ. സോ ബേസ്ഡ് ഓൺ ദിസ് ദിൽ ബി ഇവാലുവേറ്റിംഗ് യുവർ പ്രൊഫൈൽ. അപ്പം എഡ്യൂക്കേഷൻ അസസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യപ്പോഴാണ് അതിനൊരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഇവാലുവേറ്റഡ് പോയിൻറ്റ്സ് നമുക്ക് തരുന്നത്. എക്സ്പീരിയൻസ് ഒബ്വിയസ്ലി യെസ് റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് മാക്സിമം ഫ്രം ദ സ്റ്റാർട്ട് ഒരു ഓഫർ ലെറ്റർ തുടങ്ങിയുള്ള മാക്സിമം ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഗ്യാദർ ചെയ്ത് വയ്ക്കും. ആൻഡ് കനേഡിയൻ ഫോമാറ്റിൽ റെഫറൻസ് ലെറ്റർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇസ് ഹൗ വിൽ ബി ഗോയിങ് ഫോർ ദി സെലക്ഷൻ. എനിത്തിങ് ഇതുവരെ എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും യു വുഡ് ലൈക്ക് ടു നോ ഇൻ അഡീഷൻ? യെസ് പ്ലീസ്, ക്യാൻ യു ജസ്റ്റ് പാസ് ഓൺ ദ മൈക്ക്? എക്സ്പീരിയൻസ് പറഞ്ഞല്ലോ, അപ്പം പർട്ടിക്കുലർ ഫേമിൽ 1 year മിനിമം വേണമല്ലേ? യെസ്. അല്ല ഇപ്പം 6 months 8 months? നോ, അത് ഞാൻ റീസൺ പറഞ്ഞുതരാം. സി എക്സ്പീരിയൻസിൻ്റെ ഒരു അണ്ടറിലുള്ള ഗൈഡൻസ് അവർ പറയുന്നത് യു ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 1 year ഓഫ് കണ്ടിന്യൂസ് എക്സ്പീരിയൻസ് ഇൻ വൺ പെർട്ടിക്കുലർ ഫേം. ആഡ് ഓൺ ടു ദാറ്റ് ഇഫ് യു ഹാവ് 3 or 4 years എക്സ്പീരിയൻസ് ഇറ്റ് ഇസ് ഫൈൻ. എനിക്കിപ്പം 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, പ്ലസ് എനിക്കിപ്പോൾ അടുത്ത ഫേമിൽ 1.5 വർഷത്തെയാണ്, ഐ ക്യാൻ ആഡ് ഇറ്റ്. ബട്ട് 6 months എന്നുള്ളത് നമ്മുടെ ഒരു എക്സ്പീരിയൻസിൻ്റെ ഒരു ക്ലാരിറ്റി അവിടെ വരുന്നില്ല. ഓക്കെ, they look into everything. അവർ നിങ്ങൾ ആ കൺട്രിയിലേക്ക് കംപ്ലീറ്റ്ലി വെൽക്കം ചെയ്യാണ്. സോ യു പീപ്പിൾ മൈറ്റ് ബി ഗോയിങ് ദർ ആൻഡ് വർക്കിംഗ് ഓർ മേ ബി സ്റ്റാർട്ടിങ് എ ബിസിനസ് എന്താണെന്നെങ്കിലും യു ഹാവ് എ പ്ലാൻ, റൈറ്റ്? അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എത്രത്തോളമാണ്, നിങ്ങളുടെ സ്റ്റഡീസിന് ചെക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഇമിഗ്രേഷന് നിങ്ങൾ ത്രൂ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് ഈസ് യുവർ പ്ലാൻ, പാക്കപ്പ് എന്താണെന്നുള്ളത് അവരെപ്പോഴും നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽ ആയിട്ട് അസസ് ചെയ്യും. 1. 2, എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കാനഡയുടെ റിക്വയർമെൻ്റ് ആണത്. ഇപ്പം നമുക്ക് പാർട്ട് ടൈം എക്സ്പീരിയൻസ് ആണെങ്കിലും ക്യാൻ ബി അക്കൗണ്ടഡ് പ്രൊവൈഡഡ് രജിസ്റ്റേർഡ് ഫേമിൽ നിന്ന് തന്നെ ആയിരിക്കണം. 2 years of experience will be consolidated into 1 year of experience. That can be also accounted, but at least 1 year of continuous experience. Okay, clear? Anything else you would like to know in addition? ഇത്രയും ഡിസ്കസ് ചെയ്താൽ anyone? Please be comfortable. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിച്ചോളൂ, ഇതൊരു ഡിസ്കഷൻ സെഷൻ മാത്രമാണ്. Can I go to the next slide? Okay, fine.
So next is like, why Amster? Yes, obviously we are a reputed firm. We have many clients who have moved through us. It is not just giving a publicity. അത് നമ്മൾ തന്നെ നമ്മളെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നില്ല. But instead we can serve you from the start till the end. ഇതിൻ്റെ ഒരു end part ഞാൻ പറഞ്ഞു, post landing support. We'll be coming into that. At that time I'll detail you. See, you will find many people who are traveling from here. പലരും concern പറയുന്നത് എന്താണ്? എനിക്ക് വിസയൊക്കെ കിട്ടി, ഞാൻ അവിടെ എത്തി, ഐ ഡോണ്ട് നോ വാട്ട് നെക്സ്റ്റ്. ഐ എം നോട്ട് ഷുവർ അബൌട്ട് വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ നെക്സ്റ്റ്. ഐ ഡോണ്ട് ഹാവ് എ ഫ്രണ്ട് ഓർ റിലേറ്റീവ് ഓവർ ദർ. ഐ ഡോണ്ട് നോ ഹൗ ഐ ഷുഡ് അപ്രോച്ച് ഫോർ ദ നെക്സ്റ്റ് സ്റ്റെപ്സ്. ദിസ് ഇസ് ഓൾവേസ് എ കൺസേൺ. But we do provide the service right from the scratch till the end. And we also have an extended service up to 5 years. Okay? Because we have our office over there in Canada, we have our lawyers working from there, and also we have expert teams who are supporting you on the post-landing part. Okay? So we'll just go with the next. And before that, I'll just detail about previous one. I'll just detail about our services. We are handling permanent residency to Canada, Australia. Then we have study abroad options for different countries. We have our HR placement company in Dubai. Actually, we have our extended offices in Dubai and Abu Dhabi. Here in Kerala, we have 7 offices. Then obviously our main office in Canada. And this is how we are working. And we have some options related to the HR placements I told you. And definitely, yes, we provide IELTS support also. We have our own IELTS institution, DL School. Yes, sir. So actually, we don't provide offline classes. We provide online classes, which is more convenient for the people now. Karanam palarum working aanu, so they can take an option of choosing the time according to their convenience. We have time slots starting from early morning 6 to midnight 12. So you can choose a slot according to your convenience. So we recommend 2 hours a day. Okay? 2 hours in a day, in the sense like 1 hour will be supported by the main tutor who will be handling the 4 modules: listening, reading, writing and speaking. Next person will be the expert person who will be particularly focusing on your speaking session. Okay? Speaking എന്തുകൊണ്ട് അത്രയും കൺസോൾട്ടേറ്റ് ചെയ്ത് എടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ലാംഗ്വേജ് യൂസ്ഡ് ആണ്. ബട്ട് നമുക്കത് പ്രസൻറ്റ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? കാരണം നമ്മുടെ ഒരു ഒഫീഷ്യൽ, ഇപ്പം ഈ ഒരു ഒഫീഷ്യൽ പാത്ത് വരുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി ഐ എം ഓൾസോ ടോക്കിംഗ് ടു ഇൻ ഇംഗ്ലീഷ്. എനിക്ക് പറ്റാത്തത് കൊണ്ടല്ല, പക്ഷേ ഐ എം യൂസ് ടു, അല്ലെങ്കിൽ ഞാൻ ചെയ്യണം, അത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ബട്ട് വാട്ട് ഇഫ് യു ഗോ ഇൻ ഫ്രണ്ട് ഓഫ് ആൻ എക്സാമിനർ? അവിടെ നമ്മൾ എന്ത് ചെയ്യും? വിൽ നോട്ട് ഫൈൻഡ് കോൺഫിഡൻ്റ് അല്ലേ? അവിടെ നമ്മളൊന്ന് ചിന്തിക്കും, വേണോ വേണ്ടേ, പറയുന്നത് ശരിയാണോ തെറ്റാണോ, ഒരു കൺസേൺ വരും. സോ ഇതിലേക്ക് നിങ്ങളെ കുറച്ചും കൂടെ നിങ്ങളൊന്ന് യൂസ്ഡ് ആക്കുക. ഒരു ഗ്രൂപ്പിൽ നിങ്ങളെ സംസാരിക്കുക, നിങ്ങളെ കുറച്ച് നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ ബിൽഡപ്പ് ചെയ്ത് വരിക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ എക്സ്പേർട്ട് പേഴ്സൺ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. So it's purely CLB level 8 oriented coaching, 9 oriented coaching with listening 8 and reading, writing, speaking with 7. Permanent residency ke students in allada thanne namukku 1 month crash batch undu, because their overall requirement is 6.5 and individual bandwidth 6. So idu ningada convenience pole edukam. It's a 3 months program which we are providing for permanent residency candidates, and 1 month program for students. Okay, so rest like the fee part, time slots, adokke nammade counselors vaayittu ninge coordinate cheyam last part lo. Okay, any other questions? No. So next slide. We'll just wind up with the post landing services too. Okay, I told you like we have our expert team in Canada. So right from the start, ningal avade airport la ettunna samayam thottu you can avail the service. Okay, either it is on a PR part or maybe a student visa part. Ningal avade ettunna samayam thottu we'll have our team to support you completely. So student part lo nokkunengi definitely PR ആയിരിക്കും അതിൻ്റെ ഒരു ഫൈനൽ അസിസ്റ്റൻസ് വരുന്നത്. അതല്ലാണ്ട് ആഡ് ഓൺ ചെയ്ത് വരുന്നത് അക്കോമഡേഷൻ അസിസ്റ്റൻസ്. വി ക്യാൻ ഫസ്റ്റ് പാർട്ട് വി ക്യാൻ ഡെഫിനറ്റ്ലി കണക്ട് യു ടു അവർ ഓൾറെഡി എൻറ്റേർഡ് ക്ലൈൻറ്റ്. അവിടെ ഓൾറെഡി സ്റ്റുഡൻസ് ആയിട്ടുള്ള കുട്ടികളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. റെഫറൻസസ് ക്യാൻ ബി പ്രൊവൈഡഡ് ആഫ്റ്റർ യുവർ വിസ കൺഫർമേഷൻ ഓർ അറ്റ് ദ ടൈം ഓഫ് യുവർ ട്രാവൽ. ഓക്കെ, accommodation assistance definitely yes. Card connections, main card is SI and social security card. Then after you get your PR, permanent residency card, ee rendu important cards undu. SIM card and PR card is really important. Namukku adana nammade oru identity Canadayil etti kayinjal. So idinte workouts is really important. Immediately after you reach over there, we'll have to step out for these works. Okay, connections, obviously internet connections, phone connections നമുക്ക് വേണം. ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റുഡൻ്റ് ആയിട്ട് പോകുന്നൊരു വ്യക്തിക്ക് നമ്മളവിടെ ഓൾറെഡി സ്കോഷ്യ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ ലിവിങ് എക്സ്പെൻസിനുള്ള ഫണ്ട് GIC അക്കൗണ്ട് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. ബട്ട് യു വിൽ ഹാവ് ടു സ്റ്റാർട്ട് എ ബാങ്ക് അക്കൗണ്ട് ഓവർ ദർ ആഫ്റ്റർ യു റീച്ച് ദർ. കാരണം നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസിന് നിങ്ങൾ റെമിറ്റ് ചെയ്തേക്കുന്ന എമൗണ്ട് നിങ്ങൾക്ക് സബ്സിഡൈസ്ഡ് വേയിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഗവൺമെൻറ് തിരിച്ച് നിങ്ങൾക്ക് റിട്ടേൺസ് തരും.
It is just to control your expense. But the entire amount will come back to your account. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്രീ പ്ലാനിങ്. ലൈക്ക് നമുക്ക് അവിടെ നമ്മൾ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നെങ്കിൽ ഈ എമൗണ്ട് നിങ്ങൾക്ക് സെക്കൻഡ് ഇയർ ഫീസിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടെന്ന്. ഐ ഹോപ്പ് യു ക്യാൻ ലിങ്ക്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമായിട്ട് കണക്ട് ചെയ്ത് വന്നു എന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ അല്ലേ? So that is about the cards and connections. Workshop on guidelines to be in Canada. Canada definitely has their own rules and policies. അത് നിങ്ങൾ ഫോളോ ചെയ്ത് അത് ആ രീതിക്ക് കറക്റ്റായിട്ട് നിങ്ങൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് they provide a 3 days workshop. So അതിനുള്ള ഗൈഡൻസ്. Job assistance, definitely yes. After you reach over there, നമ്മുടെ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് ടൈമിലാണെങ്കിലും പെർമനൻറ്റ് റെസിഡൻസിക്ക് അവിടെ എത്തിയതിന് ശേഷമാണെങ്കിലും നിങ്ങളെ കമ്പനീസുമായിട്ട് കണക്ട് ചെയ്യാനും ജോബിൻ്റെ ഒരു സാധ്യതകൾ കണ്ടെത്താൻ ഹെൽപ്പ് ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ട്സും നമ്മുടെ ടീം അവിടെ നിന്ന് കോർഡിനേറ്റ് ചെയ്യും. സർവീസ് അപ് ടു 5 years എക്സ്റ്റൻഡഡ് സർവീസ്. അത് സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്നവർക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അവിടെ ഒരു PR എടുക്കാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട്. PRൽ പോകുന്നവർക്ക് അവിടെ നിങ്ങളുടെ ഫ്യൂച്ചറിൽ പാരൻസിനെയോ സ്പൗസിനെ സ്പോൺസർ ചെയ്യാനോ ഇല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്കൊരു ഫ്യൂച്ചർ എക്സ്റ്റൻഡഡ് സർവീസ് വിസിറ്റ് വിസ സപ്പോർട്ടോ അങ്ങനെ എന്താണെങ്കിലും ഒരു 5 years വരെയുള്ള എക്സ്റ്റൻഡഡ് സപ്പോർട്ട് നമ്മുടെ സൈഡിൽ നിന്നുണ്ടാവും. ഇത്രയാണ് പോസ്റ്റ് ലാൻഡിങ്ങിൽ വരുന്നത്. Final is a question and answer session. Before that, sir, anything to add on for PR? സോ കാനഡയെ സംബന്ധിച്ച് സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്ന നിങ്ങളെല്ലാവരുടെയും മനസ്സിൽ വേണ്ട കാര്യം ഇവിടുന്ന് പോകുമ്പം മുതൽ പെർമനന്റ് റെസിഡൻസി കിട്ടുന്നിടം വരെ കൃത്യമായി ഇതിനെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചിട്ട് മാത്രമേ പോകാവൂ. കാരണം എടുത്തെടുത്ത് പറയുന്ന കാര്യം നമ്മൾ ഫേസ് ചെയ്യുന്നതാണ്. ധാരാളം സ്റ്റുഡൻസ് ലാസ്റ്റിൽ ഈ 3 years സ്റ്റേ ബാക്ക് മാത്രം നിന്നിട്ട് റെസിഡൻസി കിട്ടാതെ തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് പ്ലീസ് ദയവായി സ്റ്റുഡൻറ്റ് വിസ ഏത് കൺസൾട്ടൻസി ഏത് ഏജൻസി നിങ്ങൾ ചൂസ് ചെയ്യാം. പക്ഷേ PR പറ്റി അത് കാനഡ നിങ്ങളുടെ ലക്ഷ്യം അതാണ്. അത് ഇത്രയും ലക്ഷങ്ങൾ മുടക്കി നിങ്ങൾ അവിടെ പഠിച്ച് തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ വന്നാൽ അത്ര സുഖമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും പോകുന്ന സമയത്ത് മുതൽ നിങ്ങളത് അപ്ഡേറ്റ് ആയിരിക്കണം. അതിന് അവരുടെ വെബ്സൈറ്റുകളുണ്ട്, CIC ന്യൂസ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുക. എസ്പെഷ്യലി ഒരു ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ കൺസൾട്ടൻറ്റുമായി ഒരു റിലേഷൻ കീപ്പ് ചെയ്യുക. കാരണം നമുക്ക് വലുത് PR തന്നെയാണ്. ഓക്കെ, സ്റ്റുഡൻറ്റ് വിസ ഇതൊക്കെ നടക്കും. കാരണം ഏത് ഏജൻസിക്കും നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ എടുത്തു തരുന്നു. ഇതൊന്നും മാജിക് ഒന്നുമല്ല. ഇറ്റ്സ് എ ബിസിനസ്. സോ എനിവൺ ക്യാൻ ഡു അഡ്മിഷൻ ഓർ വിസ ഓൺലൈൻ. നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ലാസ്റ്റ് പാർട്ട് അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ല. ഇമിഗ്രേഷൻ സെക്ടറിൽ ഏകദേശം എൻ്റെ 9 to 10 years എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് സക്സസ് ആക്കി എടുക്കുന്ന ഒരു നല്ല കൺസൾട്ടൻറ്റിന് നിങ്ങൾ ഒരിക്കലും സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയോ അഡ്വൈസ് എടുത്ത് പോകരുത്. അവർ ചെയ്ത പോലെ ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ NOC അതേപോലെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് വെരിഫിക്കേഷൻ ഇതൊക്കെ വ്യത്യസ്തമായ രീതിയിലാവും. അതൊരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കൺസൾട്ടൻറ്റ് വഴി തന്നെ നിങ്ങൾ പ്രോസസ്സ് എടുക്കുക. We have certain questions. So these are some questions which you all have given us and we have consolidated it. So I'll just randomly go with this. What scholarships am I eligible for? That was the first question. അത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനിൽ പറഞ്ഞിരുന്നു. സ്കോളർഷിപ്സ് നമുക്ക് കാനഡ ആണെങ്കിൽ അവിടെ എത്തിയതിന് ശേഷം നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് ബേസ് ചെയ്തിട്ടാണ് കൺട്രി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് യു ഡു ഹാവ് ഓപ്ഷൻസ് ഫോർ ദാറ്റ്. UK ഓബ്വിയസ്ലി യെസ്, നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് ഇന്ത്യയിൽ നിന്ന് തന്നെ അവർ അസസ് ചെയ്തിട്ട് തന്നെയാണ് നിങ്ങൾക്ക് അതിൻ്റെ ബാക്കിയുള്ള ഫീ വേവേഴ്സും കാര്യങ്ങളും തരുന്നത്. ഓക്കെ, സോ ബിഫോർ മൂവിങ് ഫ്രം ഹിയർ യുവർ ഫീസ് വിൽ ബി വേവ്ഡ് ഓഫ് ഫ്രം യുവർ ഇനീഷ്യൽ അഡ്മിഷൻ ഫീസ്. അതിനൊരു ഡൗട്ടുണ്ട്. നമ്മളിപ്പോൾ ആദ്യമേ തന്നെ ഈ സ്കോളർഷിപ്പിന് അഡ്മിഷൻ സമയത്ത് തന്നെ റിക്വസ്റ്റ് കൊടുക്കണോ അതോ അവിടെ ചെന്നിട്ട് കൊടുത്താൽ മതിയോ കാനഡയുടെ? കാനഡ നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സിന് വേണ്ടിയിട്ട് മുന്നോട്ട് നീങ്ങുമ്പം തന്നെ യു ക്യാൻ, ബട്ട് ലിമിറ്റഡ് ഓപ്ഷൻസ് ആണ്. നമ്മൾ അവിടെ എത്തിയതിന് ശേഷം കോളേജിൽ നമ്മൾ ഡയറക്റ്റ്ലി പ്രസൻറ്റ് ചെയ്യുന്നതും ഇവിടെ എംബസി ഓഫീസറിന് പ്രസൻറ്റ് ചെയ്യുന്നത് രണ്ടാണ്. അപ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി കോളേജിലേക്ക് എത്തിയതിന് ശേഷം യു വിൽ ഹാവ് ടു പ്രസൻറ്റ് യുവർ റിക്വയർമെൻറ്റ്സ് ഓർ ഡോക്യുമെൻറ്റ്സ് ഇൻ ദ കോളേജ് ഇറ്റ് സെൽഫ്. ഓക്കെ, സെക്കൻഡ് ഇസ് ലൈക്ക് വെയർ ക്യാൻ ഐ സ്റ്റാർട്ട് അപ്ലൈയിങ് when can I start applying for abroad courses? See, if you have a plan for a studies, don't just go to the brim. ഇപ്പോൾ ഇൻടേക്സ് നമ്മൾ കണ്ടു അല്ലേ, Jan, May, Sep intakes ആണ്. Doesn't mean like okay സെപ്റ്റംബറിലല്ലേ, ഇപ്പം ഇനിയിപ്പോൾ നമുക്ക് സെപ്റ്റംബർ ഇൻടേക്ക് വരുന്നുണ്ട്, നമുക്കിപ്പോൾ ഇമ്മീഡിയറ്റ്ലി പോയി കോഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു എ ലിമിറ്റഡ് എക്സ്റ്റെൻറ്റ്. വൈ? എനി ഐഡിയ? See,
ഏതൊരു കോഴ്സ് അല്ലെങ്കിൽ ഏതൊരു ഇൻടേക്ക് ആണെങ്കിലും ദാറ്റ് ഡസൻ വെയിറ്റ് ഫോർ അസ് ടു അപ്ലൈ അല്ലേ, ഇറ്റ് കീപ്സ് ഓൺ ഗെറ്റിംഗ് ഫിൽഡ്. അപ്പം പോസിബിലിറ്റീസ് അവിടെ നമുക്ക് കുറഞ്ഞു വരുവാണ്. ഇഫ് യു ഹാവ് എ ഫുൾ സെറ്റ് ഫയൽ, വി വിൽ ഡെഫിനറ്റ്ലി അഡ്വൈസ് യു ടു ടേക്ക് എ ചാൻസ്. നമുക്ക് നോക്കാം സെപ്റ്റംബർ ഇൻടേക്ക്. ഇഫ് ഇറ്റ്സ് പോസിബിൾ ഞങ്ങളുടെ 100% എഫേർട്ട് ഞങ്ങൾ ഇടും. സെപ്റ്റംബർ ഇൻടേക്ക് തന്നെ മാക്സിമം ട്രൈ ഔട്ട് ചെയ്യും, പ്രൊവൈഡഡ് ഇൻക്ലൂഡിങ് IELTS കാനഡ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഇനിയിപ്പം UK ആണെങ്കിൽ നേരത്തെ പറഞ്ഞിരുന്നു, കുറച്ച് എക്സെപ്ഷൻ ഓപ്ഷൻസ് പറഞ്ഞിരുന്നു. ബേസ്ഡ് ഓൺ ദാറ്റ് വി ക്യാൻ ട്രൈ. ഇഫ് നോട്ട്, we'll be posting it to, or like the college will be posting, or the university will be posting it to the next Jan intake. Okay, but depending on the documents സാധ്യതകൾ അനുസരിച്ച് കോളേജസ് നേരത്തെ കോഴ്സസ് ഫില്ലായി പോകും. നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് കുറച്ച് നല്ല കോഴ്സസ് ആയിരിക്കും, അല്ലെ അഡ്വാൻസ്ഡ് കോഴ്സസ് ഒക്കെ ആയിരിക്കും. ഇതൊക്കെ ആദ്യം ഫില്ലായി പോകും. സോ സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് യുവർ ഫയൽ 6 months prior, at least 6 months prior. Okay, with all set documents. Yeah. Yes, please. Yeah. No issues. Queries matram clear. Yeah. So is there any mandatory exams required for the admission in universities? No mandatory requirements, like namukku course exam onnum illa. IELTS മാത്രമാണ് കാനഡയ്ക്ക് റിക്വയർമെന്റ് വരുന്നത്. അതുപോലെ തന്നെ UK-ക്കും നമുക്ക് ഇത് തന്നെയാണ് ഓപ്ഷൻസ് വരുന്നത്. I would please request you all to just be there. Maybe ഒരു 10 minutes ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രം ഡീൽ ചെയ്തിട്ട് നമുക്ക് പോകാം കേട്ടോ. Which country you will prefer for BTech graduate students? Particular country preference ഒന്നും ഞങ്ങൾ സജസ്റ്റ് ചെയ്യില്ല. നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആണ് കോഴ്സും അതുപോലെ തന്നെ കൺട്രി, നിങ്ങളുടെ തന്നെ പ്രിഫറൻസ് തന്നെ ആയിരിക്കണം. വി ഹാവ് ഗിവൺ യു ദ ഓപ്ഷൻസ് അല്ലേ, UK എത്രത്തോളം നിങ്ങൾക്ക് ബെനിഫിറ്റ് ചെയ്യും, കാനഡ എത്രത്തോളം ബെനിഫിറ്റ് ചെയ്യും എന്നുള്ളത്. ബേസ്ഡ് ഓൺ ദിസ് യു ക്യാൻ ചൂസ് ഓപ്ഷൻസ്. ഓക്കെ, നൗ ഷാരോൺ can you please. So next is like why we choose Canada or UK while Germany, Italy and other countries provide free education. A good question. എന്തുകൊണ്ട് മറ്റ് കൺട്രീസ് ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ് ഒക്കെ നമുക്ക് ഓപ്റ്റ് ചെയ്തുകൂടാ? ഫ്രീ എഡ്യൂക്കേഷൻ ആണ്, ബട്ട് വാട്ട് ഇസ് എ ഫ്യൂച്ചർ? പഠിച്ചിട്ട് തിരിച്ചു വരാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എങ്കിൽ യു ക്യാൻ ചൂസ് ദിസ് ഓപ്ഷൻസ് ബിക്കോസ് ദീസ് ആർ കൺട്രീസ് വിച്ച് പ്രൊവൈഡ് ഫ്രീ എഡ്യൂക്കേഷൻ. ആൻഡ് വൺ മോർ തിങ്, പ്ലീസ് മേക്ക് ഷുവർ യു ആർ വെൽ വേഴ്സ്ഡ് വിത്ത് ദ ലാംഗ്വേജ്. ഇല്ലെങ്കിൽ പാർട്ട് ടൈം നിങ്ങൾക്ക് ഭയങ്കര ഒരു ചലഞ്ച് ആയിരിക്കും. ജർമ്മനി ആണെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് മസ്റ്റ് ആണ്, ഫ്രാൻസ് ആണെങ്കിൽ ഫ്രഞ്ച് മസ്റ്റ് ആണ്, ഇറ്റലി ഇറ്റാലിയൻ ലാംഗ്വേജ്, ഏതാണെങ്കിലും അവരുടെ ലാംഗ്വേജ് അറിയാണ്ട് നമുക്ക് ആ കൺട്രിയിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. പാർട്ട് ടൈം ജോബ് ഇസ് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി എ സ്ട്രഗിൾ ഫോർ യു. ആൻഡ് ഫ്യൂച്ചർ എക്സിസ്റ്റൻസ് 4 to 5 years എടുത്താൽ മാത്രമേ നമുക്ക് അവിടെ ഒരു PR എന്നുള്ളൊരു സ്കോപ്പിലേക്ക് തിരിഞ്ഞു പോലും നോക്കാൻ നമുക്ക് eligibility meet ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ UK or Canada will be the first preference. Settlement or studies, better education, UK or Canada, definitely yes. What type of part-time jobs are available there? See, part-time jobs base തന്നെയാണ്. നമ്മൾ ഏതൊരു ലെവലിലേക്കും നമുക്ക് വർക്ക് ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ സ്റ്റഡീസ് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ക്ലിയർ ചെയ്യാം. ഇറ്റ് ഈസ് ജസ്റ്റ് എ സേവിങ്സ് മോഡ്. നമ്മൾ ഒരിക്കലും ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ഒന്നും ഗെയിൻ ചെയ്തോ ഇല്ലെങ്കിൽ അത് വെച്ച് PR-നോ ആപ്ലിക്കേഷൻ ഒന്നും പ്രോസസ് ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഫോർ ദ ടൈം ബീങ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു സപ്പോർട്ട് വേണം, ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് വേണം. അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ ഈ പറയുന്ന പാർട്ട് ടൈം ജോബ് എടുക്കുന്നത്. ഇനീഷ്യൽ സ്ട്രഗിൾ ഉണ്ടാവും ഏത് കൺട്രിയിലാണെങ്കിലും. ഞാൻ ഒരിക്കലും പറയത്തില്ല ഇറ്റ്സ് ആൻ ഈസി മെത്തേഡ്, ഈസി വേ ആണ്, ഒന്നും ഞാൻ പറയില്ല. യു വിൽ ഹാവ് എൻ ഇനീഷ്യൽ സ്ട്രഗിൾ, ബട്ട് വൺസ് യു ക്ലിയർ ഇറ്റ് ഓഫ് യുവർ ലൈഫ് വിൽ ബി പക്ക കംഫർട്ടബിൾ. ഓക്കെ, സോ നമ്മൾ നമ്മുടെ സ്റ്റഡീസ് കഴിഞ്ഞ് പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റിൽ നിൽക്കുന്ന ടൈം ആണെങ്കിൽ നമുക്ക് 1 year സോളിഡ് ഒരു 0 AB ലെവലിൽ NOC കോഡിലുള്ള ജോബിലേക്ക് തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് മിനിമം ഒരു ടെക്നിക്കലോ സൂപ്പർവൈസറി ലെവലോ തുടങ്ങി മേലോട്ട് മാത്രം നോക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ഒരു വർഷം അവിടെ വീണ്ടും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് വേസ്റ്റ് ആണ്. അതെ പറഞ്ഞത്, 0 AB ലെവലിൽ നമ്മൾ പാർട്ട് ടൈം വർക്ക് ചെയ്യാൻ നമുക്ക് കിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫുൾ ടൈം എംപ്ലോയി ആയിട്ട് അവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ. നമുക്ക് ആകെപ്പാടെ 20 hours ആണ് സ്റ്റഡീസിൻ്റെ ടൈമിൽ പെർമിറ്റ് ചെയ്യുന്നത്. ആ 20 hours എന്ന് പറയുമ്പം ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ദിവസം നമുക്കൊരു 1 or 2 hours ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഒരു 4 hours സ്പെൻഡ് ചെയ്യാം. അത് നമ്മുടെ ഒരു കൺവീനിയൻസ് പോലെ മാറും. പക്ഷെ നമുക്കൊരു ഫുൾ ടൈം എംപ്ലോയ്മെൻറ്റ് അവിടെ വരുന്നില്ല, പാർട്ട് ടൈം എംപ്ലോയ്മെൻറ്റും അവിടെ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു മിനിമം 36 to 40 hours ആണ് അവർ നമുക്കൊരു ഒഫീഷ്യലായിട്ടൊരു എക്സ്പീരിയൻസ് കൺസിഡർ ചെയ്യാനുള്ള ടൈം പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റിൽ നിങ്ങൾ ആ ഒരു റേഞ്ചിൽ ഉള്ള ജോബ് സെർച്ച് ചെയ്യാനായിട്ട് അഡ്വൈസ് ചെയ്യുന്നത്. ഓക്കെ, then next is like if a student take loan from for higher education in UK, will he or she be able to repay the loan amount within the work permit period? Definitely yes. അത് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ ആ സമയത്ത് വർക്ക് ചെയ്യാൻ ഇൻറ്റൻറ്റഡ് ആണ്, വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലോണും റീപേ ചെയ്യാം, നിങ്ങൾക്ക് സേവിങ്സും ഉണ്ടാവും. ഓക്കെ,
കാരണം വെറുതെ ഒരു ലോൺ പേ ചെയ്യാൻ വേണ്ടി മാത്രമല്ല നമ്മൾ സ്റ്റഡീസ് ഓപ്ഷൻ എടുക്കുന്നത്. നമ്മൾ ഫിനാൻഷ്യലി നോക്കുകയാണെങ്കിൽ നമ്മൾ എന്തുകൊണ്ടും ഇവിടെ നിന്ന് നമുക്ക് അധികം അവിടെ സേവ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് നമ്മൾ അബ്രോഡ് ഓപ്ഷൻസ് എടുക്കുന്നത്. സോ ഷോർട്ടായിട്ട് നമുക്ക് എക്സസ് ആയിട്ട് നമുക്ക് ഏൺ ചെയ്യാനും കൂടെ പറ്റും ഇൻ എ ലീഗൽ വേ. ഓക്കെ, വാട്ട് ആർ ദ ഗുഡ് കോഴ്സസ് ഫോർ സിവിൽ എഞ്ചിനീയേഴ്സ്? സിവിൽ എഞ്ചിനീയേഴ്സ് ഒത്തിരി ഓപ്ഷൻസ് വരുന്നുണ്ട്. കൺസ്ട്രക്ഷൻ റിലേറ്റ് ചെയ്തിട്ട് കോഴ്സ് ഓപ്ഷൻസ് വരുന്നുണ്ട്, പ്രൊജക്ട് മാനേജ്മെൻറ്റ് വരുന്നുണ്ട്, ബിൽഡിംഗ് ഇൻഫർമേഷൻസ് ആൻഡ് സിസ്റ്റം അനലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കോഴ്സ് ഓപ്ഷൻസ് ഉണ്ട്. വൈഡ് വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് വരുന്നുണ്ട് സിവിൽ എഞ്ചിനീയേഴ്സിന്. ഈസ് ഇറ്റ് പോസിബിൾ ഫോർ അപ്ലൈയിങ് ഫോർ PR ഇഫ് വി ആർ ഇൻ അവർ നേറ്റീവ് പ്ലേസ്? വേൾഡിൽ എവിടെ നിന്നാണെങ്കിലും നമുക്ക് പെർമനൻറ്റ് റെസിഡൻസിക്ക് ആപ്ലിക്കേഷൻ പ്രോസസ് ചെയ്യാം. ഈവൻ ഇഫ് യു ആർ ഇൻ കാനഡ ഓർ ഔട്ട്സൈഡ് കാനഡ, എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് പ്രോസസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, ഇൻസൈഡ് കാനഡ ആൻഡ് ഔട്ട്സൈഡ് കാനഡ ദ പ്രൊസീജിയേഴ്സ് ആർ ഡിഫറെൻറ്റ്. ഇത്രയേ ഉള്ളൂ ഡിഫറൻസ് വരുന്നത്. ഔട്ട്സൈഡ് കാനഡ നമ്മൾ ഏത് കൺട്രിയിൽ നിന്നാണെങ്കിലും സെയിം പ്രൊസീജിയേഴ്സ് FSWPയുടെ സിസ്റ്റം തന്നെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. വിച്ച് ആർ ദ സ്യൂട്ടബിൾ കോഴ്സസ് ടു ഗെറ്റ് എ പെർഫെക്റ്റ് ജോബ്? To get a perfect job, yes, again coming back to NOC-യിലുള്ള 0A-B ലെവലിലുള്ള ജോബ് കോഡ്സ്, അതിനകത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഫുൾ ടൈം ആയിരിക്കണം. ഇത് തന്നെയാണ് സ്യൂട്ടബിൾ ജോബ്സ്. ഇൻ കാനഡ യൂണിവേഴ്സിറ്റി ഓർ കോളേജസ് അഫോർഡബിൾ? കോളേജ് യെസ്, യൂണിവേഴ്സിറ്റി കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിരിക്കും. പബ്ലിക് കോളേജസ് ഓപ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ എക്സ്പേർട്സുമായിട്ട് കണക്ട് ചെയ്താൽ അവർ അത് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് പ്രിഫറൻസ് തരുന്നത്. കാരണം ഇറ്റ്സ് നോട്ട് ഓൺലി ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് സ്റ്റഡീസ് നമ്മൾ പോകുന്നത് അല്ലേ, നമ്മുടെ ഫിനാൻഷ്യൽ ബാക്കപ്പും എല്ലാ കാര്യങ്ങളും ഒന്ന് സേഫ് ആക്കുന്ന രീതിക്കാണ് നമ്മൾ ഈ കോഴ്സ് ഓപ്ഷൻസ് ഒക്കെ എടുക്കുന്നതും നമ്മൾ അതിനുള്ള സ്റ്റെപ്സ് നമ്മൾ മുന്നോട്ട് നീക്കുന്നത്. നമ്മളും ഫിനാൻഷ്യലി ഡെപ്റ്റിലോട്ട് പോകാൻ പാടില്ല, പക്ഷേ നമ്മുടെ കോഴ്സും കംപ്ലീറ്റ് ആവണം, നമുക്ക് അത്യാവശ്യം റിട്ടേൺസും കിട്ടണം, പിന്നെ അൾട്ടിമേറ്റ്ലി PR ഇത് തന്നെയാണ് നമ്മുടെ ഗോൾ വരുന്നത്. Will I need to attend an admission or interview there? For UK, yes, definitely you will have to attend an interview. അത് നിങ്ങളുടെ ഒരു ക്രെഡിബിലിറ്റി ഇൻ്റർവ്യൂ ആണ് വരുന്നത്, just to make sure that you are really intended for studies. Canada, not mandate. There was a time when they used to, but it's not to mandate. അതുകൊണ്ടാണ് നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് ഒക്കെ അവർ അത്രയും കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, how long does it take for the application process? See, assume that you have taken a course option for September intake and your files are full set and you were only able to submit it by the brim of August or maybe not August will be too near. June-ilakka ee oru time aanu namukku application submit cheyan pattunna. Fortunately, if the course is available, then it is fine. It will not take much time. നമുക്കൊരു 2 monthsനകത്ത് തന്നെ എല്ലാ ക്ലിയറൻസും ആയിട്ട് നമുക്ക് വിസ ഫയലിംഗ് ബാക്കി കാര്യങ്ങളും ചിലപ്പോൾ ചെയ്തെടുക്കാൻ പറ്റും. ബട്ട് കാനഡയ്ക്ക് അങ്ങനെ ഒരു സാധ്യത വളരെ കുറവാണ്. കോഴ്സസ് ഫില്ല് ചെയ്ത് നെക്സ്റ്റ് ഇൻടേക്കിലോട്ട് പോകുന്നൊരു സാഹചര്യമാണ്. ബട്ട് UK is something different. UKക്ക് നമുക്ക് വൺസ് കോളേജിൽ നിന്ന് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ വിസയ്ക്ക് കുറച്ച് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അത് നമ്മുടെ സ്ലൈഡ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. സ്റ്റാൻഡേർഡ് സർവീസ്, പ്രയോറിറ്റി വിസ, സൂപ്പർ പ്രയോറിറ്റി. ഓക്കെ, സോ അങ്ങനെ ഒരു ഓപ്ഷൻസ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് 1 to 2 days വരെ വിസ ക്ലിയറൻസ് കിട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ UK ഈസ് ഫേവറബിൾ. ബട്ട് കാനഡ ഒരു 2 to 3 months എങ്കിലും നമ്മൾ വിസ സ്റ്റാമ്പിങ്ങിന് അല്ലെങ്കിൽ വിസ പ്രോസസ്സിങ്ങിന് സ്പേസ് കൊടുത്ത് തന്നെ നമ്മൾ ഫയൽ പ്രിപ്പയർ ചെയ്യണം. യെസ്, നമ്മുടെ ഇൻടേക്കിന് ഒരു പ്രയറായിട്ട് നമ്മൾ പ്ലാൻ ചെയ്താൽ മതി. ബിക്കോസ് ടിക്കറ്റ് എക്സ്പെൻസ് എല്ലാ കാര്യങ്ങളും ടിക്കറ്റ് അവൈലബിലിറ്റി എല്ലാം ബേസ് ചെയ്താണല്ലോ നമ്മളത് ഫൈനലൈസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കൊരു 1 week പ്രയർ എത്തിയാലും മതി. നമ്മുടെ ഓറിയൻറ്റേഷൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വി ഷുഡ് ബി ദെയർ ഇൻ കാനഡ. ഇപ്പോഴും വേറെ വലിയ റൂൾസും കാര്യങ്ങളും ഇല്ല, ക്വാറന്റൈൻ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നോർമൽ ടൈമിങ്ങിൽ എത്തിയാൽ മതി. ബട്ട് പ്രീവിയസ്ലി ഇറ്റ് വാസ് ഡിഫറെൻറ്റ്. ഓക്കെ, ഡിപ്പെൻഡിങ് ഓൺ യുവർ ഇൻടേക്ക്. അത് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ ബ്രിമ്മിലാണ് നമുക്ക് വിസ റിസീവ് ചെയ്തെങ്കിൽ ചിലപ്പോൾ ഒരു 2 മാസമേ സെർവ് ചെയ്യാൻ ടൈം കിട്ടത്തുള്ളൂ. സോ അക്കോർഡിംഗ്ലി യു വിൽ ഹാവ് ടു മാനേജ്. ബട്ട് കാനഡയിൽ എത്താൻ കോഴ്സ് തുടങ്ങുന്നതിന് 1 week പ്രയർ ആണെങ്കിൽ നിങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്താൽ മതി. ഓക്കെ, ബട്ട് യു ഷുഡ് മാനേജ് ദ ടൈം. ഇപ്പോൾ ടിക്കറ്റ്സിൻ്റെ അവൈലബിലിറ്റി എല്ലാ കാര്യങ്ങളും നമ്മളിതിൽ നോക്കണം. ഒത്തിരി പ്രിപ്പറേഷൻ വരുന്നുണ്ട്. നമുക്കൊരു വിസ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടൈം എപ്പോഴാണ് കിട്ടിയിരിക്കുന്നത്, ഡെഡ് ലൈൻ എപ്പോഴാണ്, നമുക്ക് എപ്പോഴാണ് അവിടെ കോളേജിൽ റീച്ച് ചെയ്യേണ്ടത്, ടിക്കറ്റ്സിൻ്റെ അവൈലബിലിറ്റി എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടല്ലേ നമ്മളത് പ്ലാൻ ചെയ്യുന്നത്. സോ അക്കോർഡിംഗ്ലി യു ഷുഡ് പ്ലാൻ. ഓക്കെ, വൺസ് വിസ കൺഫർമേഷന് വേണ്ടി നമ്മൾ പേപ്പേഴ്സ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ യു ഷുഡ് ബി പ്രിപ്പയർഡ്. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. Can I get financial aid to study abroad? We do support with third parties, but ട്രസ്റ്റഡ് ആണ്. ഒരിക്കലും നിങ്ങൾ നോക്കിക്കോണം, നിങ്ങൾ ചെയ്തോണം, ടേക്ക് കെയർ ചെയ്തോണം എന്നല്ല. നമുക്ക് നമ്മുടെ സ്റ്റുഡൻസും PR ഹോൾഡേഴ്സും ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് തേർഡ് പാർട്ടീസ് നമ്മളുമായിട്ട്. ഒത്തിരി സ്റ്റുഡൻസും PR ഹോൾഡേഴ്സും കയറി പോയിട്ടുള്ള ഓപ്ഷൻസ് തന്നെയാണ്. ബട്ട്
വി കംപ്ലീറ്റ്ലി ഗിവ് ദ കോണ്ടാക്ട്സ് ടു യു. നിങ്ങൾ സംസാരിച്ച് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം നിങ്ങൾ ആ ഓപ്ഷൻസ് ചൂസ് ചെയ്യുക. വി വോണ്ട് ലൈക്ക് ഫോഴ്സ് യു ടു ടേക്ക് ദാറ്റ്. അത് നിങ്ങളുടെ ഒരു എബിലിറ്റിയും കാര്യങ്ങളും സൗകര്യങ്ങളും നോക്കിയിട്ടാണ് നിങ്ങളൊരു ഓപ്ഷൻസ് ഫിനാൻഷ്യൽ എയ്ഡിന് എടുക്കുന്നത്. എപ്പോഴും സ്റ്റഡീസിനെന്ന് പറയുമ്പം നമുക്ക് അക്കൗണ്ടുള്ള നമ്മുടെ ഹോം ബ്രാഞ്ചിൽ നിന്ന് തന്നെ നമ്മൾ ഈ ഒരു ലോൺസിനും കാര്യങ്ങളും അസിസ്റ്റൻസ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ബിക്കോസ് ദേ നോ യുവർ ഫാമിലി. അപ്പം ദേ ക്യാൻ ഗെറ്റ് ആൻ അഷ്വറൻസ് ഓൺ ലൈക്ക് യു വിൽ റീപേ ദ എമൗണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് കിട്ടാൻ എളുപ്പം നമുക്ക് പോസിബിലിറ്റി ഉള്ള അല്ലെങ്കിൽ നമുക്ക് അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്ന ബാങ്ക്സ് തന്നെയാണ്. ഇഫ് ദാറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ്, സെക്കൻഡറി നമുക്ക് തേർഡ് പാർട്ടി സപ്പോർട്ട്സ് തരാം. What are the entry requirements for study abroad program? So I think that we have dealt in detail, so that's not a concern. How do I save money while studying abroad? Obviously part-time jobs legally. Please don't go illegally. 20 മണിക്കൂർ എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് 25 മണിക്കൂർ അവിടെ വർക്ക് ചെയ്യാം അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്നുള്ളൊരു ധാരണയിൽ എക്സിസ്റ്റിംഗ് സ്റ്റുഡൻസ് പറഞ്ഞാൽ പോലും പ്ലീസ് ഡോണ്ട് ഗോ ഫോർ ദാറ്റ്, ബിക്കോസ് യു ആർ നോട്ട് ജസ്റ്റ് ഗോയിങ് ദർ ഫോർ സ്റ്റഡീസ്. നിങ്ങൾ പഠിത്തം കഴിഞ്ഞ് നിങ്ങളവിടെ PR നിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നവരാണ്. എന്തെങ്കിലും ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി കണ്ടു കഴിഞ്ഞാൽ ദേ വിൽ ഡെഫിനറ്റ്ലി ബൈ യുവർ ഫൈൽ. ഓക്കെ, വേർ ക്യാൻ ഐ ഫൈൻഡ് സ്റ്റഡി അബ്രോഡ് സ്കോളർഷിപ്സ്? യെസ്, ദാറ്റ്സ് ഓൾറെഡി ഡെൽറ്റ്. Will any overseas qualification be accepted in my home country? Definitely yes. നമ്മളിപ്പം കാനഡയിൽ നിന്നാണെങ്കിലും UK നിന്നാണെങ്കിലും നമ്മൾ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഇസ് ഡെഫിനറ്റ്ലി അക്സെപ്റ്റഡ്. UK കുറച്ചും കൂടെ വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ആണ്, കാരണം ഗ്ലോബലി അക്സെപ്റ്റഡ് ആണ് UK സർട്ടിഫിക്കറ്റ്സ്. ഓക്കെ, ഈവൻ ഇഫ് നമ്മളിപ്പോൾ കാനഡയിലേക്ക് എഡ്യൂക്കേഷൻ ക്രെഡൻഷ്യൽ അസസ്മെൻറ്റ് മൂവ് ചെയ്താലും UK സർട്ടിഫിക്കേഷൻ നമുക്ക് ഡയറക്റ്റ് മാസ്റ്റേഴ്സ് ഇക്വലൻസി കിട്ടും. But at cases it happens like ചില മാസ്റ്റേഴ്സ് നമുക്ക് as such മാസ്റ്റേഴ്സ് കിട്ടില്ല, but UK it's sure shot. Okay, anything apart from this? You can have the mic please. കോഴ്സ് വേണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇറ്റ്സ് നെവർ ടു അഡ്വൈസബിൾ. കാരണം നമ്മളൊരു കോഴ്സ് ഓപ്ഷൻ എടുത്ത് എംബസി നമ്മുടെ ഫയൽ അപ്രൂവ് ചെയ്ത് നമ്മൾ ആ കൺട്രിയിൽ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കോഴ്സ് ചെയ്യാൻ പ്ലാൻ ചെയ്ത് കൺഫേം ചെയ്തിട്ടാണല്ലോ നമ്മൾ കയറുന്നത്. അപ്പോൾ ഒരു 80 to 90% അതൊരു അഡ്വൈസബിൾ പ്രൊസീജിയർ അല്ല. ബട്ട് വാട്ട് യു ക്യാൻ ഡു ഇസ്, എന്തായാലും നമ്മൾ കോഴ്സ് ചൂസ് ചെയ്യുന്നത് അത് കണക്കാക്കിയ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ഹാഫിൽ ചൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇഫ് ഇറ്റ് ഈസ് എ 1 year program, വാട്ട് യു ക്യാൻ ഡു ഇസ് in the midway, if you want to add on an additional course, എനിക്കൊരു അഡ്വാൻസ്ഡ് കോഴ്സും കൂടെ ആഡ് ഓൺ ചെയ്യണം, after 6 months of duration you can plan for the second course. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ നമ്മൾ അവിടെ ചെന്ന് സഡനായിട്ട് ആ ഒരു കോഴ്സ് മാറ്റി വീണ്ടും ഒരു കോഴ്സ് എടുക്കുമ്പം ദാറ്റ് ഡസൻറ്റ് ഗിവ് എ ഗുഡ് പിക്ചർ ഇൻ യുവർ അക്കാഡമിക് പാർട്ട്. ഈവൻ സ്കോളർഷിപ്പിനൊക്കെ എലിജിബിലിറ്റി ഉള്ളൊരു കാൻഡിഡേറ്റ് ആണെങ്കിൽ ഇതെല്ലാം നമ്മുടെ ആ ഒരു അക്കാഡമിക് ഗ്യാപ്പ് റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ ഇവിടുന്ന് ചൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഫൈനൽ ഡിസിഷൻ എടുത്ത് നീങ്ങുക. എനിക്കിത് പറ്റുന്നൊരു കോഴ്സാണോ, ഇത് ത്രൂ എനിക്ക് PR കിട്ടാൻ സാധ്യതയുണ്ടോ, എല്ലാം നോക്കി നമ്മൾ കോഴ്സ് ചൂസ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. ഇനി അതിലും നമുക്ക് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡൊമസ്റ്റിക് ആപ്ലിക്കൻസിന് കിട്ടുന്നതും ഇൻ്റർനാഷണൽ ആപ്ലിക്കൻസിന് കിട്ടുന്നതും കുറച്ച് വേരിയേഷൻസ് ഉണ്ട്. നമുക്ക് അവിടെ ചെന്നതിന് ശേഷം ഒരു വർഷത്തെ കോഴ്സ് കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ ടൈമിൽ ഒരു 6 months കഴിയുമ്പോൾ ഒരെണ്ണം കൂടെ അഡീഷണൽ ആഡ് ചെയ്യുക. സോ ദാറ്റ് യു വിൽ ഓൾസോ ഗെറ്റ് യുവർ ദിസ് വൺ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് ആഡഡ്. 2 year പ്രോഗ്രാം ആയി കഴിയുമ്പം വീണ്ടും നിങ്ങളുടെ 1 year എന്നുള്ള സ്റ്റേ ബാക്ക് ആഡ് ഓൺ ചെയ്ത് 3 year സ്റ്റേ ബാക്ക് ആയിട്ട് മാറും. ഓക്കെ, ഇഫ് യു വോണ്ട് ടു ആഡ് ഓൺ സംതിങ് ഇൻ അഡ്വാൻസ്. ഇനി അതല്ല, വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് PR ഓൾറെഡി നിങ്ങളുടെ ഫയൽ പ്രോസസ്സിങ്ങിലാണെങ്കിൽ PR കിട്ടിയതിന് ശേഷം ആ ഒരു കോഴ്സ് അഡ്വാൻസ്ഡ് ആയിട്ട് എടുക്കുക. സോ ദാറ്റ് നിങ്ങളിപ്പോൾ ഇവിടെ ഒരു 10 lakhs എക്സ്പെൻസ് ചെയ്ത് പോകുന്നൊരു കോഴ്സ് അവിടെ നിങ്ങൾക്ക് ഡൊമസ്റ്റിക് ആപ്ലിക്കൻ്റ് ആയിട്ട് ചിലപ്പം 3 or 4 lakhs അല്ലെങ്കിൽ 5 lakhs ആ റേഞ്ചിലോട്ട് താഴോട്ട് വരും ഫീസ്. ഡൊമസ്റ്റിക് ഫീസായി പഠിക്കുന്നതാണ് നല്ലത്. കാരണം അതുകൊണ്ടാണ് ആദ്യമേ നിങ്ങളോട് നമ്മളിപ്പം അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു കാൻഡിഡേറ്റിനോട് അവരുടെ ഫുൾ കൺഫർമേഷൻ എടുക്കുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, എനിത്തിങ് എൽസ്? എനിവൺ? എന്തെങ്കിലും ഡൗട്ട്സ്? സോ ക്യാൻ വി വൈൻഡ് അപ്പ്? ഓക്കെ സർ, എനിത്തിങ് എൽസ് ടു ആഡ് ഓൺ? നമുക്കറിയാം ഈ 2-3 മണിക്കൂർ കൊണ്ടൊന്നും ഇതിൻ്റെ സംശയങ്ങളൊന്നും തീരില്ല. നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വീണ്ടും ചോദിക്കേണ്ടതുണ്ട്. സോ എനി ടൈം ഞങ്ങളുടെ ട്രിവാൻഡ്രം ബ്രാഞ്ച് ഓഫീസ് തൊട്ട് താഴെ തന്നെയാണ്. എല്ലാവരും അവിടെ വിസിറ്റ് ചെയ്തിട്ട് പോവാം. ഇനി നിങ്ങൾക്ക് ഫ്യൂച്ചർ കാനഡ ഇമിഗ്രേഷൻ സ്റ്റഡി അഡ്മിഷൻ പ്രോസസ്സ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയെ പറ്റി ഒന്നും ഞങ്ങൾ പരിചയപ്പെടുത്തിയിട്ടില്ല. നോ പ്രോബ്ലം, വി ഹാവ് മോർ ദാൻ ഹൺഡ്രഡ്സ് ഓഫ് പബ്ലിക് കോളേജസ്, അതുപോലെ നല്ല യൂണിവേഴ്സിറ്റികൾ ടൈ അപ്പ് ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ
അത്യാവശ്യം എല്ലാ കോളേജുമായിട്ട് നല്ല റിലേഷൻസ് നമ്മുടെ കമ്പനിക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പോകുന്ന സമയത്ത് മാത്രമല്ല അഡ്മിഷൻ പ്രോസസ്സ്. പിന്നെ ഇപ്പം ഒരിക്കലും സെപ്റ്റംബർ ഇൻടേക്ക് ഒരു അഡ്വൈസബിൾ ആണോ എന്ന് ചോദിച്ചാൽ നോ. അത് കുറച്ച് മിക്കവാറൊക്കെ കോഴ്സസ് ഒക്കെ ഒത്തിരി ഫീൽഡാണ്. സോ ഇനിയുള്ള നല്ല പീസ്ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അഡ്മിഷൻസ് ജാനുവരിയിലും അടുത്ത മെയ്യിലൊക്കെയാണ്. സോ അതിലേക്കുള്ള നിങ്ങൾക്ക് തയ്യാറെടുപ്പ് നടത്താം. IELTS ട്രെയിനിങ് ഞങ്ങൾ ഓൺലൈൻ ക്ലാസ്സിനെ പറ്റി പറഞ്ഞു. ഞങ്ങളുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. അതുപോലെ അഡ്മിഷൻ പ്രോസസ്സ്, എന്ത് ഡോക്യുമെൻറ്റേഷൻ, ഇനി അതാണ് നിങ്ങൾക്ക് വലിയ സംശയങ്ങളുള്ളത്. ഏത് സംശയമാണ് ഡോക്യുമെൻറ്റേഷൻ്റെ ഞങ്ങളോട് ചോദിക്കുക. എസ്പെഷ്യലി ഞങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത് ഒരു ഇമിഗ്രൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ കാണുള്ളൂ. ഒരു സ്റ്റഡി എബ്രോഡ് എന്നൊരു കോൺസെപ്റ്റിലല്ല. നിങ്ങളെ എസ്പെഷ്യലി കാനഡയുടെ കേസിൽ അവിടെ ഇമിഗ്രൻ്റായി സെറ്റിൽമെൻറ്റ് വരെ ഞങ്ങൾ സർവീസുണ്ട്. ഇഫ് യു ആസ്കിങ്, എന്ത് നിങ്ങൾ വെറുതെ മാർക്കറ്റിംഗ് പറയല്ല. എൻ്റെ പേര് അജു കെ മാത്യു എന്നാണ്. ഐ എം ദ ലൈസൻസ് ഹോൾഡിംഗ് ദിസ് കമ്പനി. ഞാൻ 200 രൂപ ഇന്ത്യൻ പത്രത്തിൽ ഒപ്പിട്ട് തരാം. ഞാൻ 5 വർഷം PR വരെ നിങ്ങൾക്ക് സർവീസ് എൻ്റെ കമ്പനി പ്രൊവൈഡ് ചെയ്യും. സോ ബിക്കോസ് 1000-ലധികം ഇമിഗ്രൻസിന് അവിടെ പഠിക്കാൻ പോയവരും ഇവിടെ നിന്നും സപ്പോർട്ട് ചെയ്ത സ്ഥാപനമാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും സ്റ്റഡി അബ്രോഡ് ബിസിനസ് അല്ല, ഇമിഗ്രേഷനാണ്. നിങ്ങളുടെ സെറ്റിൽമെൻറ്റ് വരെ നിയമോപദേശം തന്ന് സെറ്റിലാക്കാനുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെ ലോയർ, എക്സ്പെർട്ട് ടീം, കൗൺസിലേഴ്സ്, ടീം മാനേജേഴ്സ് നിങ്ങൾക്ക് സപ്പോർട്ടിനുണ്ടായിരിക്കും. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ. And I would also proudly be able to present you the proofs of people who have moved through us. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും ഷോർട്ടായിട്ട് ഓരോ കാര്യങ്ങളും നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത്. This is a file which is having maybe limited എന്ന് പറയാം, ഇതിൽ കൂടുതലുണ്ട്. These are informations of people who have already moved to Canada through student visa as well as PR visa, UK-ലേക്ക് സ്റ്റഡി വിസ, എല്ലാ ഓപ്ഷൻസിലേക്കും വിസാസ് റിസീവ് ചെയ്ത ക്ലയൻസിൻ്റെ സക്സസ്ഫുൾ സ്റ്റോറീസ് ആണ്. ഐ ക്യാൻ ഗിവ് യു ദിസ് ഫോർ ജസ്റ്റ് വ്യൂവിങ്. ഫോർ ദ മീൻ ടൈം ജസ്റ്റ് ഒന്ന് പാസ് ചെയ്തേക്കാം. So any doubts, please be comfortable. You can get back to us either through phone or a direct counseling. So you can use it and you can get the correct guidance, and you can also use it for the further references. You can refer your friends or relatives, family accordingly. Any doubts, please be comfortable to come and talk back to us. So I think we can wind up. And I should really thank you. കാരണം ഇത്രയും ടൈം ഞങ്ങളോട് സ്പെൻഡ് ചെയ്ത് കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും വേണ്ടി നിങ്ങളെടുത്ത എഫേർട്ട്, ടൈം, this is really valuable and it should be appreciated. And really thank you each and every one for being with us for this time. Thank you. You can get connected to our counselors if you want and clarify the doubts. And if you don't mind, I would definitely like to have your testimonials on what was your opinion regarding the session. Was it really informative or you did just halfway? Please give your updates. We can just have it in front of the camera if you're comfortable. Okay? So anyone who can come and just say some words? No one? മലയാളത്തിൽ തന്നെ ആയിക്കോട്ടെ, കുഴപ്പമില്ല, നിങ്ങളുടെ കൺവീനിയൻസ് ആണ്. See, you just take a step. Come, please come ahead. Yeah, just have this if you don't mind. Okay, just have this. Yeah, see. Good afternoon, one and all. I'm Anju Prakash. സോ ഇന്ന് തന്ന ആ ഒരു ഓറിയൻറ്റേഷനിൽ ശരിക്കും UK, കാനഡ സ്റ്റഡീസിൻ്റെ കാര്യത്തിലാണെങ്കിലും മൈഗ്രേഷനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മൾ അവെയറല്ല, നമുക്ക് ആഗ്രഹമുണ്ട് പുറത്തേക്ക് പോകണം, പഠിക്കണം എന്നൊക്കെയുള്ള. പക്ഷേ ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങൾ പലപ്പോഴും ഇപ്പോൾ നേരത്തെ സാറ് ചോദിച്ച പോലെ നമ്മളൊരു കൺസൾട്ടൻസി പോയി അവർ പറയുന്നത് നമ്മൾ അങ്ങനെ കണ്ണടച്ചങ്ങനെ വിശ്വസിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ പകരം അതിനോടൊപ്പം തന്നെ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചുള്ള വളരെ വാല്യൂഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഈ ഒരു ക്ലാസ്സിലൂടെ ഞങ്ങൾക്ക് കിട്ടി. അത് സാധാരണ കിട്ടുന്ന ഒരു ഓറിയൻറ്റേഷൻ സംബന്ധിച്ച് വളരെ വ്യത്യസ്തമായൊരു അനുഭവം തന്നെയായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ ഇനി അങ്ങോട്ട് മുമ്പോട്ടേക്ക് എൻ്റെ മൈഗ്രേഷൻ യാത്രയിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇനി വെച്ചിട്ട് തന്നെ ഞാൻ ഇനി പോവുള്ളൂ. അപ്പോൾ ആ ഒരു ഇൻഫോർമേഷൻ അത് തന്നതിന് ഒരുപാട് നന്ദി. പിന്നെ എല്ലാവർക്കും തന്നെ ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു. ആ ഡൗട്ടുകളൊക്കെ കൃത്യമായിട്ട് റെലവൻ്റായിട്ട് ക്ലിയറായി തന്നെ ഞങ്ങൾക്കത് സോൾവ് ചെയ്ത് തന്നു. അപ്പോൾ താങ്ക് യു വെരി മച്ച്.
some words from your end, please. Please speak. Hi, good afternoon. Have the mic. കുറച്ചുകൂടി ചേർത്ത് പിടിക്കണം. ഇപ്പോൾ ഇവിടെ നടന്ന സെക്ഷനിൽ ഓൾമോസ്റ്റ് എല്ലാ ഡൗട്ടും ഞാൻ ക്ലിയർ ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എനിക്ക് ഇനിയൊരു സെക്കൻഡ് ചാൻസ് എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് എനിക്കിവിടെ കുറേ ഡൗട്ടുകൾ വന്നത്. ആ ഡൗട്ട്സും മാഡവും സാറും നന്നായിട്ട് ക്ലിയർ ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അത് ഈ സ്ഥാപനമല്ല ഏത് സ്ഥാപനമായാലും നിങ്ങൾക്ക് നെറ്റുണ്ട്, മൊബൈലുണ്ട്, നന്നായിട്ട് റിസർച്ച് ചെയ്യുക. എന്നിട്ടേ ഫ്രണ്ടിലോട്ട് വരാറുള്ളൂ. കാരണം നമ്മളത് ഈസി പ്രോസസ്സല്ല ഇത്. ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം. ഫുൾ കോൺഫിഡൻസിൽ വേണം ഇതിന് ഇറങ്ങി പുറപ്പെടുക. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാൻ. താങ്ക് യു, ദാറ്റ്സ് ട്രൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് കൺസൾട്ടൻസിനെ അപ്രോച്ച് ചെയ്താൽ ഇറ്റ് ഈസ് ഫൈൻ. വി ഡോണ്ട് സേ ലൈക്ക് നിങ്ങൾ ആംസ്റ്റർ തന്നെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതല്ല. ഇഫ് യു ഫൈൻഡ് കംഫർട്ടബിൾ വിത്ത് ആംസ്റ്റർ, പ്ലീസ് ഗോ അഹെഡ്. അതല്ലാതെ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ഒരു ഓപ്ഷൻസ് നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ പ്ലീസ് ബി ഇൻഫോംഡ് ഓൺ ലൈക്ക് വാട്ട് ആർ ദ ഓപ്ഷൻസ്. എന്താണ് ഇതിൻ്റെ സാധ്യതകൾ, എൻ്റെ ഫയലിന് എന്തെങ്കിലും റിസ്ക് ഉണ്ടോ, ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ അതെൻ്റെ ഫയലിന് സേഫ് ആണോ നോക്കി മാത്രം മുന്നോട്ട് നീങ്ങുക. ഓക്കെ, സോ ഐ തിങ്ക് വി ക്യാൻ വൈൻഡ് അപ്പ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. If you want to meet our counselors, they are available. You can directly have a discussion with them. Okay.